എടാ മുസ്ലിംസ് ഹിന്ദുസ് റോമൻ കാത്തലിക്സ് ആയിട്ട് എനിക്കൊരു ബന്ധമില്ല. ഞാൻ പറഞ്ഞത് ക്രിസ്ത്യാനിറ്റിനെ കുറിച്ച് പറയണേ, ഓവറോൾ തിങ്കിങ് അത്. അതിൻ്റെ അർത്ഥം എന്താ? അവിടെ റിലീജിയൻ വരണല്ലേ, റിലീജിയന് പ്രാധാന്യമില്ല. ദയനീയമായ മണ്ടൻ ശിവൻ്റെയും മണ്ടൻ മെറ്റീരിയലിസ്റ്റിക് ശിവനെയും കൊണ്ട് നടക്കണ ഹിന്ദുക്കാരായിട്ട് എനിക്ക് ബന്ധമില്ല. ഞാൻ ഓവറോൾ കാര്യം പറയണേ. ക്രിസ്ത്യാനിറ്റിയുടെ ക്ഷമിക്കുന്ന സ്നേഹത്തിൽ എങ്ങനെയാണ് പുതിയ ഐഡിയാസ് 20th സെഞ്ച്വറി അത് ശിവൻ്റെ കാലം കഴിഞ്ഞിട്ട് നല്ല പറയുന്നത്, പിണറായി വിജയൻ്റെ കാലം കഴിഞ്ഞിട്ട്, ചെഗുവേരയുടെ കാലം കഴിഞ്ഞിട്ട് നല്ല പറയുന്നത്, അതല്ല ദൈവം എന്ന് പറയുന്നത്. ക്ഷമിക്കുന്ന സ്നേഹം എങ്ങനെ പുതിയ ഐഡിയാസ് ഉടലെടുക്കുന്നു, അതിലൂടെ എങ്ങനെയാണ് പുതിയ പുതിയ കാര്യങ്ങൾ കണ്ടുപിടിച്ച് ഒരു നിത്യ ആയുസ് വരെ എത്തുന്നത് എങ്ങനെയാണ്, അതിനെയാണ് ബൈബിൾ പറയണത്. അതിന് റിലീജിയൻ എന്ന് പറയാൻ പറ്റില്ല. അതുകൊണ്ട് ഗൂഗിളിലെല്ലാം ഈ ക്രിസ്ത്യാനിറ്റിനെ റിലീജിയനാക്കി വെച്ചിരിക്കുന്നത്, പ്രത്യേകിച്ച് ജൂയിഷ് റിലീജിയനെ, യഹൂദിയ ക്രിസ്ത്യാനിറ്റി എന്നൊക്കെ പറയുന്നത് റിലീജിയനാക്കി വെച്ചിരിക്കുന്നത് പൊട്ട തെറ്റാണ്. അതൊരു ആഗോള തരത്തിലുള്ള പ്രതിഭാസമാണ്, ആഗോള തരത്തിലുള്ള ചേഞ്ചാണ്. അപ്പോൾ അതിന് നിത്യായുസ് വരെ നിലനിൽക്കും. നിത്യായുസ് കിട്ടണ വരെ അതിൽ പിഴവ് കാണിക്കാണ്ട് നിലനിന്നു. അല്ലാണ്ട് മണ്ടശിവനെ ആരസ് നടക്കുന്നതല്ല. പ്രത്യേകിച്ച് നിങ്ങൾ നോക്കുക, ഞങ്ങൾ ഏതെങ്കിലും യൂറോപ്യൻ കൺട്രീസിൽ പോയി കഴിഞ്ഞാൽ അവിടെ ഓട്ടോറിക്ഷയുടെ ശബ്ദമോ ആദിവാസി ലാംഗ്വേജോ ട്രാക്ടറിൻ്റെ ശബ്ദമൊന്നും കേൾക്കാൻ പോകണില്ല. അവിടെ എപ്പോഴും ഒരു തരം അങ്ങനെ ഒരു ശബ്ദമാണ് എപ്പോഴും അവിടെ. ഒരു തരം സൈലൻസ് എപ്പോഴേ. ആരെന്താ അവിടെ സംസാരിച്ചാലും ചിരിച്ചാലും എന്ത് വണ്ടി ഓടിയാലും അവർ ഹോൺ അടിക്കില്ല, അവർക്ക് വിവരമുണ്ട്. സംസാരിച്ചാലും എപ്പോഴും രാത്രിയാണെങ്കിലും അവർ 3:30 ആകുമ്പോൾ അവർ ഇരുട്ടാവും. 3:30 ആകുമ്പോൾ ഇവിടെ 5:30 6:30 ആകുമ്പോൾ ഇരുട്ടാവുള്ളൂ. ഒരു സെപ്റ്റംബറിലാകുമ്പോൾ അവർ 3:30 ആകുമ്പോൾ ഇരുട്ടാവും. വൈകുന്നേരം 3:30 ആകുമ്പോൾ നല്ല ഒരു ഇരുട്ടാവും. അതുപോലെ രാവിലെ 7:30 വരെ ഇരുട്ടാണ് രാവിലെ. അതുപോലെ ചില നേരത്ത് രാത്രി 9:30 അല്ലെങ്കിൽ രാത്രി 11 മണി വരെ അല്ലെങ്കിൽ രാത്രി 10 മണി വരെ സൂര്യൻ ഉദിച്ച് നിൽക്കുന്നുണ്ടാവും മുകളിൽ. രാത്രി 9 മണി വരെ, രാത്രി 10 മണി വരെ സമയം നോക്കിയാൽ കാണാം വാച്ചിൽ അല്ലെങ്കിൽ മൊബൈലിൽ. ഇവിടുത്തെ സമയം നോക്കിയാൽ നമ്മുടെ ഇവിടെ രാത്രി 9 മണി കാണിക്കുമ്പോൾ ഇവിടുത്തെ രാത്രി 9 മണി 10 മണി 10:30 വരെ സൂര്യൻ നല്ല മുകളിൽ ഉദിച്ച് നിൽക്കുന്നുണ്ടാവും. അപ്പോൾ അങ്ങനത്തെ കുറേ സമയ വ്യത്യാസങ്ങളുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെ ഹോൺ അടിച്ച് ഹൈവേയിൽ പോവില്ല. ഇതുപോലെയൊന്നും കലബിലല്ല. അവിടെ എപ്പോഴും ഇത്തരം ആരവിടെ വർത്തമാനം പറഞ്ഞാലും ആ വർത്തമാനത്തിൻ്റെ അവിടെ ഒരു തരം ഒരു ശബ്ദം അവിടെ പോവും. അതിൻ്റെ അറ്റ്മോസ്ഫിയറിൻ്റെ പ്രത്യേകത അവിടെ. അപ്പോൾ നിങ്ങൾ വിചാരിക്കേണ്ട, പ്രത്യേകിച്ച് ഞാൻ 4 വർഷം വൃത്തികെട്ട സ്ഥലത്ത് പോയപ്പോൾ ഡോർമെറ്ററിയിൽ നിൽക്കുകയാണെന്ന് വിചാരിച്ചോ, എല്ലാവരും ഉണ്ട്. ജസ്റ്റ് സംസാരത്തിൽ ഒതുങ്ങും. ജസ്റ്റ് തുറന്ന സംസാരമാണ്, ഇംഗ്ലീഷിലാണെങ്കിലും മലയാളത്തിലാണെങ്കിലും അവിടെ ഒതുങ്ങും. അവിടെ സെക്ഷൽ ടെൻഷനില്ല, ഒന്നുമില്ല. ജോലിയിലും സംസാരം, കോൺസെൻട്രേറ്റ് ചെയ്യുന്നിടത്ത് ഹെൽപ്പ് ചോദിക്കേണ്ടത് ഹെൽപ്പ്, കോപ്പറേറ്റ് ചെയ്യുന്നിടത്ത് കോപ്പറേറ്റ്. ഇതൊന്നും റെക്കോർഡ് ചെയ്യേണ്ട കാര്യമില്ല. എന്നിട്ട് അങ്ങനെ കണ്ടിന്യൂ ആയി കഴിഞ്ഞാൽ സ്മൂത്ത് ആണെങ്കിൽ 2 വർഷം കണ്ടിന്യൂ ആണെങ്കിൽ ചിലപ്പോൾ അത് പറ്റിയില്ലെങ്കിൽ ചിലവർക്ക് വല്ല തടസ്സം, എന്തെങ്കിലും വാർത്താവിനിമയ കമ്മ്യൂണിക്കേഷൻ തടസ്സം വന്നു കഴിഞ്ഞാൽ ചിലവർക്ക് എന്തെങ്കിലും നമ്മൾ നല്ലതായിട്ട് പോകണത്, പക്ഷേ അതിൻ്റെ ഇടയിൽ ചിലവർ കുരുട്ടുബുദ്ധി കൊണ്ടുവരും. അപ്പോൾ 1 വർഷമായിട്ട് കുറയും. അല്ലെങ്കിൽ ഞാനായിട്ട് തെറ്റ് കാണിക്കുന്നതല്ല, 1.25 വർഷമായിട്ട് കുറയും. ചിലപ്പോൾ 1.25 വർഷമായിട്ട് കുറയും. ചിലപ്പോൾ 2 വർഷം മുഴുവിപ്പിക്കാം. ചിലപ്പോൾ 2 വർഷം മുഴുമിച്ച് അടുത്ത സ്ഥലത്ത് വേറെ സ്ഥലത്ത് ജോലി കിട്ടണം, അതും അയക്കാം. ഇപ്പം അതുകൊണ്ട് പറയണേ, 2 വർഷം എന്ന് പറഞ്ഞാൽ ഒരു ദിവസം കുറഞ്ഞതും അല്ല. 2 വർഷം കഴിഞ്ഞ് 3 വർഷം എന്ന് പറഞ്ഞാൽ 1.25 വർഷം എന്ന് പറഞ്ഞാൽ കണ്ണടച്ച് തുറക്കുമ്പോൾ പെട്ടെന്ന് പോകും. അതുകൊണ്ട് 30 വർഷം 20 വർഷം അല്ല 2 വർഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ കിട്ടാനുള്ളത് കിട്ടുന്നത് ശരി സ്വരൂപിക്കുന്നത്. അതിലെന്താ പറയണേ, നിങ്ങൾ ഇവിടെ 2.25 വർഷം വന്നു കിട്ടും. അത് കഴിഞ്ഞിട്ട് എല്ലാ സംഭാഷണം എല്ലാം കഴിഞ്ഞ് ഇവിടെ വന്നു കഴിഞ്ഞാലും നിങ്ങളിപ്പോൾ എല്ലായിടത്തും സംസാരിക്കുന്ന രീതിയില്ല. ഇവിടെ ഭരണം നടത്താണെങ്കിലും നിങ്ങൾ വേറെ വല്ല വയസ്സന്മാരെ ഓർത്ത് അതിനെക്കുറിച്ച് അന്വേഷിച്ച് വന്നു കഴിഞ്ഞാൽ മുസ്ലിംസിന് ആരും ഡാഡിയൊന്നും ഇല്ല. ഞാൻ ഡാഡി വൈകിട്ട് വരുള്ളൂ എന്ന് പറയുള്ളൂ. അല്ലാണ്ട് ഞാൻ ഇങ്ങനെ പറയാൻ പറ്റുമോ? കൃത്രിമം കാണിച്ച് വെച്ചിരിക്കുകയാണ് നാച്ചുറലായി പറയണേനെ. അല്ലാണ്ട് ഞാൻ പറഞ്ഞ അത് എനിക്ക് എൻ്റെ ബോഡി ലാംഗ്വേജ് ഇല്ലാത്ത ഞാൻ പറയണ അത് ഇങ്ങനെ പറയണ ഡാഡി നാളെ വൈകിട്ടല്ലോ നമുക്ക് ട്രക്ക് അടിച്ച് കുടിച്ച് നടക്കാൻ. നിങ്ങൾ അതുകൊണ്ട് ചോദിക്കണം, നിങ്ങൾ ഏത് വീടിനെ സ്വപ്നം കാണണമെന്ന്. ഇവിടെ എനിക്ക് തെറ്റ് പറ്റണല്ലേ, തെറ്റ് പറ്റിയിരുന്നെങ്കിൽ എന്തെങ്കിലും പിഴവ് ഇവിടെയും കാണിച്ചിട്ടുണ്ടെങ്കിൽ ബാക്കിയുള്ള കുറ്റത്തിന് ഞാൻ കുടിച്ചിട്ട് നടക്കേണ്ട കാര്യമില്ലേ? ഞാൻ കുടിച്ചിട്ട് നടക്കാനും പോകണല്ലേ? ക്രിസ്ത്യാനിറ്റിനെ കുറിച്ച് ഒരു വാല് മൂടെ അറിയാത്തവരാണ് ഇരിക്കണത്. ഏതെങ്കിലും ആദിവാസി സ്ത്രീ ഫാമിലിയോടെ കൂടി ഓടിപ്പോയി വല്ല പെണ്ണുങ്ങൾ യൂട്രസ് ഉള്ളവരെ കലപ്പിൽ നടക്കുന്ന പെണ്ണുങ്ങളെ കണ്ടിട്ട് ആരെങ്കിലും ഓടാൻ പോവോ? അവരും അതന്നെ ഇവരും അതന്നെ, 2 ആദിവാസി സ്ത്രീകൾ. വല്ല ഹിന്ദി ഗുട്ക കാണ്ടുകളെ കണ്ടിട്ട് ആരെങ്കിലും ഓടാൻ പോവോ?
അതിന് മനസ്സിലാക്കുന്ന ബോധം കാണിക്കും. ഹിന്ദി കുട്ടികൾക്ക് മലയാളത്തിനെ കുറിച്ചോ ഇവിടുത്തെ പുതിയതിനെ കുറിച്ചോ ഒന്നും ആർക്കും ഒരു കാര്യം അറിയില്ല. അതുപോലെയാണ് മലയാളി പാൻപരാഗ് ഹിന്ദി കുട്ടികളുടെ കൂടെ കൂടിയിട്ട് മലയാളം അറിയാത്ത ഹിന്ദിക്കാരെ തമ്മിൽ കൊല്ലിച്ച് നടക്കുന്നുണ്ട്. എന്നിട്ട് കുറേ പേര് റോമൻ കത്തോലിക്ക് ഹിന്ദു മുസ്ലിംസ് ആത്മഹത്യ ചെയ്ത് നടക്കുന്നുണ്ട്. അവരെ ആരെങ്കിലും പിടിച്ച് നിൽക്കാമെന്ന് പറയാൻ പറ്റുമോ? പിടിച്ച് നിൽക്കുന്നത് പറയാൻ തമ്മിൽ കൊല്ലിച്ച് ആത്മഹത്യ ചെയ്യിപ്പിക്കുന്നതും ഇതാണ് പിടിച്ച് നിൽക്കാന്ന് പറഞ്ഞത്. അതാണ് ആൾക്കാർക്ക് ഇതുണ്ടെന്ന് പറയുന്നത്. നിങ്ങൾ നേരെ ഓപ്പോസിറ്റാണല്ലോ പറയണത്. മിസ്കമ്മ്യൂണിക്കേഷൻ. തുറന്ന് സംസാരിച്ച് തന്നെ ഈ തെറ്റിലൊന്നും പെടാണ്ട് കുടിച്ചിടക്കടിച്ച് നടക്കാണ്ട് മര്യാദയ്ക്കുള്ള ജോലി ചെയ്യാൻ പറ്റും എവിടെയാണെങ്കിലും. ഇവിടെ സംസാരിക്കണ രീതിയല്ല അപ്പോൾ, അല്ലെങ്കിൽ അത് പറഞ്ഞേ ഇവിടെ എവിടെയെങ്കിലും ഞാനിപ്പോൾ ഗോവയിൽ വരുമ്പോഴും അവിടെ പാർട്ടി ലൈഫാണ്. കുറേ ഒരു തരം ചെറിയ പിള്ളേർ തൊട്ട് ഒരു പ്രത്യേക അനുഭവം ഉണ്ട് അവിടെ. നമ്മളധികം ഇപ്പം നമ്മൾ ആ മെച്ചുവർ പോരെ നിറഞ്ഞിട്ടില്ലെങ്കിലും ഒരു തരം എൻ്റെ ഉയരം എന്ന് പറഞ്ഞില്ല ഒരു വിരിവുള്ള ശരീരം, അതിനൊരു പ്ലസൻ്റ് ആയിട്ട് അത് ഒന്നും നമ്മളധികം സംസാരിച്ചില്ലെങ്കിലും നമ്മളധികം ഒന്നും പുര നിറഞ്ഞ് സംസാരിക്കാനിടയിൽ വന്നിട്ടില്ലെങ്കിലും അതിൻ്റെ പറഞ്ഞ മുമ്പ് അത് നിങ്ങൾക്ക് ഓർമ്മ കുറവാണ്. അതില്ലെങ്കിൽ ഒരു പ്ലസൻനെസ് അതിനനുസരിച്ച് നമ്മൾ അവിടുത്തെ അറ്റ്മോസ്ഫിയർ കണ്ട് മനസ്സിലാക്കേണ്ടത്. പ്രത്യേകിച്ച് യൂറോപ്യൻ ഇംഗ്ലീഷ് അറ്റ്മോസ്ഫിയർ. അവിടുത്തെ ഹിന്ദു രീതിയൊന്നും ഞാൻ സ്വീകരിക്കണില്ലേ, ഞാൻ ശ്രദ്ധിക്കണ കൂടിയില്ലേ. നിങ്ങൾ വിചാരിക്കണം ഞാൻ അതൊക്കെ ശ്രദ്ധിച്ച് നടക്കണമെന്ന്. എന്തുകൊണ്ട്? നിങ്ങൾ 30 വയസ്സ് കഴിഞ്ഞിട്ട് നിങ്ങൾ വല്ല റോമൻ കത്തോലിക്കും ഹിന്ദുക്കാരുടെ കൂടെ നടന്നായിരിക്കും. എവിടെ? മലയാളി ആദിവാസി സമയത്തുള്ള പഴയ സമയത്ത്. അതാണ് നിങ്ങൾ അവിടെ കൊണ്ടുവരുന്നത്. പക്ഷെ ഞാൻ അവിടെ തൊട്ട് തുടങ്ങുന്നതാണ്. അപ്പം ഞാൻ കാണുന്നത് യൂറോപ്യൻ ഇംഗ്ലീഷ് അറ്റ്മോസ്ഫിയർ അവിടെ കാണുന്നത്. അവിടുത്തെ ഓറഞ്ചിഷ് കളറ് അത് ഇരുട്ട് പിടിച്ച സമയമല്ല അത്. അവിടുത്തെ പ്രത്യേകിച്ചുള്ള സ്മെല്ല്, നമ്മൾ ഈ ചെറുപ്പത്തോടത്ത് വളർന്നു വരുമ്പോൾ പുതിയ റെയിൻകോട്ട് ഇടുമ്പോൾ അതിൻ്റെ മഴയുടെ സ്മെല്ല് ഒരു പ്രത്യേക രീതിയും, അവിടുത്തെ ഫുഡ് പൊതിഞ്ഞ് കൊണ്ടുപോകുമ്പോൾ പ്രത്യേകിച്ചുള്ള ഇവിടുത്തെ ചോറും ടിൻ പാത്രം കൊണ്ടുപോകുന്ന ആദിവാസികൾ കൊണ്ടുപോകുന്ന പോലെയല്ല. അവിടെ പ്രത്യേക ഹോട്ട് ടിഫിനിൽ കൊണ്ടുപോകുമ്പോൾ അതിൻ്റെ പ്രത്യേകത എനിക്ക് കിട്ടണത്. അവിടെ ഇടണ ഫാഷനബിൾ ഡ്രസ്സ് യൂണിഫോമിൻ്റെ പ്രത്യേകത, അവിടെ ഇടണ യൂറോപ്യൻ ജാക്കറ്റിൻ്റെ പ്രത്യേകതയാണ് എനിക്ക് കിട്ടുന്നത്. അത് മനസ്സിലാക്കുന്ന ബോധം കാണിക്കണം. അത് ഹിന്ദിക്കാർ ചെയ്തിട്ടില്ലേ? അത് പറഞ്ഞ ഹിന്ദി കുട്ട്കാനും ഗാഡും ബോഡിയും എല്ലാത്തിനും. ഗാഡ് എന്ന് പറയുന്നത് വിദ്യാഭ്യാസം ഇല്ലാത്തൊരു ഗാഡ് ഈ ഹിന്ദുക്കൾ മണ്ഡൽ ശിവനെ ആരാധിച്ച് നടക്കണവരാണ് പറയണത്. അവർക്ക് ക്രിസ്ത്യാനിറ്റിനെ കുറിച്ച് മൂടും അറിയില്ല, വാലും അറിയില്ല. മണ്ഡൽ ശിവന് കുടിച്ചിട്ടകടിച്ച് നടക്കുന്നതല്ല യേശു. അത് യേശു എന്ന് പറയുന്നത് ബോധത്തോടെ കാര്യങ്ങൾ ചെയ്യുന്നതാണ്. അതിന്ന് പുതിയ ഐഡിയാസ് തുടങ്ങുന്നത്. അതുകൊണ്ടാണ് യേശു കഴിഞ്ഞിട്ട് 20th സെഞ്ചുറി 21ാം സെഞ്ചുറി കഴിഞ്ഞിട്ട് വരേണ്ട കാര്യം പറയുന്നത്. അല്ലെങ്കിൽ ചെഗുവേറയുടെ കുടിച്ചിട്ടകടിച്ച് കന്നാബീസിന് അഡിക്റ്റായ കന്നാബീസിനെ കുറിച്ച് പറയും. ചെഗുവേറ കഴിഞ്ഞിട്ട് 20th സെഞ്ചുറി എന്ന് പറയും അവർ. അതല്ല കാണിക്കണേ. അത് പ്രത്യേകിച്ച് പറയുന്നുണ്ട് ബിഫോർ ക്രൈസ്റ്റ് AD എന്ന് പറഞ്ഞാൽ അന്നോ ഡൊമിനിന്ന് റോമനിൽ കാണിക്കുന്നത് യേശുവയുടെ വരവ് കഴിഞ്ഞിട്ടുള്ള 20th സെഞ്ചുറി എന്നാണ് പറയുന്നത്. അത് മനസ്സിലാക്കാനുള്ള ബോധമില്ലല്ലോ. അവരുടെ തെറ്റ് ശരിയാണെന്ന് പറഞ്ഞിരിക്കുകയാണ് അവർ എത്ര ചൂണ്ടിക്കാണിച്ചിട്ടും. നിങ്ങൾ അവിടെ മുക്കിലും മൂലയിലും പറയണേ, ആരും കേൾക്കണല്ലേ? ഇവിടെ ഞാൻ പറയുന്നത് മൊത്തം റെക്കോർഡ് ചെയ്യുന്നത് ലോകം മൊത്തം കേൾക്കുന്നുണ്ട്. അതിലാണ് പ്രത്യേകത. അവിടെ ഡോർമിറ്ററിയിൽ എന്നിട്ട് എനിക്ക് റെക്കോർഡ് ചെയ്യേണ്ട കാര്യമില്ലേ? ഡോർമിറ്ററിൽ 50 പേര് അടുത്തടുത്ത് മോളിലും താഴെ എല്ലായിടത്തും താമസിക്കണ്ടെങ്കിൽ 50 പേരാ 20 പേരാ 8 പേരാ 10 പേരാ 15 പേരാ 20 നിൽക്കണ്ടെങ്കിൽ അവിടെയുള്ളവർ തമ്മിൽ അറിയും. എനിക്ക് 2 വർഷം കണ്ണടച്ച് പെട്ടെന്ന് പോകുമെങ്കിലും ജോലി ബിസിയായ കാര്യങ്ങൾ ചെയ്ത് പുറമെ കാര്യങ്ങളൊക്കെ ചെയ്ത് സംസാരിച്ച് വീഡിയോസ് കണ്ട് ചെയ്യണ്ടെങ്കിൽ എനിക്ക് ഓൺലൈൻ കാര്യങ്ങൾ നോക്കേണ്ട കാര്യമില്ലേ? പഴയ ഇൻസ്റ്റാഗ്രാം ഫേസ്ബുക്കും 2 വർഷത്തിന് കഴിഞ്ഞിട്ടേക്ക് നോക്കിയാൽ മതി. കണ്ണടച്ച് തുറക്കുമ്പോൾ 20th സെഞ്ചുറിക്ക് 20 വർഷത്തിലേക്ക് എല്ലാം കൂടെ പോയിക്കണേ. അപ്പോൾ ഞാൻ ചിലപ്പോൾ 2 വർഷം കഴിഞ്ഞ് ചിലപ്പോൾ അതൊക്കെ നമ്മൾ പിന്നെ പുതിയ രീതിയിലാവും നോക്കുന്നത് അവിടെ നിന്നുള്ള കാര്യങ്ങൾ. അപ്പോൾ എനിക്ക് അങ്ങനത്തെ കാര്യങ്ങളും അവിടെ പറയേണ്ട കാര്യമില്ലേ? അവിടെ ഗോവയിൽ അങ്ങനത്തെ കാര്യങ്ങൾ നമ്മൾ റിലേറ്റീവ്സും ഫ്രണ്ട്സായിട്ടും പാർട്ടി ലൈഫും ബീച്ച് ലൈഫും പിക്നിക് ലൈഫും ഒക്കെ നടക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇവിടെ സ്കൂളിങ്ങും തൃശ്ശൂർ വന്നിട്ട് റിലേറ്റീവ്സും ഫ്രണ്ട്സും ഫാമിലിയായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ട് ഓടി നടക്കുന്നുണ്ട്. അപ്പോൾ എനിക്കത് പറയേണ്ട കാര്യമില്ല. 17-18 വയസ്സ് സർക്കംസിഷൻ ചെയ്തിട്ടില്ലേ? ഇതിനെക്കുറിച്ചൊന്നും എനിക്ക് ചിന്തിക്കേണ്ട കാര്യമില്ല. 26 വയസ്സെന്ന് പറഞ്ഞാൽ 1, 2, 3, 4 വയസ്സെന്നല്ല. 34 വയസ്സെന്ന് പറഞ്ഞാൽ 12, 15 വയസ്സെന്നല്ല. അത് സർക്കംസിഷൻ ചെയ്തിട്ടില്ല. 24 വയസ്സ് കഴിഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ് വരുന്നത്. അത് ഓരോരുത്തരുടെ പ്രത്യേകത അനുസരിച്ച് വരുന്നത്. ഹിന്ദിക്കാർക്ക് മലയാളത്തിനെ കുറിച്ച് അറിയില്ല. അവരെ വരെ പടുവടികളാക്കി മണ്ഡശിവനെയും മന്ദബുദ്ധി അയ്യപ്പിനെ ആരാധിച്ചിട്ട് നരകി നീങ്ങിയിട്ട് ആരാധിക്കാന്ന് പറയാൻ പറ്റില്ല. തമ്മിൽ കൊല്ലിക്കുന്നത് ഇങ്ങനെ പിടിച്ച് നിൽക്കലാവും. തമ്മിൽ കൊല്ലിച്ച് ഇല്ലാണ്ടാക്കി കുറേ ഹിന്ദിക്കാരും ഹിന്ദുസും മലയാളി പാൻപരാഗും ഹിന്ദി കുട്ടിയും
ഡ്രഗ് അടിച്ച് നടക്കണ മണ്ടൻ ശിവനും മുസ്ലിംസും റോമൻ കാത്തലിക്സും കുറേ പേര് അനുകരിച്ച് നടന്നിട്ട് പറയിപ്പിച്ച് നടന്നിട്ട് ഇവിടെ ആരെങ്കിലും പറയിപ്പിച്ചോ? ഇവിടെ ആരെങ്കിലും എന്നെ കൊണ്ട്? ഞാൻ തന്നെ പറഞ്ഞു, ഏതെങ്കിലും രീതിയിൽ ഡ്രഗ് അടിച്ച് കുടിച്ച് നിങ്ങൾ പറഞ്ഞു തന്നാൽ 2 വർഷം ഇവിടെ കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഇങ്ങോട്ട് ബെല്ലടിച്ച് സംസാരിക്കുകയില്ല, വയസ്സായവർ നോക്കി വരുന്നത്. അപ്പോൾ അത് പറഞ്ഞു. 4 വർഷം എവിടെയെങ്കിലും ബാഡ്ലി മോട്ടിവേറ്റ് സ്ഥലത്തുണ്ടായിരുന്നു. 4 വർഷം എന്ന് പറഞ്ഞാൽ ഒരു ദിവസം പോയിട്ട് തിരിച്ചു വന്നതാണോ? അല്ല, 4 വർഷം എല്ലാ അവിടുത്തെ കാര്യങ്ങളും ഞാൻ നിങ്ങളുടെ വെഡിത്തം ശ്രദ്ധിക്കണല്ലേ. അത് നിങ്ങൾ വിചാരിക്കണം ഞാൻ ശ്രദ്ധിക്കേണ്ടതെന്ന്. അതല്ലേ നിങ്ങളുടെ തെറ്റ്, നിങ്ങൾ വീഴുന്നത്. അല്ലെങ്കിൽ എൻ്റെ തെറ്റാണെങ്കിൽ ഞാൻ ഡ്രഗ് അടിച്ച് കുടിച്ച് നടന്നിട്ട് 15 വർഷം കഴിഞ്ഞിട്ട് ഇത് പറഞ്ഞേനെ. സ്വന്തമായിട്ട് ഒരു കാര്യം ചെയ്യാണ്ട് ഒരു 10 വർഷം ബെഡിൽ ഡ്രസ്സ് കൂടി മാറാണ്ട് മൂത്രമുള്ള കുളിക്കാണ്ട് ഇവിടെ കിടന്നുറങ്ങിയേനെ. ഒരു 23 കിലോമീറ്റർ മര്യാദയ്ക്ക് നടക്കാറിയോ നിങ്ങൾ? തിരിച്ചും അങ്ങോട്ടും ഇങ്ങോട്ടും എന്തെങ്കിലും സ്തുതിച്ച് പ്രാർത്ഥിച്ച് വന്നിട്ട് അത് കഴിഞ്ഞിട്ട് ഒരു അരമണിക്കൂർ കിടന്നുറങ്ങിയാൽ മതി എനിക്ക്. എന്നിട്ട് ബാക്കി കാര്യം ഭക്ഷണം ബാക്കി കാര്യം ചെയ്യാം. വല്ല ഹിന്ദി കുട്ടികൾ ചെയ്യോ? സ്വന്തമായിട്ട് വല്ല കാര്യം ചെയ്യോ? അവർ ക്രിസ്ത്യാനിറ്റിനെ കുറിച്ച് മൂടും അറിയില്ല, വാലും അറിയില്ല. വാല് മൂടും അറിയില്ല എന്ന് പറയുന്നത് അതാണ്. സ്വന്തമായിട്ട് വല്ല പറയാറിയോ അവർക്ക്? എന്നിട്ട് അവിടെ ഇവിടെ വിവരമില്ലാത്ത പഴകിയവരും അനുകരിച്ച് കൊടവയറും പെട്ടതലയും കുറേ തലയ്ക്ക് വിവരമില്ലാത്ത എന്തിനാണ് തലയ്ക്ക് വിവരമില്ലാത്ത കുറേ മൂത്രത്തിടച്ച് വണ്ടി കൊണ്ട് നടക്കണത് ഈ ശവപ്പെട്ടിയിലായിരുന്നു കൂട്ടി ചാവാന്നല്ലാണ്ട് ഇത്ര ഇങ്ങനെ ആവശ്യമുണ്ടെന്നായിരിക്കും നീ കണ്ട കാര്യമുണ്ട്. ഇങ്ങനെ ഇതിന് ജീവിക്കാന്ന് പറയാൻ പറ്റും? മുക്കിലും മൂലയിൽ പറയണത് നിങ്ങൾ പറയുന്നത് എല്ലാവരും കേൾക്കണ്ട, എല്ലാവർക്കും വല്ല തിരിച്ചറിവുണ്ട്. തമ്മിൽ കൊല്ലിച്ചിട്ട് നിങ്ങളെ പിടിച്ചു നിൽക്കാന്ന് പറഞ്ഞാൽ അതിന് എന്തിട്ട് അർത്ഥമുള്ളത്? നിങ്ങൾ തന്തി തള്ളക്കായിരുന്നു കൂടി ചത്തുണ്ടാവും. അവരനുകരിച്ചിരിക്കാൻ നീ മണ്ടശിവനെ ആലോചിച്ചിട്ട് വല്ല ഹിന്ദി കുട്ടികൾക്ക് പറയേണ്ട കാര്യമുണ്ടോ മണ്ടശിവനെ കുറിച്ച്? അവർ വിചാരി ആ മണ്ടശിവനാണ് കുടിച്ചിട്ടാക്കട നടക്കുന്നതാണ് ഏറ്റവും വലിയ ശരിയെന്ന് വിചാരിച്ച് നടക്കുന്നുണ്ട്. മന്ദബുദ്ധിയായ അയ്യപ്പൻ എന്ന് പറയും അവര്. എടാ ഗ്ലീഷ് വായ തുറന്ന് സംസാരിക്കുമോ? റോമൻ കാത്തലിക് ഹിന്ദു മുസ്ലിം ആത്മഹത്യയാണ് അവർ. ക്രിസ്ത്യാനിറ്റിനെ കുറിച്ച് ആഗോള തരത്തിൽ പറയും അവർ. അവർ 3ാമത് 7ാമത് ജനിച്ചവരാണ്. യേശു എങ്ങനെയാണ് 1ാമത് ജനിച്ചത്? 3ാമത് 7ാമത് ജനിച്ചവർ എങ്ങനെയാണ് 1ാമതാവും? പിന്നെ എന്തിട്ട് ബന്ധമുള്ള എന്തിട്ട് അർത്ഥമുള്ള നേരക്ക് നീങ്ങലും ചെയ്ത അർത്ഥമില്ലാത്ത നേരക്ക് നീങ്ങലാണ് നിങ്ങൾ വായിന്ന് വളിവിടുന്നത്. ഇതിന് പറയാമെന്ന് പറയാൻ പറ്റുമോ? അതിന് വളിവിടണം പറയണം നാവിന്ന് ആരും പറയിപ്പിച്ച്. 4 വർഷം ബാഡ്ലി മോട്ടിവേറ്റ് സ്ഥലത്തുണ്ടായിരുന്നു. ഞാൻ അവിടെ നിന്ന് മൊഴിഞ്ഞ എനിക്കവിടെ മൊഴിയേണ്ട വല്ല കാര്യമുണ്ടോ? ഒരു ക്ലോസ്ഡ് ലൂപ്പ് എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കാനുള്ള ബോധമല്ലേ? ഇനി എവിടെയെങ്കിലും യൂറോപ്യൻ കൺട്രീസ് ആണെങ്കിലും ക്ലോസ്ഡ് ലൂപ്പ് ആണെങ്കിലും അവിടെ പോയി അവിടെ ഒരു ഇങ്ങനെ പറയേണ്ട കാര്യമില്ല എനിക്ക്. അവിടെ ഒരു പറഞ്ഞു കഴിഞ്ഞാൽ അവർ പറഞ്ഞു ഇങ്ങനെ സിനിമ നമ്മളെ സിനിമയിലാണ് ഇങ്ങനെ ആ ഒരു ഇത് അവിടെ തീർന്നു. അവർ ഒരു സൈലൻസ് അവിടെ ഉണ്ട്. നിങ്ങൾ ഇതല്ലേ കലപ്പിലെ ഓട്ടോറിക്ഷയുടെ ശബ്ദം, ട്രാക്ടറിൻ്റെ ശബ്ദം, ആദിവാസി ലാംഗ്വേജ് പരന്ന് കിടക്കുന്നുണ്ട്. അതാണ് ആദിവാസി ലാംഗ്വേജാണ് അവിടെ ശരിയും ചോദിച്ചിട്ട് നടക്കുന്നുണ്ട്. ഹിന്ദി കുട്ടികളെ നിങ്ങൾ തമ്മിൽ പോലീസ് നടക്കണവർ മലയാളം അറിയാത്തവരെ കണ്ടിട്ട് ആദിവാസി സ്ത്രീ ഫാമിലിയോടെ കൂടി ഗൾഫ് കൺട്രിയിൽ യുദ്ധം തുടങ്ങുമ്പോൾ കണക്ഷൻ എല്ലാം മനസ്സിലാക്കിയിട്ട് ഓടാൻ നിൽക്കും. പെണ്ണുങ്ങൾ യൂട്രസ് ഉള്ളവർ കുറേ തലയ്ക്ക് വില്ലാണ്ട് നാവിന്ന് വളവിട്ടിരിക്കുന്നുണ്ട്. അവരെ കണ്ട് ആദിവാസി സ്ത്രീ ഓടാൻ നിൽക്കും ഫാമിലി മൊത്തമായിട്ട്? ഇല്ല. പിന്നെ നിങ്ങൾക്ക് തന്നെ അറിയാം നിങ്ങൾ ചെയ്യുന്ന തെറ്റാണ്. പിന്നത്തേക്ക് നമ്മൾ കാര്യം മനസ്സിലാക്കി ചെയ്യണതല്ല കൂട്ടത്തോടെ ഗ്രൂപ്പായിട്ട് താമസിക്കുമ്പോൾ ചെയ്യുന്നത്. ഇപ്പം ഇത്രത്തോളം ഞാനിവിടെ 3 വർഷം ഞാൻ എത്രത്തോളം വീഡിയോ ഞാൻ പറഞ്ഞു. നല്ല അർത്ഥത്തോടുള്ള കാര്യങ്ങളല്ലേ പറഞ്ഞത്. പറയിപ്പിക്കാണ്ട് പറയണോ? പറയിപ്പിച്ചിട്ട് വല്ലവരും പറഞ്ഞാൽ ഡ്രഗ് അടിച്ച് നടക്കണവർ ഇവിടെ ആരും ശുപാർശ ചെയ്തത് എനിക്ക് പറയാൻ? ഇതുപോലത്തെ ഒരു ടെമ്പോ ട്രാവലർ പോകുന്നുണ്ട് വൃത്തികെട്ട എഞ്ചിനും വെച്ചിട്ട്. ഇതൊന്നും അവിടെ കേൾക്കില്ലല്ലോ. യൂറോപ്യൻ കൺട്രീസ് എവിടെയാണെങ്കിലും പുലർച്ചെ നേരത്ത് ഒരു വൃത്തികെട്ട എഞ്ചിനും വെച്ചിട്ട് പോകും. വെറുതെ അല്ല അവിടെ മുസ്ലിം ടീച്ചേഴ്സ് വല്ല പറയുന്നത് എല്ലാവരും കൂടി ഇടിഞ്ഞു പൊളിഞ്ഞ് വീണത്. ടെമ്പോ ട്രാവലർ വീണിട്ടും ചെരിച്ച് കിടത്തിക്കാണ് ആ വഴിയിൽ. എടാ വഴിയിൽ ആരെങ്കിലും സ്വന്തം വീടിനടുത്ത് ശരി ടെമ്പോ ട്രാവലർ ഇട്ടു വണ്ടികൾ പോണ റോഡ് ഫുള്ളും കവിഞ്ഞ് പാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ അവിടെ. ചെരിഞ്ഞ് വീഴ പാറക്കല് അടിക്കുക കൊക്കയിൽ വീഴ നടന്നു. ഞാനിവിടെ വന്നതിൻ്റെ 2 മാസത്തിനുള്ളിൽ ഇവിടെ കുറേ സ്കൂൾ ബസ്സുകൾ ഇതിന് വഴി കൂടെ പോകുന്നുണ്ട്. കുറേ ആണ് കത്തി നശിച്ചിട്ടുണ്ടായിരുന്നു. ഓർമ്മയുണ്ടോ പേപ്പറിൽ ന്യൂസ് വന്നത്? സ്കൂൾ വാൻ അവിടെ കത്തി നശിച്ചു.
മിനിറ്റിന് കത്തി നശിക്കുന്നത്. അവിടെ കത്തി നശിച്ചു മെയ് ജൂൺ മാസത്തിൽ, അവിടെ കത്തി നശിച്ചു, ഇവിടെ കത്തി നശിച്ചു, പിള്ളേരെ ഒഴിപ്പിച്ചു, ഡ്രൈവറിന് കുറ്റം, ലൈസൻസ് ഇല്ലാത്തതുകൊണ്ട്. എങ്ങനെയാണ് ഈ വാനുകളെ കത്തി നശിക്കണേ? പെട്രോൾ ഇട്ട് കത്തിച്ചുണ്ടാവും. നാച്ചുറലായിട്ട് വന്ന് കൃത്രിമം കാണിച്ചുകൊണ്ടിരിക്കുകയല്ലേ. ഓരോ മഞ്ഞ വാനുകൾ ഇറങ്ങിയിരിക്കും സ്കൂളിൽ നിന്ന് പോണത്. ഇപ്പോഴൊന്നും അതില്ല. അപ്പോൾ ഓരോ വർഷത്തിൻ്റെ പ്രത്യേകത കാണിക്കും. അത് 2024 വയനാട് ഉണ്ടാവണേ മുമ്പ്. ഇത് 2025 കഴിഞ്ഞ് പോപ്പും കോണവും CJ റോയ് കഴിഞ്ഞിട്ട് 2026 ശ്രീനിവാസന് കഴിഞ്ഞിട്ട്. അത് മനസ്സിലാക്കാനുള്ള ഈ ഹിന്ദി കുട്ടികൾക്ക് മലയാളത്തിനെ കുറിച്ച് അറിയോ? ഇല്ല. നടക്കണ കാര്യം കുറിച്ച് അറിയോ? പിന്നെ എന്തിനാണ് തമ്മിൽ കൊല്ലിക്കണം? നീയോ മലയാളി പൻപരാഗ്, നീയും ഹിന്ദി കുട്ടിയും തമ്മിൽ കൊല്ലിച്ചിട്ട് അത് പിടിച്ച് നിൽക്കാന്ന് പറഞ്ഞാൽ അത് എവിടത്തെ പിടിച്ച് നിൽക്കലോ? കുറേ ഹിന്ദുസും മുസ്ലിംസും റോമൻ കാത്തലിക്സ് മിനിറ്റിന് ആത്മഹത്യ ചെയ്യുന്നുണ്ട്. വിപരീതം ചെയ്തിട്ട് ശിഖണ്ഡി ശിവനെ തല്ലി ഉടക്കാണ്ട്. അടികൂടണം മുസ്ലിം ഖുറാനും. ഇവിടെ അടികൂടാൻ ആരാ പറഞ്ഞത്? നീ പറയുക മുക്കിൽ പറയുന്നതാണ് വിചാരിച്ചത് നീ. എടാ ഞാൻ ഒരിക്കലും സ്പഷ്ടമായിട്ട് പറയണേ, എങ്ങനെയാണ് പറയണത്? അത് നീയായിരിക്കും പറയാ. മുക്കിലും മൂലയിൽ ഇരിക്കുകയാണ്. എടാ അതുവരെ മുക്കിലും മൂലയിലും തൂറായിരുന്നിട്ട് ആർക്കൊക്കെ ഗുണം? നിന്റെ തന്തേ തള്ള ചത്തു നേരത്തെ തന്നെ. എനിക്ക് തെറ്റ് പറ്റിയതായി തോന്നിയിട്ടില്ലേ? തെറ്റ് പറ്റി തോന്നിയിട്ട് എനിക്ക് തെറ്റ് പറ്റുന്നുണ്ട് തോന്നുന്നുണ്ടെങ്കിൽ 96 മാർക്കിൽ നിന്ന് 82 മാർക്ക് കിട്ടുമ്പോൾ നീ ഗുട്ക കഴിച്ച് കുടിച്ച് നടക്കണ പോലെ ഞാനല്ലടാ ഒരു 15 വർഷമെങ്കിലും ഗുട്ക കഴിച്ച് ഡ്രഗ് അടിച്ച് വീടിയും വലിച്ച് സിഗരറ്റും വലിച്ച് ഇവിടെ പുക മയം ഛർദ്ദിച്ച ഫ്രൈഡ് റൈസ് കഴിച്ച് കുറേ ബ്രാൻഡ് കുടിച്ച് ഡ്രഗ് അടിച്ച് നടന്നിട്ട് ഇതൊന്നും പറയാൻ ശേഷി ഉണ്ടാവില്ല. എനിക്ക് ഉറങ്ങി ഡ്രസ്സ് കൂടി മാറാണ്ട് ഒരു 10 വർഷം കുളിക്കാണ്ട് കുടിച്ചും ഡ്രഗ് അടിച്ച് നടന്നിട്ട് മൂത്രം ഒഴിക്കാൻ പോലും ബാത്റൂമിൽ പോകാണ്ട് മടിച്ച് പിടിച്ച് 23 കിലോമീറ്റർ നടക്കാണ്ട് സ്വന്തമായിട്ട് ഭക്ഷണം കൂടി ഉണ്ടാക്കാണ്ട് ഒരു കാര്യം സ്വന്തമായിട്ട് പറയാനും അറിയാണ്ട് ഇവിടെ കിടക്കൂല ഞാൻ. അതുകൊണ്ടാണ് ചോദിക്കണം, നീ ഏത് വെഡ്ഡിനെ സ്വപ്നം കാണാമെന്ന്? നിന്റെ ഒരു ഹിന്ദു തോൽവി ഉണ്ടല്ലോ, അത് ശരിയെന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല നിനക്ക്. ക്രിസ്ത്യാനിറ്റിനെ കുറിച്ചൊരു വാല് മൂട് അറിയാത്ത ശവത്തിന് പറഞ്ഞിരിക്കുക. ഇവിടെ റെക്കോർഡ് ചെയ്യാണോ? അതിനോട് ബോധമല്ലേ? പിന്നെ എന്തിനാണ് നിന്റെ പോലത്തെ വീട്ടിൽ ഡ്രഗ് അഡിക്ട്സിനെ ഡിപ്പെൻഡ് ചെയ്യേണ്ട കാര്യം? എനിക്ക് ഡ്രഗ് അടിച്ച് നടന്നിട്ട് തമ്മിൽ കൊല്ലിക്കുന്നതാണോ പിടിച്ചെടുക്കാന്ന് പറഞ്ഞാൽ? ഡ്രഗ് അടിച്ച് തമ്മിൽ കൊല്ലിച്ച് 96 മാർക്കിൽ നിന്ന് 82 മാർക്ക് കിട്ടുമ്പോൾ കുടിച്ച് ഡ്രഗ് അടിച്ച് നടന്നിട്ട് അതാണ് ശരി, വിപരീതം ചെയ്യണം റോമൻ കാത്തലിക്കാണ് ശരി പറഞ്ഞിട്ട് ഇത്ര നേരം നിരങ്ങി നീങ്ങിയിട്ട് 30 വയസ്സ് വരെ നിരങ്ങി നീങ്ങിയിട്ട് എനിക്കിവിടെ 30 വയസ്സായിട്ടുള്ളൂ, 26 അടുത്ത് അല്ലേ? 2000 വർഷം കൂട്ടി നോക്കിയാൽ പുതിയതിലേക്ക് എങ്ങനെ പഴകിയത് കൊണ്ടുവരേണ്ട കാര്യം? നീ പുതിയ രീതിയിൽ ചിന്തിക്കാൻ പറയുമ്പോൾ ഗ്ലീഷോ നിന്റെ മൂന്നാമത് ജനിച്ചവര് ഇതിന്റെ അനിയൻ തന്നെയല്ലേ ആത്മഹത്യ ചെയ്തത്? റോമൻ കാത്തലിക്ക്. ഒരു കാര്യം സ്വന്തമായിട്ട് പറയാറിയില്ല. നീ 96 മാർക്കിൽ നിന്ന് 32 മാർക്ക് കിട്ടുമ്പോൾ ഗുഡ്കിയും കുടിച്ചിട്ട് അകടിച്ച് ഇറക്കണല്ലേ മൂന്നാമത് ജനിച്ചത്? അതുപോലെ ഞാൻ ചെയ്യണ്ട. 96 മാർക്കിൽ നിന്ന് 82 മാർക്ക് കിട്ടിയ കുറിച്ച് ഡ്രഗ് നടക്കും. ഇവിടെ 0 മാർക്ക് കിട്ടിയാൽ പോലും ഡ്രഗ് നടക്കണല്ലേ? എടങ്ങി ചെറുപ്പത്തോട്ട് എന്നെ കുറിച്ച് നല്ല ബോധ്യമുണ്ട്. മനസ്സിലാവും നിനക്ക്? ക്രിസ്ത്യാനിറ്റിയെ കുറിച്ച് വാലും കൂടെ അറിയാത്തത് നിനക്ക്. എനിക്ക് തെറ്റ് പറ്റിയായി തോന്നിയിട്ടില്ല. എനിക്ക് തെറ്റ് പറ്റിയായി തോന്നിയിട്ടുണ്ടെങ്കിൽ ഞാൻ കുടിച്ച് ഡ്രഗ് അടിച്ച് നടന്ന് ബോധമില്ലാണ്ട് മുഷിഞ്ഞ ഡ്രസ്സ് ഇട്ടിട്ട് 10 വർഷം കുളിക്കാണ്ട് നടന്നേ ഞാൻ സ്വന്തമായിട്ട് കാര്യം ചെയ്യാണ്ട്. ഇവിടെ മിനിറ്റ് ഞാൻ അനങ്ങി നടക്കണ്ടല്ലോ. അതുകൊണ്ട് എനിക്ക് പറ്റണേ, ആരും പറയിപ്പിക്കാണ്ട് ഞാൻ ചെയ്യണ്ടില്ലോ. 23 കിലോമീറ്റർ എങ്കിലും സ്വന്തമായിട്ട് ഏത് വെയിലാണെങ്കിലും തണുപ്പാണെങ്കിലും നീ ഒരുമിച്ച് നടന്നിട്ട് പിന്നെയും അവിടെ പ്രാർത്ഥിച്ച് അവിടെ അവർക്ക് വേണ്ടി എന്തെങ്കിലും പ്രാർത്ഥിച്ചിട്ട് തിരിച്ച് 23 കിലോമീറ്റർ നടന്നു വരുമോ നീ? ഇല്ല. എനിക്ക് പറ്റണ്ടല്ലോ അത്. ഏത് യൂണിഫോം ഇട്ടാണെങ്കിലും തയ്പ്പിച്ച് കൊടുക്കുകയാണെങ്കിലും തയ്പ്പിച്ച് കിട്ടില്ലെങ്കിലും നിനക്ക് ചടഞ്ഞുകൂടി ഇരിക്കണമെങ്കിൽ അത് പറ്റുമോ? അത് പറഞ്ഞ് നിന്റെ പോലെ ഡ്രഗ് അഡിക്റ്റ് ഞാൻ ഡിപ്പെൻഡ് ചെയ്യുമെന്ന്. പെണ്ണുങ്ങളത് ചെയ്യുമോ? ശിഖണ്ഡികളെ ആരാധിക്കുന്ന പറഞ്ഞ പെണ്ണെന്ന് പറഞ്ഞാൽ ഇവിടെ പെണ്ണെന്ന് ആർക്ക് പേര് കൊടുത്തത്? ശിഖണ്ഡികളെ ആരാധിക്കണവർക്കാണ്. ശിഖണ്ഡി മണ്ഡൽ ശിവനെ ആരാധിക്കണവര്, മന്ദബുദ്ധിയായ അയ്യപ്പനെ ആരാധിക്കണവര്, നേരേക്ക് നീങ്ങണവര്, അതിൻ്റെ പേരാണ് പെണ്ണെന്ന് പറഞ്ഞ അല്ലേ? അതാണ് ശിഖണ്ഡീനെ പറഞ്ഞ് ഹിന്ദി ഗുട്ക മലയാളി പാൻപരാഗ് തമ്മിൽ കൊല്ലിക്കണവര്. ഇതിനെ പിടിച്ചു നിൽക്കാന്ന് പറയാൻ പറ്റില്ല. ഹിന്ദുസ് മുസ്ലിംസ് റോമൻ കാത്തലിക്സ് ആത്മഹത്യ ചെയ്യണവര് മിനിറ്റിന് വിപരീതം ചെയ്തിട്ട്. പാതിരികളുടെ ആവശ്യമില്ല എന്ന് പറയുമ്പോൾ പാതിരികൾ കഷ്ടത്തിൽ കൈകെട്ടിരിക്കുകയാണ്. സ്വന്തമായിട്ട് ഒരു കാര്യം പറയുമ്പോൾ അത് മനസ്സിലാവില്ലേ?
എന്നിട്ട് ആദിവാസി സ്ത്രീകൾ ഹിന്ദി കുട്ടക്കാനെയും മലയാളി ശിഖണ്ഡിയിൽ ആലോചിക്കുന്ന പെണ്ണുങ്ങളാണ്ട് ഓടാൻ നിൽക്കുമോ? വീട് വിട്ടിറങ്ങി പോവോ? നീ എന്തല്ലാണെന്നാണ് പറഞ്ഞത്. ഞാൻ കുടിച്ചിട്ട് ചെറുക്കണ്ട അവിടെ. എടാ നിന്നെ ശിഖണ്ഡി മണ്ടൻ ശിവനുണ്ടല്ലോ, അതൊരു പടു വിഡ്ഢിയാണ്. അതിൻ്റെ അയ്യപ്പനും മന്ദബുദ്ധി എല്ലാം. നീ ഇതിനെയും ആരാധിച്ചുകൊണ്ട് നേരേക്ക് നീങ്ങോണ്ടിരുന്ന നീ പല രീതിയിൽ ഹിന്ദി കുട്ടികളെ മലയാളം അറിയാത്തവരായിരുന്നു കൂട്ടി വാങ്ങിച്ച് തമ്മിലായിരുന്നു കൂട്ടി വാങ്ങിച്ചിട്ട് മലയാളി പാൻപാരാകും, ഹിന്ദി കുട്ടിയും ഹിന്ദി മുസ്ലിമും റോമൻ കാത്തലിക്സും വിപരീതം ചെയ്യണവരും ആത്മഹത്യ ചെയ്യണവരും മൊത്തം പിടിച്ചു നിൽക്കാന്ന് പറയാൻ പറ്റില്ല. അതിനെ മൊത്തം കൊല്ലിച്ച് ഇല്ലാണ്ടായിട്ട് അത് നിങ്ങളുടെ തെറ്റാണ് കുടിച്ചിടക്കുന്നത്. അതിന് ആൾക്കാരായിട്ട് ഇതുണ്ടെന്ന് പറയില്ലേ? അതിന് ആൾക്കാരുടെ ഇതിൻ്റെ ഓപ്പോസിറ്റ്, സോഷ്യലിൻ്റെ ഓപ്പോസിറ്റ് മിസ്കമ്മ്യൂണിക്കേഷൻ ആയിരുന്നു കൂട്ടി കൊല്ലിക്കണവർ. അതിനൊരിക്കലും മെറ്റീരിയലിസ്റ്റിക്ക് പിടിച്ച് നിൽക്കുക എന്ന് പറയാൻ പറ്റില്ല. അതിന് ഒരു ഹാർംഫുൾ ഇൻടേക്ക് ഇല്ലാണ്ട്, മെറ്റീരിയലിസ്റ്റിക് സോഷ്യൽ ഇൻടേക്ക് ഇല്ലാണ്ട് തുറന്ന് സംസാരിക്കുക എന്ത് രീതിയിലാണ് അങ്ങനത്തെ പറയാം. അവിടെ 4 വർഷം 2 വർഷം ഒരുമിച്ച് താമസിക്കുമ്പോഴല്ലേ ഇതൊന്ന് പറയുന്നത്. ഒരു സ്ഥലത്ത് എൻവയോൺമെൻറ്റ് പഠിക്കുക, ആരെവിടെ എന്താ ചെയ്യണേ, അതനുസരിച്ച് ഞാൻ വന്നതാണ്. ഇപ്പോൾ ഗോവയിലാണ് യൂറോപ്യൻ ടച്ചുള്ള കുറേ അറ്റ്മോസ്ഫിയർ ഉണ്ടാവും. അതിന് ഇവിടുത്തെ അറ്റ്മോസ്ഫിയറായിട്ട് തട്ടിച്ച് നോക്കാൻ പറ്റില്ലേ? തമിഴ്നാടല്ല ഗോവ എന്ന് പറയുന്നത്, അല്ല ആന്ധ്രയല്ല ഗോവ എന്ന് പറയുന്നത്. ഒരു ചെറുപ്പത്തോടെ കണ്ട് മനസ്സിലാക്കുമ്പോൾ അങ്ങനെയാണ് വരുന്നത്. അവിടെ മുസ്ലിമല്ല ഗോവ എന്ന് പറയുന്നത്. കട്ടിച്ച് നിൽക്കുമ്പോൾ യൂറോപ്യൻ ടച്ചായിട്ട് നമ്മൾ കണ്ടുവരുമ്പോൾ അത് ക്രിസ്മസ് ഫീലിങ്ങും അതൊക്കെ നമ്മൾ മനസ്സിലാക്കുമ്പോൾ അവിടെ യൂറോപ്യൻ ടച്ചാണ് വരണേ. പിക്നിക് ലൈഫും പാർട്ടി ലൈഫും വരുന്നത്. അല്ല അവിടെ വേറെ ഹിന്ദുസിൻ്റെ ഞാൻ ശ്രദ്ധിക്കണല്ലേ? അല്ലെങ്കിൽ ആന്ധ്രയിൽ പാർട്ടി ലൈഫ് ഇല്ലാത്തത് ഗോവയിൽ മൊത്തം ഒരു പോർച്ചുഗീസ് ടച്ചായിട്ടുള്ള യൂറോപ്യൻ ടച്ചുള്ളത് അവിടെ വരില്ല. അത് മനസ്സിലാക്കാണ്ട് ഇവിടെയുള്ള പണ്ടാരം പഠിച്ച ആദിവാസികൾ അവിടെ പോയിട്ട് 2 ദിവസം കഴിഞ്ഞിട്ട് തിരിച്ചു വന്നിട്ട് കാര്യമില്ല. ഇത് അവിടെ ഉദരത്തിൽ കടന്ന ഒരു 7-7.5 വർഷമെങ്കിലും എന്ന് പറയുമ്പോൾ ഒരു 8-9 വർഷം കൂട്ടിക്കുക. അത് കൂട്ടാണ്ടിരിക്കേണ്ട കാര്യമില്ല. എന്നുവെച്ചാൽ അത് കഴിഞ്ഞിട്ടുള്ള എല്ലാം കണ്ടിന്യൂസ് കാണുന്നതും ഒരു കണക്ഷൻ അനുസരിച്ച് കോപ്പി ചെയ്യുന്നതൊക്കെ അങ്ങനെയാണ്. നാച്ചുറലായി വന്നതിനെ കൃത്രിമം കാണിക്കുന്നത്, ഇരുട്ട് പിടിച്ചതിനെ എല്ലാം കോപ്പി ചെയ്യുന്നത്. ഞാൻ അവിടെ ഓറഞ്ച് ഒരു നല്ലൊരു ഫ്രഷ് സൈഡ് ഉണ്ട് അവിടെ. അതുകൊണ്ട് ചോദിക്കണം, നിങ്ങൾ ഏത് കുരുട്ട് ബുദ്ധി മണ്ടൻ വിഡ്ഢി മോന്തനെയാണ് നിങ്ങൾ സ്വപ്നം കാണുന്നത്? അതുപോലെ തന്നെ ഇപ്പോൾ നമുക്ക് എന്തെങ്കിലും പറഞ്ഞ് ഡിസ്കസ് ചെയ്യാം. ഐ ലൈക്ക് വാച്ചിങ് ടു ബി ഓപ്പൺ മൈൻഡഡ്. ജസ്റ്റ് അങ്ങനെയൊക്കെ നമുക്ക് എന്ത് പണി കഴിഞ്ഞാൽ 2 വർഷം കഴിഞ്ഞാലും 1.25 വർഷം കഴിഞ്ഞാലും പണിയെടുത്തുകൊണ്ടിരിക്കും. എവിടെ നമ്മൾ ഭക്ഷണം കഴിക്കുന്നുണ്ടെങ്കിൽ വർത്താനം പറയില്ല ആളുകൾ. അല്ല നമുക്ക് പറയാം ടു ബി ഓപ്പൺ മൈൻഡഡ്. മക്കളെ പറയണല്ലേ, ഓപ്പൺ മൈൻഡ്. ഐ ലൈക്ക് വാച്ചിങ് വിത്ത് അതേഴ്സ്. അതിൻ്റെ ഇടയിൽ പാരൻസ് ചെയ്യില്ല. ഡോർമെറ്ററിയാണ് താമസിക്കണം, എല്ലാവരും സംസാരിക്കാമല്ലോ. ഞാൻ ഇപ്പോൾ ധരിച്ചിട്ടല്ലേ പറയണേ. ലൈക്ക് വാച്ചിങ് ജസ്റ്റ് ഐ എം നോട്ട് മാരീഡ് നൗ. അങ്ങനെ പറയണമെങ്കിൽ പറയാമല്ലോ, ഈസിയായിട്ട് പറയാമല്ലോ. ജസ്റ്റ് പറയാം. നമ്മൾ ചായ കുടിക്കാൻ, നമ്മൾ ബ്രെഡ് ചായ കഴിച്ചാൽ അപ്പോൾ വെച്ച് മാറും. തണുപ്പാണ്, ജോലി തുടരാം. അപ്പോൾ ഞാൻ കഴിഞ്ഞിട്ട് ഇങ്ങനെയൊക്കെ പറയാം. എന്നിട്ട് പറഞ്ഞതിൻ്റെ ഇടയിൽ ഒരു പ്രത്യേക വാക്ക് പറഞ്ഞല്ലോ ഇംഗ്ലീഷിൽ. ഐ എം ജസ്റ്റ് ഓപ്പൺ മൈൻഡഡ്. ഐ ലൈക്ക് വാച്ചിങ് മൈ ഗേൾസ് വിത്ത് അതർ ഫ്രണ്ട്സ്. അപ്പോൾ അത് ജസ്റ്റ് തമാശയായിട്ട് എടുക്കുള്ളൂ, അല്ലാണ്ട് സീരിയസ് ആയിട്ട് എടുക്കില്ലല്ലോ. ഓപ്പൺ ആയി പറഞ്ഞെന്നുള്ളൂ. ഇവിടെ ഈ വിഡ്ഢിയാൻ വരെ പറയും ഫ്രാങ്ക് ആവാൻ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് അതിനനുസരിച്ച് പറയുമ്പോൾ ഐ ലൈക്ക് ബേർഡ് പാരൻറ്റിങ്. വെള്ളത്തിling ബ്രിങ്ങിങ് അപ്പ് അതേഴ്സ് ചിൽഡ്രൻ. അതൊന്നും ആ സമയത്ത് നടക്കണമെന്നില്ല. അപ്പോൾ നമ്മൾ ജോലി പറയുമ്പോൾ അങ്ങനെയൊക്കെ പറയുമ്പോൾ ഓപ്പണായിട്ട് സംസാരിച്ച് അവിടെ വേറെ ഒന്നും നടക്കണമെന്നില്ല. ഐ ലൈക്ക് വാച്ചിങ് ടു ബി ഓപ്പൺ മൈൻഡഡ്. ഐ ഡോണ്ട് ലൈക്ക് സക്ലിങ് എന്ന് പറഞ്ഞാൽ സക്ലിങ് അങ്ങനത്തെ സാധാരണ രീതി പറയാം. മാൻ എന്ന രീതിയിൽ പറയണേ. മാന് സക്ലിങ് ഇഷ്ടമില്ലല്ലോ, ചിലർക്ക് ഇഷ്ടമുണ്ടാകും വേറെ. ടു ബി ഓപ്പൺ മൈൻഡഡ്. ഐ ഡോണ്ട് ലൈക്ക് സക്ലിങ്. ഫോറിനേഴ്സിനെ ചെയ്യാൻ പോകുന്നില്ലേ. ടു ബി ഓപ്പൺ മൈൻഡഡ്. ഐ ഡോണ്ട് ലൈക്ക് സക്ലിങ്. ഐ എം നോട്ട് മാരീഡ്. അവർ ചോദിക്കുമ്പോൾ മാരീഡ്, ഐ എം നോട്ട് മാരീഡ് പറയുമ്പോൾ സംസാരം. മാരീഡ്. ഐ ലൈക്ക് വാച്ചിങ് അതേഴ്സ്. ഐ ലൈക്ക് ബേർഡ് പാരൻറ്റിങ്. ലൈക്ക് ലിയോണാർഡോ DiCaprio. He's not still married, no? The Titanic fellow എന്ന് പറയുമ്പോൾ ഇത് അവസാനിച്ച് പറയണല്ലോ. ടൈറ്റാനിക് ഫെലോ. He is not married. He has a friend, Tobey Maguire, acted in Spider-Man movie. Harry's friend, the character. Tobey Maguire, Spider-Man, Harry character's friend.
So he's not also not married. He also tell about co-parenting, bird parenting. He's not. If, he tells if it happens, it happens. അതൊക്കെ പറയും. അപ്പോൾ ഐ ലൈക്ക് വാച്ചിങ്. അത് കഴിഞ്ഞിട്ട് ഐ ഡോണ്ട് ലൈക്ക് ടു ബി ഓപ്പൺ മൈൻഡഡ്. ഐ ഡോണ്ട് ലൈക്ക് സക്ലിങ്. അത് കഴിഞ്ഞിട്ട് നമുക്ക് പറയും ഇറ്റ്സ് മോഡേൺ ലൈഫ് നോക്കി. മോഡേൺ ചിൽഡ്രൻ വിൽ ഹാവ് ഇഫ് യു ഹാവ് 10 lakhs 20 lakhs സേവിങ്സ് 500 monthly interest, we will just bring them up and see going, and they have their after 17 age, just some sorry I tell about yourself. After 17 age they have their own AI job, digital job, modern jobs, animation job, and they have their connections, friends, and 60,000 rupees per monthly, 2 months savings. They find a part-time study, big job at their age 23, and they have their without marriage bond. They just have a girlfriend or boyfriend, job doing lady. They marry and just live with them in a rented house. I don't want their money. അങ്ങനെയൊക്കെ പറഞ്ഞ് സംസാരിക്കണോ? അത് സംസാരിച്ച് പോകണം. ആരെയും കുറിച്ച് ഓർക്കാനും പോകണത് പറയണോ? അതൊക്കെ ഒന്ന് കുറച്ച് സംസാരിച്ച് വരണല്ലോ. അല്ല പറഞ്ഞോളൂ. അതുകൊണ്ട് ഇങ്ങനെയല്ലേ പറഞ്ഞു ഓപ്പൺ. നിങ്ങൾ ചിന്തിക്കുന്നത് വേറെ എന്തൊക്കെയാണ്. ചെറുപ്പത്തിന് മുതൽ ആ രീതിയിലാണ് വന്നേക്കണേ. ഞാൻ ചെറുപ്പത്തിൽ ചെയ്ത് എടാ വിഡ്ഡി, ഞാൻ ഗോവയിൽ ചെയ്ത് ഞാൻ ചെയ്ത് തെറ്റായിരുന്നങ്ങനെ. ഞാൻ കുടിച്ചിട്ട് നടക്കില്ലേ? ഞാൻ നിന്നെ പോലെ ബീഡി സിഗരറ്റ് കുടിക്കുകയും കഴിച്ച് നടക്കില്ലേ? ഞാൻ ഒന്നാമതല്ലേ? നിന്റെ പോലെ മൂന്നാമത് ഏഴാമത് ജനിച്ചതാണോ? യേശു ഒന്നാമതല്ലേ ജനിച്ചത്? മൂന്നാമത് ഏഴാമത് ജനിച്ചതാണോ? കുടിച്ച് നടന്നിട്ട് മണ്ടശിവനെ പോലെയാണോ? ഹിന്ദു റോമൻ കാത്തലിക്ക് വിപരീതം ചെയ്യണ പോലെയാണോ? അപ്പോൾ എനിക്കറിയാം എന്നെക്കുറിച്ച്. അതാണ് ഞാൻ ഇങ്ങനെയല്ലേ പറഞ്ഞത്. നിങ്ങൾ ചിന്തിക്കുന്ന വേറെ എന്തൊക്കെ പറയണ പോലെയാണ്. ഞാൻ ഇങ്ങനെയാണോ പറഞ്ഞത്? I am giving open-minded. I don't suckling. I am not married. I like bird parent. Go like Leonardo DiCaprio. That's the topic. I am Maguire. നീ അങ്ങനെ പറയുമായിരിക്കും ചിലപ്പോൾ. നാച്ചുറലായിട്ട് വന്നതിന് കൃത്രിമം കാണിക്കണം നീ. നിന്റെ മണ്ടശിവനെ നരകി നീക്കിയിട്ട് നീ ചിന്തിക്കുന്നത് വേറെ എന്തോ, ഞാൻ പറയുന്നത് ശരിക്കുള്ളത്. എടാ ഞാൻ ചെയ്യുന്നത് തെറ്റാണെങ്കിൽ ഞാൻ കുടിച്ചിട്ട് തന്നെ. അത് സർക്കംഷൻ ചെയ്യാത്തപ്പോൾ 24 വയസ്സിന് മുമ്പ് ഇതൊക്കെ, അത് കഴിഞ്ഞ് ഇപ്പം 24 വയസ്സ് കഴിഞ്ഞ് കുറേ കഴിഞ്ഞിട്ട് 2000 വർഷം കണക്ക് കൂട്ടി 1, 2, 3 വർഷം വേറെ. ഞാൻ ഒന്നാമത് ജനിക്കുമ്പോൾ നീ മൂന്നാമത് ഏഴാമത് ജനിച്ചാൽ നിന്റെ കൂടെയുള്ളവർ കുടിച്ചിട്ട് സിഗരറ്റ് പിടിച്ചിട്ട് നിന്റെ പോലെയാണ് ജനിച്ചിരിക്കാന്ന് ഇപ്പോഴും കുരുട്ട് പോന്ത. അതാണ് നിന്റെ തെറ്റ്. നീയും വീണ്ടും കുടിച്ചിട്ട് നടക്കുന്നത്. ബോധത്തോടെ കാര്യങ്ങൾ ചെയ്യാൻ അറിയില്ലേ നിനക്ക്? നിങ്ങൾ നരകി നീങ്ങല്ലേ? എന്നിട്ട് ഭൂതം, പഴയതും പുതിയതും, അല്ല ഫ്യൂച്ചറും പ്രസൻറ്റ്, പഴകിയതും ഫ്യൂച്ചറിനെ കുറിച്ച് ഇവിടെ ആരാ പറയണേ? ഇപ്പം നടക്കണ കാര്യം 1000 years. പ്രസൻറ്റ്, പുതിയത്. പ്രസൻറ്റ് എന്ന് പറഞ്ഞാൽ ഗിഫ്റ്റ്. പുതിയതിനെ കുറിച്ച് പറയണോ? ഇതൊക്കെയാണോ അവിടെ പറയാൻ പോകുന്നത്? ഇത്രേ പറയണുള്ളൂ ഞാൻ. എനിക്കിതൊന്നും പറഞ്ഞ് അറിയിക്കേണ്ട കാര്യമില്ല അവരെ. എനിക്കറിയാം ഏത് സ്ഥലം എന്തൊക്കെയാണെന്ന്. അതനുസരിച്ച് പറയുള്ളൂ. ഞാൻ എന്തിനാ ഇതിപ്പോൾ അവിടെ പറയണത്? അതുകൊണ്ട് ഞാനിങ്ങനെയല്ലേ പറഞ്ഞത്. I like bad parenting. അത് നീ പറയായിരിക്കും ചിലപ്പോൾ. I like bad parenting. Like Tobey Maguire, Leonardo DiCaprio. He says if it happens, married. If it's not married. ഇങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആര് മനസ്സിലാക്കാനാണ്? അത് ജോലിയുടെ അനുസരിച്ച്, ആ പോണനുസരിച്ച് പറയും. നല്ലതൊന്നും അവർ കുരുട്ടുബുദ്ധി കൊണ്ടുവന്നാൽ പോയി, നല്ലതൊന്നും വന്നിരുമ്പോൾ അങ്ങനെ വരും. നിലനിൽക്കുമ്പോൾ 2 വർഷം എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് പോകും. കണ്ണടച്ച് തുറന്ന് പോകും. 2 വർഷം, 20 വർഷം, 30 വർഷം നല്ലത് നീണ്ടു നിൽക്കുന്നു. അവിടെ ഞാൻ ഈ ഓൺലൈൻ സൈറ്റൊന്നും നോക്കാൻ പോകണല്ലേ. എന്നുവെച്ചാൽ പുതിയ കാര്യങ്ങൾ പഠിക്കുക, പുതിയ ജോലിയാണ്. ഇതൊന്നും നോക്കാൻ സമയം കിട്ടില്ല എനിക്ക്. പ്രത്യേകിച്ച് ഡോർമെട്രിയിൽ താമസിക്കാന്ന് വെച്ചാൽ അവർ ഇങ്ങനത്തെ കാര്യങ്ങൾ സംസാരിച്ച് വേറെ എന്തെങ്കിലും മലയാളത്തിലാണെങ്കിലും ഇംഗ്ലീഷുകാരോട് ഇംഗ്ലീഷ് സംസാരിക്കണം. അതാണ് ഞാൻ പറഞ്ഞത്. മലയാളത്തിലോട് മലയാളി പിള്ളേരോട് മലയാളത്തിൽ സംസാരിക്കേണ്ടി വരും. ഡോർമെട്രിയിലാണെങ്കിൽ എല്ലാവരും കൂടി ഒരുമിച്ച് താമസിക്കുന്നതാണ്. അവിടെ ഒന്നും സെക്ഷൽ ടെൻഷനൊന്നും വരേണ്ട കാര്യമില്ലേ. കുടിച്ചിട്ട് നടക്കാനും പോകണല്ലേ. അവരങ്ങനെ ചെയ്യേണ്ടെങ്കിൽ ഞാൻ ചെയ്യില്ലേ. അപ്പോൾ ശരി, അവർ പോട്ടെ. അവർക്ക് അങ്ങനെ വരേണ്ട ചെയ്യും. അത് പോട്ടെ. അത് ചെയ്യണ്ട. അത് ഞാൻ നോക്കാൻ പോകണമില്ലേ. രാജസ്ഥാനിൽ പോയപ്പോഴും 4 വർഷം പ്രത്യേകിച്ച് ബാംഗ്ലൂർ എനിക്ക് നോക്കേണ്ട കാര്യം ഉണ്ടായിരുന്നില്ല. അത് സർക്കംഷൻ ചെയ്യാത്തപ്പോഴാണ്.
അപ്പോൾ എനിക്കറിയാം ഞാൻ ഏത് രീതിയിലാണ്, ഏത് വയസ്സാണ്. അപ്പോൾ എനിക്കറിയാം 26 വയസ്സെന്ന് പറയുന്നതല്ല 1, 2, 3, 5 വയസ്സെന്ന് പറയുന്നത്. 34 വയസ്സെന്ന് പറഞ്ഞു തുടങ്ങുന്നത് ക്ലോസ്ഡ് ലൂപ്പിൽ പറയുന്നതല്ല. 12, 15, 13, 14, 17 വയസ്സ്. 2000 കഴിഞ്ഞിട്ട് 1-2 വർഷം കൂട്ടുമ്പോൾ 17, 2017 കഴിഞ്ഞിട്ട് സെക്കൻഡ് ടൈം ബാംഗ്ലൂർ പോണത്, ബാഡ്ലി മോട്ടിവേറ്റ് സ്ഥലത്ത് പോകുന്നതാണെങ്കിലും വേറെ ആൾക്കാരുടെ കൂടെ താമസിക്കുന്നതാണെങ്കിലും മലയാളികളല്ലാത്തവരുടെ കൂടെ, അപ്പോഴും നിങ്ങൾ വന്ന് സംസാരിക്കണല്ലേ. ഒരു സ്ഥലത്ത് വന്ന് ഇവിടെ ചെന്ന് വന്ന് ഇവിടെ വന്നാലും നിങ്ങൾ ബെല്ലടിച്ച് സംസാരിക്കണല്ലേ. ഇതൊക്കെ കുറേ കഴിഞ്ഞിട്ട് തന്നെ ഇവിടെ വന്നതാണ്. 3 വർഷം ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ കുടിച്ചിട്ട് അകടിച്ച് നടക്കാൻ പോയോ? എനിക്ക് തെറ്റ് പറ്റിയിട്ടുണ്ടെങ്കിൽ ഞാൻ ലെറ്റർ കടിച്ചിട്ട് നടക്കേണ്ടത്. നിങ്ങൾക്ക് പകരം അതൊക്കെ കുറേ പറഞ്ഞു. അപ്പം ഞാനൊരു കാര്യം സ്പഷ്ടമായിട്ട് പറയുമ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നത് വേറെ എന്തോ ആണ്. ഞാൻ പറയുന്നത് നിങ്ങളിപ്പോൾ വിചാരിക്കുന്നത് എനിക്ക് തെറ്റ് പറ്റിയിട്ടുണ്ടെങ്കിൽ, ചെറുപ്പത്തിൽ തെറ്റ് പറ്റിയിട്ടുണ്ടെങ്കിൽ ഞാൻ കുടിച്ചിട്ട് കളിച്ച് കുട്ടിക്കളിച്ച് നടന്നതന്നെ. ആൾക്കാർക്ക് ഇതിലാണ്ട് തമ്മിൽ കൊല്ലിച്ചിട്ട് അത് പിടിച്ച് നിൽക്കുന്നതെന്ന് പറഞ്ഞിട്ട് തമ്മിൽ ആത്മഹത്യ ചെയ്യിപ്പിച്ചിട്ട് കത്തിരിക്ക് ഹിന്ദു മുസ്ലിം എന്ന് പറഞ്ഞ് നടന്നതന്നെ. നിങ്ങളുടെ തെറ്റ് നിങ്ങളെ കൊണ്ട് ആത്മഹത്യ ചെയ്യിപ്പിക്കണു, സീച്ചറോയുടെ തെറ്റ് സീച്ചറോയെ കൊണ്ട് ആത്മഹത്യ ചെയ്യിപ്പിക്കണു. വിപരീതം ചെയ്യുന്നത്. ഹിന്ദി കുട്ടികളുടെ തെറ്റ് ഹിന്ദുസിൻ്റെ തെറ്റ്, മലയാളി പാൻപരാഗ തെറ്റ് അവരെ കൊണ്ട് ആത്മഹത്യ ചെയ്യിപ്പിക്കണു. അവിടെ എൻ്റെ തെറ്റാണത്. അത് പോട്ടെ. എന്നിട്ട് അങ്ങനത്തെ ഉള്ള കാര്യങ്ങൾ അയാൾ കൃത്രിമല്ല അവിടെ വരുന്നത്, നാച്ചുറലായിട്ട് വരുന്നത്. ആ രീതിയിൽ പോകും. അടിമത്തത്തിൽ നിന്ന് പിന്നിട്ട് തുള്ളി ചാടി അടുത്ത കാര്യത്തിൽ പുതിയ ഐഡിയാസ് കൊണ്ടുവരാം. 100 വർഷം ജീവിക്കാനുള്ള എന്തെങ്കിലും അങ്ങനത്തെ കാര്യങ്ങൾ, ആയുസിൻ്റെ കാര്യങ്ങൾ പറയാം, നിത്യായുസിൻ്റെ കാര്യം പറയാം. അതിനാണ് നിത്യജീവൻ എന്ന് പറയുന്നത്. ഒരു പരിധിക്ക് പുറത്തേക്ക് ഐഡിയാസ് കൊണ്ടുവന്നിട്ട് പുറത്തേക്ക് കൊണ്ടുവരാം. അതിന് മെറ്റീരിയലിസ്റ്റിക് റിലീജിയൻ എന്നല്ല പറയേണ്ടത്. മണ്ടൻ ശിവൻ്റെയും മന്ദബുദ്ധി അയ്യപ്പൻ്റെ കാര്യം നരകി നീങ്ങലല്ല ഇത്. ക്രിസ്ത്യാനിറ്റി എന്ന് പറഞ്ഞ റിലീജിയനല്ല. പരിധിക്ക് അപ്പുറം ചിന്തിക്കുക. പരിധിക്ക് അപ്പുറം ചിന്തിക്കുകയാണെന്ന് പറയണം. ഉന്നതത്തിലേക്ക് ഇവിടെ ബൈബിളെ ചോദിച്ചിട്ടുണ്ട്, ഉന്നതത്തിലുള്ള കാര്യങ്ങൾ ചിന്തിക്കുക. അത് റിലീജിയൻ അല്ല, അത് ക്രിസ്ത്യാനിറ്റി എന്ന് പറയും. മെറ്റീരിയലിസ്റ്റിക് റിലീജിയൻ അല്ല. മുസ്ലിംസ് എന്ന് പറഞ്ഞാൽ ക്രിസ്ത്യാനിറ്റി അല്ലട വെടി. ശിഖണ്ഡികളെ ആരാധിക്കുന്ന റിലീജിയനാണ് മുസ്ലിംസ്. ഖുറാൻ എന്ന് പറഞ്ഞാൽ തമ്മിൽ അടികൂടുന്ന റിലീജിയനാണ്. മെറ്റീരിയലിസ്റ്റിക്കിന് വേണ്ടി നടക്കുന്നവർ. റോമൻ കത്തോലിക് എന്ന് പറഞ്ഞാൽ ബൈബിൾ വായിക്കാണ്ട് വിപരീതം ചെയ്യണവരാണ്. ഇതെല്ലാം കൂട്ടിയാണെങ്കിൽ റിലീജിയൻ അല്ലാത്ത ക്രിസ്ത്യാനിറ്റിനെ കുറിച്ച് ഞാൻ പറയണത്. അതാണ് പറഞ്ഞത്, പരിധി വിട്ട് മനസ്സിലാക്കുക. ക്രിസ്ത്യാനിറ്റിനെ കുറിച്ച് പറയും, ഉന്നതത്തിലുള്ള കാര്യങ്ങൾ പറയും, അതിനെക്കുറിച്ച് അന്വേഷിക്കുക. പുതിയ ഐഡിയാസ് കൊണ്ടുവരുന്ന കാര്യമാണ് 20th സെഞ്ച്വറിയിൽ നടന്നത് പലരുമായിട്ട്. അതിന് മുമ്പ് ഒന്നും നടന്നിരുന്നില്ല. അല്ലെങ്കിൽ മെറ്റീരിയലിസ്റ്റിക് റിലീജിയൻ ഇപ്പോഴും നിങ്ങൾ കൊണ്ട് നടക്കണല്ലേ. കണ്ടും പിടിച്ചിരിക്കണേ തെറ്റ്. മണ്ഡലശിവനും മന്ദബുദ്ധി അയ്യപ്പനെയും ഇതൊക്കെ കൊണ്ട് നടക്കേണ്ടത് നീ. ഇപ്പം പറയും വിഷ്ണു മണ്ഡലം തന്നെയാണ്. ഒരു വിഷ്ണു സരസ്വതി എല്ലാ ശിഖണ്ഡികളും ആരിച്ച് നടക്കും നീ. അവിടെ പറഞ്ഞത് എന്താ, മനസ്സിലാക്കാൻ പഠിക്കുക എന്താണ്. അതുകൊണ്ട് ഒരു കാര്യം പിന്നത്തേക്ക് ചിന്തിക്കുന്നതല്ല ഇപ്പോൾ ചെയ്യുന്നത്. അത് ഒരു പിന്നത്തേക്ക് ചിന്തിക്കുന്നത്, അത് ഡിസ്കസ് ചെയ്ത് വരുന്നതാണ്. അവിടെ ജോബ് ആൾക്കാരോട് പറയുന്നത് അത് വേറെ. അത് തമാശകളുണ്ട്. ജസ്റ്റ് ഡിസ്കഷൻ മാത്രമാണ്, ജസ്റ്റ് സംസാരം. ചോദിക്കുമ്പോൾ അതിനുള്ള ഉത്തരം. അത് നിങ്ങൾ ചിന്തിക്കുന്നത് എങ്ങനെയാണ് പറയണത്, ഐ ലൈക്ക് ബേർഡ് ബട്ട് ലൈക്ക് ലിയോണാർഡോ കാപ്രിയോ. അത് നീ പറയായിരിക്കും, ആദിവാസി നീ കുടിച്ചിട്ട് കടച്ച് നടന്നിട്ട്. ലിയോണാർഡോ കാപ്രിയോ, ഹി ഹാസ് എ ഫ്രണ്ട് ടോബി മാഗ്വയർ, സ്പൈഡർമാൻ ക്യാരക്ടർ ഹാരിസ് ഫ്രണ്ട്. He's not married. He says if he's not married, Titanic character. If it happens, it happens. ഇങ്ങനെയാണ് പറയുന്നത്. ഇപ്പം തന്നെ പറഞ്ഞിരുന്നത് അങ്ങനെ അല്ലല്ലോ. നീ ചിന്തിക്കുന്നത് അങ്ങനെ. എനിക്ക് തെറ്റുപറ്റിയിരുന്നെങ്കിൽ, ചെറുപ്പത്തിൽ തെറ്റുപറ്റിയിരുന്നത് ഞാൻ കുടിച്ചിട്ട് കടിച്ച് നടന്നിട്ട് ചിലപ്പോൾ ഇങ്ങനെ പറയായിരിക്കും. ഒരു ജോലിയുടെ അധിഷ്ഠിതമായിട്ട് ആ രീതിയിലേക്ക് പറയുന്നതാണ്. എനിക്ക് ആരും പറയിപ്പിച്ചില്ലെങ്കിലും അവിടെ എന്താ നടക്കാൻ പോണേ, എക്സ്പീരിയൻസ് ഇല്ലെങ്കിലും എനിക്ക് മനസ്സിലാക്കാൻ പറ്റും എവിടെ എന്ത് ചെയ്യണം. എക്സ്പീരിയൻസ് ഉള്ള രീതിയിലാണ് പറയുന്നത്. എന്ത് കിട്ടിയില്ലെങ്കിലും, കിട്ടിയാലും എവിടെ കിട്ടിയാലും, എവിടെയാണെങ്കിലും അവിടെയാണെങ്കിലും. അപ്പോൾ അത് മനസ്സിലാക്കാൻ പഠിക്കും. 34 മിനിറ്റ് ഈസി ആയിട്ട് എല്ലാവരും കേൾക്കും. നിങ്ങൾ വിചാരിക്കും 10 വരെ കേട്ടിട്ടുള്ളൂ. ചിലപ്പോൾ വ്യൂസ് അധികം കാണിക്കില്ല. ചിലപ്പോൾ 300 വരെ കേട്ടിട്ടുണ്ടോ, ചിലപ്പോൾ 350 വരെ കേട്ടിട്ടുണ്ടോ, ചിലപ്പോൾ 400 പേര് കേട്ടിട്ടുണ്ടോ. അത് മതിയില്ലേ? 400 പേര് എന്ന് പറഞ്ഞാൽ ഒരു ആളുടെ പകുതിയാണോ? ചിലർ ഡൗൺലോഡ് ചെയ്ത് കാണും, വ്യൂസ് കാണാണ്ടനുസരിച്ചിട്ട്. അപ്പോൾ എടാ, ശരിക്കുള്ളത് ആരും പേടിച്ചിട്ട് ലൈക്ക് അടിക്കാത്തതും സംസാരിക്കാത്തതും നിങ്ങളുടെ തെറ്റാണ്. അതുകൊണ്ട് ഞാൻ ഇങ്ങനെ പറഞ്ഞ അരാബി മാഗർ വി ലൈക്ക് ആൻഡ് they have their own AI job, they are without marriage one, they marry, part time study, part time marry, girlfriend, boyfriend,
their home, their job, doing lady, they marry, they rent, take a rent her house. I don't want that money. ഇങ്ങനെയല്ല പറഞ്ഞേ. They will get a rented house. They will without marriage bond. They marry job doing lady. They live as a girlfriend boyfriend and do their living. I don't want their money. I don't expect their money and nothing else. പറയണുള്ളൂ. അതാ പറഞ്ഞ് ജോലി ചെയ്യണം അനുസരിച്ച് അതനുസരിച്ച് പറയാണ്ട് ചായ കൊടുക്കണത് പറയും. ഐ ഡോണ്ട് എക്സ്പെക്ടിങ് എനിത്തിങ് ഇൻ എ വീക്ക്. ഐ ഡോണ്ട് യൂസ് ഡിപ്പിക്റ്റഡ് വേർഡ്സ്. അങ്ങനെ പറയുമ്പോൾ ഐ ഡോണ്ട് യൂസ് പറയും ഐ ഡോണ്ട് യൂസ് എനി ഫക്ക് പറഞ്ഞാൽ കുഴപ്പമില്ല. അത് ഇപ്പോഴത്തെ എക്സ്പീരിയൻസിനായിട്ട് പോകുന്ന വ്യത്യാസമുണ്ട്. ലൈഫ് എക്സ്പീരിയൻസ്. ഐ ഡോണ്ട് യൂസ് എനി ഡിപ്ലീറ്റഡ് വേർഡ്സ്. ഐ ഡോണ്ട് യൂസ് എനി ഡിപ്ലീറ്റഡ് ഇൻടേക്ക്. ഐ ഡോണ്ട് ഇൻടേക്ക് എനി ഡിപ്ലീറ്റഡ് തിങ്സ്. ഡെപ്ലീറ്റഡ് പറഞ്ഞാൽ ശോഷിച്ചത്. ഐ ഡോണ്ട് ഡെപ്ലീറ്റഡ് എന്ന് പറഞ്ഞാൽ അപ്പോൾ തന്നെ മനസ്സിലാവും. ഐ ഡോണ്ട് ടേക്ക് എനി ഡെപ്ലീറ്റഡ് തിങ്സ്. ഐ ഡോണ്ട് വിതൗട്ട് എക്സ്പെക്ടിങ് എനിത്തിങ് എൽസ് ഐ ഡു ഫുൾ അലേർട്ട്നെസ്, സ്പിരിച്വൽ പ്രൈഡ് വിതൗട്ട് മാരേജ് ബോണ്ട് എന്നൊക്കെ പറയുമ്പോൾ മനസ്സിലാവും. അപ്പോൾ അങ്ങനത്തെ രീതിയിൽ പറയണ രീതിയാണ് പറയണത്. അവിടെ നിങ്ങളുടെ വിഡ്ഢിത്തരം ഞാൻ അവിടെ കൊണ്ടുവരണല്ലേ. എടാ ഞാൻ ഇതൊക്കെ പറഞ്ഞു കേട്ടും സുഖമായിട്ട് ഉറങ്ങുന്നുണ്ട്. ഇത്ര നേരം 4 മണിക്കൂർ ഞാൻ സുഖമായിട്ട് ഉറങ്ങി. നല്ല തണുപ്പുണ്ട് ഇവിടെ. പൊതുപ്പൊന്ന് പോയിക്കാത്തത് ഒരു മഴയുടെ നേരം തണുപ്പുണ്ട്. അത് ചൂടെടുത്തിട്ടല്ല, മഴയുടെ നേരം തണുപ്പുണ്ടെങ്കിൽ സുഖമായിട്ട് കിടക്കുമ്പോൾ 4 മണിക്കൂർ ഒരു സ്വപ്നം കണ്ട് ഒരു പുറത്തേക്ക് പോയി പുറത്തേക്ക് പറഞ്ഞ് ചുറ്റി ആശ പറഞ്ഞു നടന്ന് കണ്ണടച്ച് സുഖമായിട്ട് സ്പോസിയായിട്ട് തണുപ്പിച്ച് ഉറങ്ങിയിട്ടാണ് ഞാൻ എഴുന്നേറ്റത്. ഇനിയും ഞാൻ ഇപ്പോൾ 2 മണി 2:45 ഇനി 3:45, 4:45, 5:45, 6:45, 7:45, 8:45, 9:45, 7 മണിക്കൂർ അല്ലെങ്കിൽ 6 മണിക്കൂർ സുഖമായിട്ട് എനിക്ക് ഉറങ്ങാൻ എന്തായാലും ചെയ്യാം. 2 മണിക്കൂർ എനിക്ക് വേറെ 2 ദിവസം ഇല്ല വേറെ നോക്കുന്ന സമയത്ത് സുഖമായിട്ട് കേട്ട് പറഞ്ഞ് മനസ്സിലാക്കിയിരിക്കാം. നിങ്ങൾ വീണ്ടും കൊല്ലിക്കണ രീതിയാണ് പറയണേ. ഇതിങ്ങനെ ആയോ എന്തോ ബോധമെന്ന്. എന്തുറ്റാവാത്തത്? നിങ്ങൾ കുടിച്ചിട്ട് കളിച്ചാൽ കൊല്ലിക്കണ പോലെ, നിങ്ങളുടെ തെറ്റ് നടക്കുന്ന പോലെ, നിങ്ങൾക്ക് കുശുമ്പ് കുറ്റുള്ള പോലെയാണ് ഞാൻ ചെയ്യുന്നത്. പിടിച്ച് നിൽക്കുന്നത് അങ്ങനെയാണോ? തമ്മിൽ കൊല്ലിച്ച് ഹിന്ദുസ്, റോമൻ കാത്തലിക്സ് ഹിന്ദുസ് തമ്മിൽ കൊല്ലിച്ച് ആത്മഹത്യ ചെയ്യിപ്പിക്കുന്നത് അല്ല. ഇവിടെ നല്ല നല്ല കാര്യങ്ങൾ, പുതിയ കാര്യങ്ങൾ പറയണതനുസരിച്ച് പറയണത് എന്താ വെച്ചാൽ പറയാം. മനഃപൂർവ്വം പറയുന്നതല്ല. അവിടെ പറയാൻ തീർന്നു. റെക്കോർഡ് ചെയ്യിപ്പിക്കണമെന്നില്ല. എല്ലാവരും കൂടി ഒരുമിച്ച് താമസിക്കുമ്പോൾ ഇതൊന്നും പറയണല്ലേ, സാധാരണ രീതിയിൽ പറയണം. അപ്പോൾ അങ്ങനെയും ചെയ്യണല്ലേ. അപ്പോൾ ഡോർമെട്രി ഉള്ള 50 പേര് താമസിക്കണം, ഡോർമെട്രി കിട്ടണമെന്ന് പ്രാർത്ഥിക്കണം. അപ്പോൾ അതില്ലെങ്കിൽ കുഴപ്പമില്ല, ആ രീതിയിൽ പോകും, ആ രീതിയിലുള്ള അറ്റ്മോസ്ഫിയറിൽ പോകും. അതുകൊണ്ട് ഞാൻ യൂറോപ്പിന് അത് പണ്ട് തൊട്ട് പറഞ്ഞല്ലോ. അല്ലാണ്ട് യൂറോപ്പിൽ പോയി അതിൻ്റെ തലേന്നാണ് ഞാൻ പറയുന്നത്. അവിടെ പോയി പറഞ്ഞ റെക്കോർഡ് ചെയ്യുന്നുണ്ട്. അതൊന്നും ഓൺലൈൻ കാര്യങ്ങൾ അവിടെ കൊണ്ട് നോക്കേണ്ട കാര്യമില്ല. ഇവിടെ ഓട്ടോറിക്ഷ ഓടുന്നുണ്ടെങ്കിൽ അവിടെ ഓട്ടോറിക്ഷയുടെ ശബ്ദം കേൾക്കില്ല. ഇവിടെ ട്രാക്ടറാണ് ഓടണമെങ്കിൽ അവിടെ ട്രാക്ടറിൻ്റെ ശബ്ദം കേൾക്കില്ല. ഇവിടെ ആദിവാസി ലാംഗ്വേജ് പറയണ്ടെങ്കിൽ ഒരു സൈലൻ്റ് അറ്റ്മോസ്ഫിയർ ഇല്ലെങ്കിൽ അതവിടെ ഇല്ല. ഒരു കാര്യം ബോധം ബുദ്ധി വേണ്ട എന്താന്ന് മനസ്സിലാക്കാനുള്ളത്. മുക്കിലും മൂലയിലും ഒരന്ന് ഇന്ന് പറയാം മുരള അറിയാം. നിങ്ങളെ പറയണ, നിങ്ങളെന്ന് പറഞ്ഞാൽ നിങ്ങളോട് എനിക്ക് റെസ്പെക്റ്റ് ഇല്ലെന്ന് പറഞ്ഞാൽ നിങ്ങൾ ആവടാ എന്തോടോ ഇതിങ്ങനെ പറഞ്ഞാൽ നിങ്ങൾ തമ്മിൽ ഇവിടെ ഇത് ശരിക്കുള്ള കാര്യം പറഞ്ഞാൽ എന്തിട്ടാ ആവടാ കോവടാ. എല്ലാവരും കൂടി ഒരുമിച്ച് 4 വർഷം ഇവിടെ ഉണ്ടായിരുന്നെങ്കിലും ഡോർമെട്രി നിൽക്കുമ്പോൾ സെൽഫ് ടെൻഷൻ ഇല്ല, അങ്ങനത്തെ കുടിച്ചിട്ട് അവിടെ നടക്കണില്ല. സാധാരണ ഇവിടെ സംസാരിക്കുക 6 വർഷം കഴിഞ്ഞാൽ എന്തെങ്കിലും അങ്ങനെ ആവണില്ല, എനിക്ക് അങ്ങനെ തോന്നണില്ലേ. അപ്പോൾ ഒരു ഷോപ്പിംഗ് കഴിഞ്ഞാൽ അങ്ങനത്തെ കാര്യങ്ങൾ വീഡിയോ കാണുന്നു, മ്യൂസിക് ലിസൺ ചെയ്യണമെങ്കിൽ അത് വേണ്ട. ഡോർമെട്രിയിൽ ഇരിക്കുമ്പോൾ എങ്ങനെയായിരിക്കും കുറേ പേര് സംസാരിക്കും. ആ രീതിയിൽ ഇരിക്കുമ്പോൾ പെട്ടെന്ന് സമയം മണിക്കൂർ പോണത് അറിയില്ല. ഞാൻ മ്യൂസിക്കും വീഡിയോ കേൾക്കണമെന്ന് നിർബന്ധമില്ല, പെട്ടെന്ന് സമയം പോകും. എനിക്ക് ഇത്ര വേഗം സമയം പോയി, 4 മണിക്കൂറായി. ഇപ്പോൾ 8 മണിക്കൂർ ജോലിയാവും. അവിടെ വന്ന് 7:30 രാത്രി വന്നു കഴിഞ്ഞിട്ടാവും ഒരു 8:30, 9:30, 10:00 പെട്ടെന്ന് തീരണേ. ഉറങ്ങേണ്ട നേരെ. പിന്നെ രാവിലെ 5:30, 6:00 ഉറങ്ങി എനിക്കേണ്ട വാന് വരേണ്ട സമയം, ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കേണ്ട സമയം, ജോലി കൊണ്ട് പെട്ടെന്നാവും. അത് കഴിഞ്ഞ് പെട്ടെന്ന് അടുത്ത 8 മണിക്കൂർ തരും. രാത്രി ആണെങ്കിൽ 12 മണിക്കൂറേക്ക് ഷിഫ്റ്റ്, അത് പെട്ടെന്ന് തരും. പിന്നെ ഇവിടെ വന്ന് റെസ്റ്റ് ചെയ്തിട്ട് വീണ്ടും പോകണം. ചിലപ്പോൾ 2 ദിവസം ഓഫ് കിട്ടിയ ആവശ്യത്തിന് ഔട്ടിങ്ങിന് എവിടെയും പോയി ഷോപ്പിങ്ങിന് പോയി എവിടെയെങ്കിലും വന്നാൽ അത്രയായി.
അവിടെ പുതിയ സ്ഥലം അങ്ങനെ എല്ലാവരും നെതർലാൻഡ്സ് ആയാലും യൂറോപ്യൻ കൺട്രി ആണെങ്കിലും അവിടെ ഒന്നും അധികം കാണാനില്ലെങ്കിലും പുതിയ അറ്റ്മോസ്ഫിയർ നമുക്ക് മനസ്സിലാവും. ഒന്ന് അവിടെ ഇങ്ങനെ എന്താ പറയുക, ജസ്റ്റ് ഒന്ന് അവിടെ ഒന്ന് വലിയടത്ത് പോകുന്നത് അവിടെ വന്ന് വീട്ടിലായിരിക്കും. ഇവിടെ പോയ പോലെ ആയിരിക്കുക. ഇതെങ്ങനെയാണ് അവിടെ പോയിട്ട് ഞാൻ ഇവിടെ പറയണല്ലേ, അത് ഞാൻ ഹയർ സെക്കൻഡറി പാസ്സായെന്ന് പറയണല്ലോ. അപ്പോൾ എനിക്ക് എന്താ അതിൻ്റെ അർത്ഥം? വേറെ പറയേണ്ട കാര്യമില്ല. സർക്കംസിഷൻ ചെയ്യാത്തപ്പോൾ പോയ പോലെയല്ല. സർക്കംസിഷൻ ചെയ്തിട്ട് ഇവിടുത്തെ കാര്യങ്ങൾ കഴിഞ്ഞിട്ട് പുതിയ തലത്തിലേക്ക് വന്ന കാര്യങ്ങളും അവിടെ ഇവിടെ പോയിട്ടാണ് പോണത് പിന്നെ. അപ്പം അങ്ങനെയൊന്നും വേറെ രീതിയിൽ പോകേണ്ട കാര്യമില്ലേ. അപ്പം ആ രീതിയിൽ സംസാരിക്കണ രീതിയിലാണ് വരുന്നത്. അതിപ്പോൾ ഞാനിവിടെ അവിടെ നിന്ന് പോയില്ലെങ്കിലും പോയാലും ഇവിടുത്തെ കാര്യം പറയുകയാണെങ്കിലും ഞാൻ ഗോവയുടെ കാര്യം പറയില്ലേ. എവിടെയും യൂറോപ്പിൽ എവിടെയെങ്കിലും പുറത്തേക്ക് പോണതിൻ്റെ തല ദിവസം രാത്രിയാണ് ഞാനത് പറയുന്നത് ഇവിടെ. ഇതൊക്കെ എത്ര വർഷം പറഞ്ഞു ഗോവയിൽ യൂറോപ്പിൻ്റെ നേച്ചർ ഞാൻ അവിടെ മനസ്സിലാക്കിയ കാര്യമാണ്. നിങ്ങളെ ആദിവാസികൾ 1960 ജനിച്ചവരും 1948 ജനിച്ചവരാണോ അവിടെ പോയത്? 10 വർഷം ജീവിച്ചത് ജനിച്ചപ്പോൾ തൊട്ട്. മുസ്ലിംസും ഹിന്ദുസും റോമൻ കാത്തലിക്സ് ആണോ പഴകിയവർ? ഒരു സമയത്ത് ജനിക്കാന്നുള്ള പെർഫെക്ഷൻ ഒന്ന് മനസ്സിലാക്കാനുള്ള ബോധമല്ലേ? ക്രിസ്ത്യാനിറ്റിനെ കുറിച്ച് വാല് മൂടറിയില്ല, അത് വേറെ കാര്യം അവർക്ക്. എടാ നിന്റെ ഹിന്ദു മണ്ടൻ ശിവനല്ല ക്രിസ്ത്യാനിറ്റി എന്ന് പറഞ്ഞേ. അല്ലെങ്കിൽ 20 സെഞ്ചുറി മുമ്പ് പറഞ്ഞേനെ ഈ പഴകിയ മെറ്റീരിയലിസ്റ്റിക് മണ്ടൻ ശിവനും മന്ദബുദ്ധി അയ്യപ്പനും മണ്ടൻ വിഷ്ണുവാണ് 20 സെഞ്ചുറി മുമ്പ്. ശിവൻ ജനിച്ചിട്ട് 20 വർഷം കുടിച്ചിട്ട് അകടിച്ച് നടക്കുന്നത്. ശരിയാ, ചെഗുവേര കുടിച്ചിട്ട് അകടിച്ചാണ് ചെഗുവേര. പിണറായി വിജയൻ കഴിഞ്ഞിട്ട് 20 വർഷം. 21 സെഞ്ചുറി. അവർ ജനിച്ചിട്ട് 21 സെഞ്ചുറി ആയി. മണ്ടശിവൻ ആലോചിച്ചിട്ട് ഹിന്ദി കുട്ടിയും മലയാളം അറിയാത്തവരെയും തമ്മിൽ പോലീസ് നടക്കുന്നുണ്ട്. ഹിന്ദി കുട്ടിയും മലയാളി പാൻപരാഗും. എന്നിട്ട് ഞങ്ങൾ തമ്മിൽ കൊല്ലിച്ച് നടന്ന് കുടിച്ചിട്ട് അകടിച്ച് നടന്നു. ധൈര്യമില്ലാണ്ട് കഴുത്തിന് വെട്ടേറ്റ് കഴിഞ്ഞാൽ സ്ത്രീകളും വിചാരിക്കും കഴുത്തിന് വെട്ടേറ്റ് ചാവുന്നത് ഡ്രഗ് അടിച്ച് നടക്കുന്നത് ഭയങ്കര ധൈര്യമാണ്. ജീവിക്കാൻ ധൈര്യമില്ലാത്തവരാണ് ധൈര്യമില്ലാണ്ട് ഇങ്ങനെ കുടിച്ചിട്ട് അകടിച്ച് നടക്കുക. മലയാളി MDMA നിങ്ങൾക്ക് സാധാരണ പോലെ ചിന്തിക്കാറിയില്ലേ? എൻ്റെ മലയാളി MDMAയും അതാണ് ആൾക്കാർക്ക് ഇതുള്ളത് അല്ലേ. മിസ്കമ്മ്യൂണിക്കേഷൻ, നാവിന്ന് വളി വിട്ടിട്ട് പറയിപ്പിച്ച് പറയണത്, മൈക്കിൽ പറഞ്ഞ ബൈഹാർട്ട് പറയുന്നത്, പറയിപ്പിക്കാണ്ട് പറയാറിയില്ല. സ്വന്തമായിട്ട് വെച്ചടിച്ച് നടക്കാറിയില്ല. 23 കിലോമീറ്ററെങ്കിലും അവിടെ AC കിടന്നുറങ്ങും. കുടിച്ചിട്ട് അകടിച്ച് ബോധമില്ലാണ്ട് 23 കിലോമീറ്റർ അതൊന്നും അറിയില്ല. ബോധമില്ലാണ്ട് കിടന്നുറങ്ങിയിട്ട് മലയിൽ കുളിക്കുകയും കൂടി ഒന്നും അറിയില്ല അവർക്ക്. എന്നിട്ട് തമ്മിൽ കൊല്ലിച്ചിട്ട് ഹിന്ദിക്കാർ മലയാളി MDMA പാൻപരാഗിനെ മണ്ടന്മാരാക്കും. മലയാളി പാൻപരാഗ് ഹിന്ദി കുട്ടികളെ ഹിന്ദുസിനെ മുസ്ലിംസ് റോമൻ കാത്തലിക്സും വിപരീതം ചെയ്ത് ബൈബിളൊന്നും മുഴുവൻ വായിക്കാണ്ട് തമ്മിൽ കൊല്ലിച്ചിരിക്കും. എന്നിട്ട് അതാണ് ആൾക്കാർക്ക് ഇതുള്ളത്. ഞങ്ങൾ പിടിച്ചു നിന്നു. എല്ലാം ആൾക്കാർക്ക് ഇതില്ലാത്ത കാര്യങ്ങൾ ചെയ്യണേ. എന്നിട്ട് തമ്മിൽ കൊല്ലിച്ച് നടന്നു. എന്നിട്ട് ഡ്രഗ് അടിച്ച് കുടിച്ച് നടന്നിട്ട് ഇതാണ് ആൾക്കാർക്ക് ഇതുണ്ടെന്ന് പറയുന്നത്. ഇതിന് പിടിച്ച് നിൽക്കാന്ന് പറയാൻ പറ്റുമോ? എന്നിട്ട് ഞങ്ങളിങ്ങനെ ഹിന്ദിക്കാർക്കൊന്നും മലയാളം അറിയില്ല, ഇതിനെക്കുറിച്ച് ഇപ്പോഴത്തെ പുതിയ കാര്യങ്ങളൊന്നും അറിയില്ല. അപ്പോൾ ഞങ്ങൾ ഹിന്ദി കുട്ടികൾ അത് ഞങ്ങൾ മണ്ടന്മാരാക്കിയെന്നാണ് അവരുടെ വിചാരം. അങ്ങനെയാണെങ്കിൽ ഞാൻ എല്ലാവരെയും കുറിച്ച്, എൻ്റെ വീട്ടുകാരെ കുറിച്ച്, എന്നെക്കുറിച്ച്, എല്ലാവരെയും കുറിച്ച് ഇവിടെ വിഡിത്തം പറഞ്ഞിരിക്കണ്ടേ? അപ്പം കുടിച്ചിട്ട് കളിച്ച് തമ്മിൽ കൊല്ലിച്ച് പറയിപ്പിച്ച് വൃത്തികെട്ട വളിവിട്ട നാം പറഞ്ഞിരിക്കണ്ടേ ആദിവാസികളെ പോലെ? കുറേ ആദിവാസി സ്ത്രീകളും നിങ്ങളും എല്ലാവരും കൂടി എന്നോട് ബാക്കിയുള്ളവരെ കുറിച്ച് എന്നെക്കുറിച്ചും ബാക്കിയുള്ള എൻ്റെ അടുത്ത് വന്ന് സംസാരിക്കണ്ടേ, നരി നീക്കണ്ടേ? യാതൊരു ഉണ്ടായിട്ടില്ലേ? പിന്നെ എങ്ങനെയാണ് നിങ്ങളെ കുറിച്ച് തമ്മിൽ കൊല്ലിക്കിച്ച് നടക്കുന്നത്? ഇവിടെ ആൾക്കാർക്ക് ഇതിലുള്ള കാര്യം പറയുമ്പോൾ, പിടിച്ചിട്ടുള്ള കാര്യം പറയുമ്പോൾ, ആദ്യമേ തൊട്ടുള്ളത് പുനരുദ്ധരിക്കാനുള്ള കാര്യം വരുമ്പോൾ നിങ്ങൾ ചെയ്യുന്നത് നേരെ വിപരീതം പറയണത്. ക്രിസ്ത്യാനിറ്റിയെ കുറിച്ച് വാലുകൂടെ അറിയാത്തവർ ആൽഫ ഒമേഗകളുടെ പുനരുദ്ധരിച്ച് 300 വർഷം എന്തെങ്കിലും 3000 വർഷം എന്ന് എഴുതി നിൽക്കുമ്പോൾ അതിൽ നിത്യായുസ് കൊണ്ടുവരേണ്ട രീതി പറയുമ്പോൾ നിങ്ങൾ തമ്മിൽ കൊല്ലിച്ച് പിടിച്ച് നിൽക്കാന്ന് പറയുന്നത് അതാ പറഞ്ഞിരിക്കുന്നുണ്ട്. മെറ്റീരിയലിസ്റ്റിക് മണ്ടശിവനെ ആരാധിച്ചിട്ട് അന്ന് മന്ദബുദ്ധി അയ്യപ്പനെ നരക്കി നീക്കിയിട്ട് അതിനെ ആരാധിക്കാന്ന് പറയാൻ പറ്റില്ലേ? മലയാളം ആര് വേണം സംസാരിക്കും. ഹിന്ദുസും മുസ്ലിംസും മലയാളി ജർമ്മനിയിലുള്ളവരെ മലയാളം സംസാരിക്കും. ജർമ്മനിയിലുള്ള ഫോറിനേഴ്സ് കേട്ടിട്ടില്ലേ? AI ടൂളും അങ്ങനത്തെ അല്ലേ മറ്റേ സാധനം വരെ സംസാരിക്കുന്നത്. എന്നിട്ട് ഹിന്ദി കുട്ടികളെ മലയാളം അറിയില്ല, ഇവിടുത്തെ പുതിയതൊന്നും അറിയില്ല. മലയാളി MDMAനെയും മലയാളി പാൻപരാഗും ഹിന്ദി കുട്ടിയും തമ്മിൽ കൊല്ലിച്ചിട്ട് മണ്ടശിവനെ ആരാധിച്ചിട്ട് പഴകിയതിനെ ആരാധിച്ചിട്ട് ഞങ്ങൾ ആൾക്കാർക്ക് ഇതുള്ളവരാ
ഞങ്ങൾ ഭയങ്കര കുടിച്ചിട്ട് അകടിച്ച് നടന്ന് ധൈര്യമില്ലാണ്ട് എരുന്ന് പൊട്ടിച്ചാകും. കൊടവയറും പെട്ടതലയായിട്ട് മൂത്ര തടസ്സം വണ്ടിയും വെച്ചിട്ട് ഞങ്ങൾ കുറേ നാൾ കുരുട്ടുമോതയും വെച്ചിട്ട് കുറേ പറയിപ്പിച്ച് പറഞ്ഞ് ഡ്രഗ് അടിച്ച് ഞങ്ങൾ ഹിന്ദിക്കാരെ വരെ തമ്മിൽ കൊല്ലിച്ച് വേണ്ട കാര്യങ്ങൾ ചെയ്തിട്ട് തമ്മിൽ കൊല്ലിച്ച് അരുന്ന് പൊട്ടി കാമിച്ച് കൊല്ലിച്ചിട്ട് കിടക്കും. എന്നിട്ട് ഡ്രഗ് അടിപ്പിച്ചിട്ട് ബോധമില്ലാത്ത മലയാളമൊന്നും ഇവർക്കും ശരിക്കുള്ള കാര്യങ്ങൾ ഇവിടുത്തെ കാര്യങ്ങളൊന്നും അറിയില്ല. എങ്ങനെ എന്താ പറയണേ, ആര് കോപ്പി ചെയ്യണേ, ഏത് നാച്ചുറലായിട്ട് വന്നതിന് കൃത്രിമം കാണിക്കാമെന്ന് അവർക്ക് അറിയില്ല. കുറേ ഹിന്ദി കുട്ടികൾ ഞങ്ങൾ മലയാളി പാൻപരാഗ് എന്നിട്ട് തമ്മിൽ കൊല്ലിച്ച് എന്നിട്ട് ഞങ്ങളാണ് പിടിച്ച് നിൽക്കുന്നത്. വണ്ടശിവനെ ആരാധിച്ചിട്ട് ഖുറാന് വായിച്ച് തമ്മിൽ അടികൂടി കുടിച്ച് ഡ്രഗടിച്ച് നടന്നിട്ട് ആൾക്കാർക്ക് ഇതില്ലാത്ത കാര്യങ്ങൾ ഞങ്ങൾ ചെയ്യണമെന്ന് അറിയാം കൊല്ലിച്ച. പക്ഷെ ഞങ്ങളാണ് ആൾക്കാർക്ക് ഇതുള്ളത്. എൻ്റെ വളഞ്ഞ ചിരിച്ചിട്ട് മൈക്കിൽ ആരോ പറയിപ്പിച്ചിട്ട് ബൈഹാർട്ടാക്കി പറഞ്ഞിരിക്കും പഴകിയവർ, കൊടവയറുള്ളവർ. അതിൻ്റെ അവരുടെ തെറ്റാണ് അവരുടെ ശരി. എന്നിട്ട് കുറേ സ്ത്രീകൾ വിചാരിക്കും ഒരു വെട്ടായിട്ട് ഡ്രഗ് അടിച്ച് പിടിച്ച് കഴുത്തടിച്ച് ചെഗുവേറയുടെ പോലെ കന്നാബീസ് അടിച്ച് അഡിക്റ്റ് അടിച്ച് അരുന്നൂട്ടി ചത്ത. കന്നാബീസ് ഞങ്ങളാണ് ആൾക്കാർക്ക് ഇതുള്ളത്. കന്നാബീസ് കഴിച്ച് അഡിക്റ്റായിട്ട് ധൈര്യമില്ലാണ്ട് ജീവിക്കാൻ ആഗ്രഹമില്ലാണ്ട് ചത്ത്. ഇതാണ് പിടിച്ച് നിൽക്കാന്ന് പറഞ്ഞാൽ. കുറേ റോമൻ കാത്തലിക്കും ഹിന്ദുസും മുസ്ലിംസും ഇതൊക്കെ കണ്ട് മണ്ടശിവനെ അരച്ചിട്ട് ഖുറാനും വായിച്ച് തമ്മിൽ അടികൂടി റോമൻ കാത്തലിക്ക് വിപരീതം ചെയ്ത് സീജറോയികൾ തമ്മിൽ കൊല്ലിച്ച് ആത്മഹത്യ ചെയ്യണവരുണ്ട്. ആത്മഹത്യ ചെയ്ത് കൊല്ലിക്കണവർ. അതാണ് പിടിച്ച് നിൽക്കാന്ന് പറഞ്ഞാൽ. ആത്മഹത്യ ചെയ്ത് തമ്മിൽ കൊല്ലിച്ചിട്ട് അരന്ന് കൂട്ടി ചത്തു കഴിഞ്ഞാൽ എങ്ങനെയാണ് അത് പിടിച്ച് നിൽക്കാന്ന് പറയാൻ പറ്റുക? ഒരു കാര്യം ചെറുപ്പത്തിൽ ആദ്യമേ തൊട്ടുള്ള ആൽഫ ഒമേഗ ആ നിത്യാസത്തിന് വേണ്ടി യത്നിക്കുക, പുതിയ പുതിയ ഐഡിയാസ് കൊണ്ടുവരിക. ക്രിസ്ത്യാനിറ്റി എന്ന് പറഞ്ഞ റിലീജിയനല്ല, മണ്ടൻ റിലീജിയനല്ല, പഴയ റിലീജിയനല്ല, പുതിയതിനെ കാണാം. അപ്പോൾ അതിനനുസരിച്ച് വരുമ്പോഴാണ് മണ്ടൻ റിലീജിയന് പോയി മണ്ടൻ ശിവനെ പോയിട്ട് നിത്യായുസിൻ്റെ കാര്യങ്ങൾ കൊണ്ടുവരാണത്. അതിനെ പിടിച്ച് നിൽക്കാന്ന് പറയാം എത്ര ബുദ്ധിമുട്ടുണ്ടെങ്കിലും. അപ്പോൾ ഞങ്ങൾ മണ്ടശിവനെ പറഞ്ഞിട്ട് ഞങ്ങൾ കുടിച്ചിട്ട് അകടിപ്പിച്ച് തമ്മിൽ കുറേ കാത്തലിക് ഹിന്ദു മുസ്ലിംസ് വിപരീതം ചെയ്ത് തമ്മിൽ അടികൂടി ഖുറാനെ വായിച്ച് മണ്ടൻ ശിവനെ ആരാധിച്ചിട്ട് തല്ലി ഉടയ്ക്കാണ്ട് തമ്മിൽ അടികൂടാനല്ല പറയുന്നത്. ഒരു അടികൂടി തമ്മിൽ കൊല്ലിച്ചിട്ട് ആത്മഹത്യ ചെയ്യാൻ പ്രേരിപ്പിച്ചിട്ട് തമ്മിൽ കൊല്ലിച്ച് ഹിന്ദി കുട്ടികളും മലയാളി പാൻപാരൊക്കെ നടക്കുന്നുണ്ട്. എന്നിട്ട് ഞങ്ങൾ മണ്ടശിവനെ ആരാധിച്ചിട്ട് അതാണ് ഞങ്ങൾ ആൾക്കാർക്ക് ഇതുള്ളത്. അതൊന്നും പിടിച്ച് നിൽക്കുന്നതല്ലാതെ ഞങ്ങൾക്കറിയാം. പക്ഷെ ഞാൻ അതാണ് പിടിച്ച് നിൽക്കുന്നത്. എന്നിട്ട് തമ്മിൽ കൊല്ലിച്ച് അടികൂടി രാഷ്ട്രീയം പറഞ്ഞ് ആരും പറയിപ്പിച്ച് പറഞ്ഞ് ഞങ്ങൾ ഇല്ലാണ്ടാവും. മാറാൻ നോക്ക്. ക്രിസ്ത്യാനിറ്റിക്ക് മാറാനല്ല, സ്വയം തല്ലുടക്കി നിർജീവമായതും നശ്വരമായതിനും. എന്നിട്ട് കുടിച്ചിട്ട് അകടിച്ച് നടന്നത് അതാണ് ആൾക്കാറ്റുള്ളത്. ഞങ്ങളെന്നിട്ട് കൊടവയറ് വരും, പെട്ടതല വരും, കുടിച്ചിട്ട് അകടിച്ച് നടന്നിട്ട്. എന്നിട്ട് നമ്മുടെ സ്ത്രീകളുടെ വിചാരം കഴുത്തിട്ട് വെട്ടേറ്റ് ഞങ്ങൾ ചത്താലും കന്നാബീസ് അടിച്ച് അഡിക്റ്റായിട്ട് ചത്താലും മൂത്ര തടസ്സം വണ്ടി വെച്ച് നടന്നാലും ഞങ്ങൾ പെട്ടതല വേറെ എന്താണ്, അതാണ് ആൾക്കാറ്റുള്ളത്. തമ്മിൽ കൊല്ലിച്ച് നാവിന്ന് വളി വിട്ട് ഹിന്ദുസും ഹിന്ദിക്കാരും മലയാളം അറിയാത്തവരും ഇപ്പോഴത്തെ പുതിയതിനെ കുറിച്ച് അവർക്ക് അറിയില്ല എന്നാൽ ഞങ്ങൾക്കറിയാം. എന്നിട്ട് മലയാളി MDMയും മലയാളി പാൻപാരാഗ് തമ്മിൽ കൊല്ലിച്ചു. അത് ഞങ്ങൾക്ക് പിടിച്ചിരിക്കുന്നതല്ല എന്നറിയാം. അപ്പം ആത്മഹത്യ ചെയ്യിപ്പിക്കുന്നതും ഹിന്ദുസും റോമൻ കാത്തലിക്സ് പെട്ടതലയാവുന്നതും മുസ്ലിംസ് ഖുറാനും വിപരീതം ചെയ്യണ റോമൻ കാത്തലിക്സും ബൈബിൾ മുഴുവൻ വായിക്കാണ്ടേ. എന്നിട്ട് അതാണ് ആൾക്കാരായിട്ട് ഇതുള്ളത്. നിത്യായുസിന് വേണ്ടി എത്തിക്കാണ്ട് തമ്മിൽ കൊല്ലിച്ച് ആത്മഹത്യ ചെയ്യിപ്പിക്കാൻ പ്രേരിപ്പിക്കുന്നതൊക്കെയാണ് റോമൻ കാത്തലിക്കും ഹിന്ദു മുസ്ലിമും വിപരീതം ചെയ്യാൻ പ്രേരിപ്പിക്കുന്നതാണ് ഞങ്ങൾ ആൾക്കാരായിട്ട് ഇതുള്ളത്. ഞങ്ങൾക്കത് ആൾക്കാരായിട്ട് ഇതുള്ളതല്ല എന്നറിയാം. പക്ഷെ നമ്മൾ അത് പിടിച്ച് നിൽക്കുന്നതല്ല എന്നറിയാം. ഇതാണ് മെറ്റീരിയലിസ്റ്റിക് ഫ്രോഡ് സർട്ടിഫിക്കറ്റ് മേടിച്ച് ഫ്രോഡ് ജോലി ചെയ്ത് തമ്മിൽ കൊല്ലിച്ച് നടക്കുന്നത്. ഹിന്ദി കുട്ടികളും മലയാളി പാൻപരാഗും തമ്മിൽ ഹിന്ദുസും ഹിന്ദിയും തമ്മിൽ കൊല്ലിക്കുന്നതാണ് ആൾക്കാരായിട്ട് ഇതുള്ളത്. അത് ആൾക്കാരായിട്ട് ഇതുള്ളതല്ല എന്ന് ഞങ്ങൾക്കറിയാം. പിന്നെ അത് പിടിച്ച് നിൽക്കുന്നതല്ല എന്നറിയാം. പക്ഷെ സ്ത്രീകളുടെ വിചാരം ബുദ്ധിയില്ലാത്ത സ്ത്രീകളല്ലേ ഫക്ക് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കണവർ. അവരുടെ വിചാരം അങ്ങനെയാണ്. എന്നിട്ട് തമ്മിൽ കൊല്ലിച്ച് നടക്കുന്നതാണ് ചെകുത്താൻ വെട്ടികൾ. പിടിച്ച് നിന്നിട്ട് അത് തമ്മിൽ കൊല്ലിച്ച് ആത്മഹത്യ ചെയ്യിപ്പിക്കുന്നത് പിടിച്ച് നിൽക്കുന്നതല്ല, ആൾക്കാറ്റ് ഇതുള്ളതല്ല, അതെല്ലാം അറിയാം. പക്ഷെ ഞങ്ങൾക്ക് അതാണ് ആൾക്കാറ്റ് ഇതുള്ളത്. പിടിച്ച് നിൽക്കുന്നത് ജയ് BJP തീട്ട BJP കൊണ്ട് നടന്ന് ഫ്രോഡ് സർട്ടിഫിക്കറ്റ് മേടിച്ച് നടക്കുന്നതാണ് ഞങ്ങൾക്ക് ആൾക്കാറ്റ് ഇതുള്ളത്. ശരിക്കുള്ള കാര്യം യത്നിച്ച് ആദ്യമേ തൊട്ടുള്ള കാര്യങ്ങൾ അറിയില്ല. കുറേ മുസ്ലിംസും ഷൂർക്കാരും നടക്കുന്നുണ്ട് ശിഖണ്ഡികളെ ആരാധിച്ചിട്ട്. ഇതാണ് ആൾക്കാറ്റ് ഇതുള്ളത്. ജീവനില്ലാത്തവരെ ആരാധിച്ച് അതിന് തല്ലുടയ്ക്കാണ്ട് തമ്മിൽ അടികൂടി പറയിപ്പിച്ച് പറഞ്ഞ് ഡ്രഗ് അഡിക്ട്സിനെയും പറഞ്ഞ് ധൈര്യമില്ലാണ്ട് ശോഷിച്ച വാക്കുകൾ പറഞ്ഞ് തമ്മിൽ കൊല്ലിച്ച് നടന്ന് ഇതാണ് ഞങ്ങൾ പിടിച്ചു നിന്നത്. ഞങ്ങളുടെ മണ്ടൻ ശിവനാണ് ഞങ്ങളുടെ ദൈവം. ഞങ്ങളുടെ തെറ്റാണ് ഞങ്ങളുടെ ശരി. പോയി ചാവാൻ നോക്കുക. അതാ പറഞ്ഞ നിങ്ങളുടെ പോലെ വെഡ്ഡികളെ മനസ്സിലാക്കി തരാൻ എനിക്ക് ഫീസ് മേടിക്കേണ്ട കാര്യമില്ല എന്ന്.
അതൊരു സമയത്ത് പറയാൻ നിൽക്കും. പിന്നെ ഞാൻ എത്ര വർഷം കഴിഞ്ഞാലും ഒരു ചെറുപ്പം വർഷം കൂടുന്തോറും ഈ ചെറുപ്പം കൂടി കൂടി വരാമെന്ന് ആരോ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെയാണ് അത് മുമ്പ് പറഞ്ഞിട്ടുണ്ട്. ഈ ചെറുപ്പം കൂടി വരുന്നത് അങ്ങനെയാണ്. അല്ലാണ്ട് നിങ്ങൾ പെട്ടതലയും വെച്ചിരുന്നിട്ടുള്ള പഴകിയവരെ ഞാൻ വിചാരിക്കണില്ലേ. പഴകിയ ഡ്രഗ് അടിച്ച് നടക്കണവരെയും തമ്മിൽ തമ്മിൽ കൊല്ലിക്കണവരെയും പിടിച്ച് നിൽക്കാത്തവരെയും ആൾക്കാരെ ഇതില്ലാത്തവരെയും ഞാൻ ഡിപ്പെൻഡ് ചെയ്യണമില്ല. അപ്പോൾ അത് മനസ്സിലാക്കാം. വീണ്ടും ആ മുസ്ലിമും ഖുറാനും അവർക്കായിട്ട് ക്രിസ്ത്യാനിറ്റി ബന്ധമല്ല. ഇടപെടി ക്രിസ്ത്യാനിറ്റി അടി കൂട്ടണവരായിട്ട് ബന്ധമല്ല. പിന്നെ നിർജ്ജീവമായത് തല്ലി ഉടക്കാനാണ് പറഞ്ഞത്. അത് നിങ്ങൾക്ക് പറ്റിയിട്ടില്ല. അതപ്പോൾ ഇതിപ്പോൾ എന്ന് പറയുന്നത് അതുകൊണ്ടാണ്. ഞാൻ പറയുന്നത് ലോകം മൊത്തം കേൾക്കുമ്പോൾ അത് ആരും പറയിപ്പിക്കാണ്ട് പറയണേ. നിങ്ങളെന്താ പൊങ്ങച്ചൊന്നുമില്ലല്ലോ. പൊങ്ങച്ച പറയുന്നത് കുടിച്ചിട്ട് അകടിച്ചിരുന്ന് ബോധമില്ലാണ്ട് കുടിച്ചിട്ട് അകടിച്ചിരുന്ന് ഇല്ലാണ്ടാവും. മണ്ടശിവനെ അരച്ച് തമ്മിൽ കൊല്ലിച്ച് അതാണ് പിടിച്ചെടുക്കാന്ന് പറഞ്ഞ നടന്നിട്ട്. ഇവിടെ ഞാൻ അങ്ങനെ പറയണല്ലേ. കുടിച്ചിട്ട് അകടിച്ച് നടന്ന് തമ്മിൽ ഹിന്ദിക്കാരെ വരെ കുറ്റം പറഞ്ഞ് നടക്കണല്ലേ. അപ്പോൾ നിങ്ങൾ ഒരു ഹിന്ദി ഗാഡിനെ ഗാഡ് എന്ന് പറഞ്ഞിട്ട് വിദ്യാഭ്യാസം ഇല്ലാത്തവരെ പോലെ പറഞ്ഞിട്ട് നിങ്ങൾ അങ്ങനെ ആയിരുന്നു കൂട്ടി വാങ്ങരുത്. നിങ്ങളുടെ പിഴവ് അത് വെളിവാക്കരുത്. അപ്പോൾ ജീവനുള്ള ദൈവം ജലസ് ഗോഡാന്ന് പറയുന്നത് അതുകൊണ്ടാണ്. അല്ലാണ്ട് നിങ്ങളുടെ മണ്ഡൽ ശിവനല്ല ജീവനുള്ള ദൈവം എന്ന് പറയുന്നത്. മനസ്സിലായ? നിങ്ങളുടെ മണ്ഡൽ ശിവനും മന്ദബുദ്ധി അയ്യപ്പനും മണ്ഡല വിഷ്ണു അല്ല, മണ്ഡ സരസ്വതിയും ദുർഗയൊന്നുമല്ല ജീവനുള്ള ദൈവം എന്ന് പറയുന്നത്. മെറ്റീരിയലിസ്റ്റിക് നശ്വരമായതിനെ തല്ലി ഉടയ്ക്കാനാണ് പറഞ്ഞത്. നശ്വരമായത് നിർജ്ജീവമായത് തമ്മിൽ അടി കൂടാനല്ല പറഞ്ഞത്. മുസ്ലിംസ് എന്താ പറയുക? ഖുറാനെ വായിച്ചിട്ട് അടി കൂടി നടക്കുന്നല്ല പറയുക അല്ലേ? ആ ബോധം അതിന് കാണിക്കും. പെണ്ണുങ്ങൾ വരെ അടി കൂടി നടക്കുന്നുണ്ട് വിദ്യാഭ്യാസം ഇല്ലാത്തവർ. ഈ ആദിവാസി സ്ത്രീ അങ്ങനെയാണ് ഇറങ്ങിപ്പോയത്. പെണ്ണുങ്ങൾ കണ്ടിട്ട് ഇറങ്ങിപ്പോയില്ല. ഹിന്ദി കുട്ടികളെ കണ്ടിട്ട് നിങ്ങൾ തമ്മിൽ കൊല്ലിച്ച് നടക്കണ പോലെ അല്ലത്. എന്നിട്ട് കൊല്ലിച്ച് നടന്നിട്ട് അത് പിടിച്ച് നിൽക്കലല്ലത്. ആത്മഹത്യ പ്രേരിപ്പിക്കുന്നതും ഹിന്ദു മുസ്ലിം റോമൻ കാത്തലിക് പോലെ. അതുപോലെ ഗോവ എന്ന് പറയുന്നത് നിങ്ങളുടെ പോലെ വീടുകളെ ഡിപ്പെൻഡ് ചെയ്യണല്ലേ. ഗോവ എന്ന് പറയുന്നത് ഹോളിവുഡ് ഓഫ് ഇന്ത്യ എന്ന് ചിലയിടത്ത് കാണിക്കും. പക്ഷെ അത് മുംബൈനടുത്ത് ഗോവ അങ്ങനെ. പക്ഷെ മുംബൈ പ്രത്യേകിച്ച് അങ്ങനെയല്ല. എന്നുവെച്ചാൽ ഒരു ഹിന്ദു റിലേറ്റഡ് ആണ്. ഗോവയിൽ കൂടുതൽ ക്രിസ്ത്യൻസ് ഉണ്ടെങ്കിലും പാർട്ടി ലൈഫ് പോർച്ചുഗീസ് ഇൻഫ്ലുവൻസ് ഉണ്ടെങ്കിലും യൂറോപ്യൻ ഇൻഫ്ലുവൻസ് ഉണ്ടെങ്കിലും ഗോവയെ ചിലവർ ഹോളിവുഡ് ഓഫ് ഇന്ത്യ എന്ന് പറയും. അവിടുത്തെ ക്ലീൻ ബീച്ച് ഏരിയ. പിന്നെ തൃശ്ശൂരും പ്രത്യേകിച്ച് ക്ലീൻ അങ്ങനെയാണ്. അപ്പോൾ ഞാൻ ആയം പ്രോട്ടപ്പം ഗോവ തൃശ്ശൂർ എന്ന് പറഞ്ഞാൽ മതി. ചിലർ മിസ്റ്റേക്ക് ആവും മുംബൈ ഹോളിവുഡ് ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനത്തെ കുറേ കാര്യങ്ങളുണ്ട്. ഗോവയും തൃശ്ശൂരും പ്രത്യേകത ഉണ്ട്. അപ്പോൾ ആ രീതിയിലേക്കാണ് പോണത്. അതുകൊണ്ട് നിങ്ങൾ ഹിന്ദി കുട്ടിക്ക് അവിടെ വരണല്ലേ. നിങ്ങളിപ്പോഴും നിങ്ങൾ ഹിന്ദു രീതിയിലാണ് ചിന്തിക്കുന്നത്. അത് മാറ്റാൻ പഠിച്ചില്ലെങ്കിൽ നിൻ്റെ പോലത്തെ വെഡീനെ ഡിപ്പെൻഡ് ചെയ്യണില്ലെന്ന് നീ വിസ്മരിക്കും. വാക്കുകൾ സൂക്ഷിച്ച് വയ്ക്കാൻ പഠിക്കുക. നീ പറയുന്നെങ്കിൽ കൊള്ളുന്നുണ്ടെങ്കിൽ ഞാൻ ചെയ്യുന്നത് തെറ്റായിരുന്നെങ്കിൽ ഞാനാണ് നിനക്ക് പകരം ഹിന്ദി കുട്ടിക്കും കഴിച്ച് ഡ്രഗ് അടിച്ച് നടക്കേണ്ടത്. മലയാളി പാൻപാരാകും നിന്നെ മണ്ടശിവനെ അരച്ചിട്ട്. മുസ്ലിംസായ മാമക്കോയകൾ വരെ മണ്ടശിവനെ അരച്ച് നടക്കുന്നുണ്ട്. എന്തിനു വേണ്ടിയാണെന്ന് എനിക്കാനറിയില്ല. പറയിപ്പിച്ച് പറയണവരും ഡ്രഗ് അടിച്ച് നടക്കണവരും കൈയടിപ്പിക്കാനും. നിങ്ങളോ തെറ്റ്, നിങ്ങളുടെ നാവോ തെറ്റ്. ആയിരുന്നു കുട്ടി വാങ്ങടന്നിട്ട് അതിനെ പിടിച്ച് നിൽക്കാന്ന് പറഞ്ഞാൽ ഒരിക്കലും പിടിച്ച് നിൽക്കലാവില്ല. കുടിച്ചിട്ട് അകടിച്ച് നടന്നിട്ട് അതാണ് ആൾക്കാരുടെ ഇതുണ്ടെന്ന് പറയുന്നത്. അതൊരിക്കലും ആൾക്കാരുടെ ഇതുള്ളതാവില്ല. തമ്മിൽ ആത്മഹത്യ പ്രേരിപ്പിച്ചിട്ട് കൊല്ലിച്ചവനെ കൊണ്ട് കളിയാക്കി ചിരിച്ച് തമ്മിൽ കൊല്ലിച്ചിട്ട് ഹിന്ദുവും റിലീജിയനും മുസ്ലിമും റോമൻ കാത്തലിക്കും വിപരീതം ചെയ്തിട്ട് അത് സ്ത്രീകളുടെ ഇടയിൽ തമ്മിൽ കൊല്ലിച്ച് ആത്മഹത്യ പ്രേരിപ്പിച്ചിട്ട് വെട്ടിട്ട് ചത്തിട്ട് ധൈര്യമില്ലാണ്ട് ചത്തിട്ട് അതാണ് ധൈര്യം എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. പെട്ടതലയും കൊണ്ട് കൊടവയറും കൊണ്ട് മൂത്രത്തടസ്സം വണ്ടി കൊണ്ടുവന്നിട്ട് എന്തുകൊണ്ടാണിത് കുടിച്ചിട്ടകടിച്ചിട്ട് ധൈര്യമില്ല ജീവിക്കാൻ ആഗ്രഹമില്ല. സ്വന്തം തന്ത ആയിരുന്നു കൂട്ടി ചത്തിട്ട് കുടിച്ചിട്ട് അകടച്ചിട്ട് വിപരീതം ചെയ്തിട്ട് റോമൻ കാത്തലിക്ക് ഹിന്ദുസും മുസ്ലിംസും ശിഖണ്ഡികളെ അരച്ച് ഖുറാനും അവൻ്റെ അടി കൂടാണ് ഖുറാനും എല്ലാം കൊണ്ട് നടന്നിട്ട് മുസ്ലിംസ് അല്ല ക്രിസ്ത്യാനിറ്റി എന്ന് പറഞ്ഞ് മനസ്സിലാക്കി തന്നിട്ടും വീണ്ടും ആ വിഡിത്തം റിപ്പീറ്റ് ചെയ്ത് ആയിരുന്നു കൂട്ടി ചത്തിട്ട് അതിന് ധൈര്യം എന്ന് ആരും പറയില്ല. സ്ത്രീകളെ നിങ്ങളെ ബോധിപ്പിച്ചിട്ട് കാര്യമില്ല. പിന്നെ അങ്ങനത്തെ കാര്യങ്ങളായതുകൊണ്ട് നിങ്ങൾ ഹിന്ദി കുട്ടിനെ ഹിന്ദി പാൻപരാഗ് മലയാളി പാൻപരാഗ് തമ്മിൽ കൊല്ലിച്ച് ആത്മഹത്യ പ്രേരിപ്പിക്കുന്നത് ഒരിക്കലും പിടിച്ച് നിൽക്കണതാവില്ല. പിടിച്ച് നിൽക്കാന്ന് പറഞ്ഞാൽ എന്താ? ഒന്നിൽ അധിഷ്ഠിതമായി നിൽക്കുക. എന്നിട്ട് മെറ്റീരിയലിസ്റ്റിക് ചഞ്ചലമായത് മണ്ഡശിവൻ്റെ പൂരാടവും എല്ലാം ഒരു തരം മന്ദബുദ്ധികളായ ഏപ്പന്മാരെയും കുടിച്ചിട്ട് അകടിപ്പിച്ച് തമ്മിൽ കൊല്ലിച്ച് നടക്കുന്നത് അതൊരിക്കലും ആൾക്കാരുടെ ഇതുള്ളതല്ല.
അതാണ് ഞാൻ മുമ്പ് പറഞ്ഞിരുന്നത്. പിടിച്ചു നിൽക്കുന്നതല്ല, പിടിച്ചു നിൽക്കുന്നത് ആദ്യം തൊട്ടുള്ളത് നിത്യായുസിന് വേണ്ടി പ്രേരിപ്പിക്കുന്നത്, അതിനുവേണ്ടി പുതിയ ഐഡിയാസ് കൊണ്ടുവരുന്നത്, ക്രിസ്ത്യാനിറ്റി റിലീജിയൻ അല്ലാത്തതിന് അധിഷ്ഠിതമായി നിന്ന് കാര്യങ്ങൾ ചെയ്ത് എത്ര ബുദ്ധിമുട്ടുണ്ടെങ്കിലും മനസ്സിലാക്കി ചെയ്യുക. ഒരു പ്രായം തികവെത്തുമ്പോൾ പുര നിറഞ്ഞതെന്ന് നിങ്ങളുടെ ലാംഗ്വേജിൽ പറയും. ഒരു പ്രായത്തിൻ്റെ തികവെത്തുമ്പോൾ അതിൽ നിറവേറ്റുക ഓരോ പരിധി, സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ്. അതിനെ അധിഷ്ഠിതമായി നിൽക്കുന്നതിലാണ് അതിൽ എന്താ പറയണ പിടിച്ചു നിൽക്കാമെന്ന് പറഞ്ഞാൽ. അടുത്ത് മാറ്റം കൊണ്ടുവരാം, ബാക്കിയുള്ളവർക്ക് മാറ്റം കൊണ്ടുവരാം, ഇങ്ങോട്ട് മാറ്റം കൊണ്ടുവരാം. ഷോർട്സ് വാക്കുകൾ പറയാണ്ട്, തിരിച്ച് പ്രതീക്ഷിക്കാണ്ട് പങ്കുവയ്ക്കുക, ഷോർട്സ് കഴിക്കാണ്ട്. അപ്പോൾ ഇനി ഇത് കാര്യത്തിലേക്ക് വരാം. ഡോർമിറ്ററി ആവുന്നതായിരിക്കും നല്ലത്. ഡോർമിറ്ററി എന്ന് പറഞ്ഞാൽ ഒരു 50 പേര് ഡോർമിറ്ററി ഉണ്ടെങ്കിൽ ആരെന്താ അവരെ കാണാമെന്ന് എല്ലാവർക്കും അറിയാം. ആരും അങ്ങനെ ചെയ്യാൻ നിൽക്കില്ല. കുടിച്ചിട്ടൊക്കെ സ്ഥലത്ത് അങ്ങനെ നിൽക്കുന്നില്ലെങ്കിലും പകുതി വേറെ ഉണ്ടെങ്കിലും ഒരു രീതിയിൽ നമ്മൾ ജോലിയും ബാക്കി കാര്യം സംസാരം മാത്രമേ ഉണ്ടാവുള്ളൂ. നമ്മൾ വയസ്സന്മാരും കൂടെ നമുക്ക് താല്പര്യമില്ല, അങ്ങനെ ചെയ്യില്ല. അവരുടെ മരുന്ന് കഴിച്ച മൂത്രതടസ്സമുള്ള അണ്ടിയും കുടവയറും പെട്ടത്തലയും ഒരുതരം രക്തപരത്തിലുള്ള പ്രായം 68-78 വയസ്സുള്ളവരാണെങ്കിൽ നമ്മൾ അതിനെ നിൽക്കില്ല. അതുപോലെ തന്നെ നമ്മൾ ബോയ്സ് സ്കൂളിൽ എന്ന പോലെ ഡോർമെട്രിയിൽ എന്തെങ്കിലും ഉണ്ടെങ്കിലും നമ്മൾ ചെയ്യാനുള്ളത് ചെയ്യും. ദിസ് ഗൈ ഈസ് ഡിഫറെൻറ്റ് ബട്ട് ഹീ ഡസ് ദ തിങ്സ് very differently. Is different but he gets the job done എന്ന് പറയുമ്പോൾ അതിനനുസരിച്ചാണ് പറയുന്നത്. അപ്പോൾ അത് കഴിഞ്ഞ് നമ്മൾ ഒരു കാര്യം പറയുമ്പോൾ സംസാരം മാത്രമേ ഉള്ളൂ. അയാൾ സാമ്പാർ കഴിക്കാൻ ഉണ്ടാക്കാൻ നിൽക്കുമ്പോൾ അവരോട് വെറുപ്പ് തോന്നി, അതല്ല വേണ്ടത്. അയാൾ കുടിച്ച് നടന്നു, തമ്മിൽ പൊലിച്ച് നടക്കുന്നത് പിടിച്ച് നിൽക്കാമെന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ ശരിക്കുള്ള കാര്യം മനസ്സിലാക്കുക. എന്തുണ്ടായില്ലെങ്കിലും ഇല്ലെങ്കിലും കിട്ടിയാലും കിട്ടിയില്ലെങ്കിലും നിൽക്കേണ്ടത് അധിഷ്ഠിതമായി നിന്ന് നിറവേറ്റാനായിട്ട് മനസ്സിലാക്കാൻ ഒരു സമയത്ത് നടക്കുമെന്ന് ശുഭാപ്തി വിശ്വാസം ഉണ്ടാവുക മനസ്സിൽ. അല്ലാണ്ട് ഹിന്ദുസിനെയും മണ്ടൻ ശിവനും ഹിന്ദുസും റോമൻ കാത്തലിക്സും വിപരീതം ചെയ്യണ മുസ്ലിംസിനെ കുറിച്ചല്ല ഇവിടെ പറയുന്നത്, കുരുട്ട് മോന്തകളെ കുറിച്ചല്ല ഇവിടെ പറയുന്നത്. അപ്പോൾ അങ്ങനെയുള്ളവർ മന്ദന്മാരും കുറേ ഹിന്ദി കുട്ടികളും മലയാളി പാൻപാരാകൊന്നത് പറയില്ല. പിന്നെ ഞാൻ പറയാനുള്ളത്, ഡോർമിറ്ററി ആയിരിക്കും നല്ലത്, ഭേദം. അതിനുവേണ്ടി പ്രാർത്ഥിക്കുക. അല്ലെങ്കിൽ ഡോർമിറ്ററി എന്നുള്ള എൻവയോൺമെൻറ്റിൽ താമസിക്കണ പോലെ അങ്ങനെ ചെയ്യുക. അങ്ങനെ ചെയ്താൽ മതി. എനിക്കങ്ങനെ തോന്നണമില്ല. ജസ്റ്റ് സംസാരം മാത്രമാണെങ്കിൽ വേറെ ചെയ്യാനില്ലെങ്കിൽ ചിലപ്പോൾ കറുത്തവർ ചിലപ്പോൾ നമുക്ക് വിചാരിച്ച റേപ്പ് വലിയവരാണെങ്കിൽ ചിലപ്പോൾ തോന്നുമായിരിക്കും. പക്ഷെ അങ്ങനെ തോന്നില്ല. വേറെ എന്തെങ്കിലും ഇംപ്ലിക്കേഷൻസ് ഉണ്ടാവും വിചാരിച്ചിട്ട്, കോംപ്ലിക്കേഷൻ ഉണ്ടെങ്കിൽ ജോലി സ്ഥലത്ത് സ്മൂത്തായിട്ട് നമ്മൾ പെർഫോമൻസ് അനുസരിച്ച് കാര്യങ്ങൾ പാക്കിങ്ങും ലേബലിങ്ങും ഇവിടെയാണെങ്കിലും അവിടെയാണെങ്കിലും സ്കാനിങ്ങും ക്വാളിറ്റി ചെക്ക് ചെയ്യലും ഷിഫ്റ്റിങ്ങും ലോഡിങ്ങും എല്ലാം സ്മൂത്തായിട്ട് പോകണമെങ്കിൽ, നല്ല പണിപ്പെട്ട് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യണമെങ്കിൽ, പിന്നെ അതിനനുസരിച്ച് റെസ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ പാട്ടൊക്കെ കേട്ട് നല്ല മികവിൽ റിലാക്സ് ആയിട്ട് ഇരിക്കണമെങ്കിൽ നല്ലത് വേണം. ബട്ട് കാര്യം ഡിസ്കസ് ചെയ്യാം. ബാക്കിയുള്ള ഒരു റൂമിൽ ചിലപ്പോൾ ബാക്കി എന്തെങ്കിലും വയസ്സന്മാർ ചെറിയ പിള്ളേർ എന്തെങ്കിലും അവർ കാണുമ്പോൾ എന്തെങ്കിലും എനിക്ക് തോന്നണോ എന്നൊക്കെ പറഞ്ഞാൽ എനിക്ക് പെണ്ണുങ്ങൾ ഇഷ്ടമാണോ എന്നൊക്കെ ചെയ്യണ്ടോ, ചിലപ്പോൾ ഉറക്കത്തിൽ ബാത്റൂമിൽ എന്തെങ്കിലും ചെയ്യണ്ടോ, അവരും കൂടെ ചെയ്യണ്ടോ, അവർ തമ്മിൽ എന്തെങ്കിലും ഷോപ്പിംഗ് എന്തെങ്കിലും ചെയ്യട്ടെ. നമ്മുടെ ഫാക്ടറി ഷോപ്പിംഗ് ചെയ്യണം, നമുക്കത് നോക്കേണ്ട കാര്യമില്ല. അതാണ് ഡോർമെറ്ററി നല്ലത് പറഞ്ഞത്. ചിലപ്പോൾ ഞാൻ ഒരു റൂമിൽ അവരുടെ കൂടെ ആണെങ്കിൽ ഞാൻ അവരുടെ കൂടെ എന്തെങ്കിലും പറഞ്ഞു എന്ന് വിചാരിച്ചോ, അത് സംസാരത്തിൽ ഒതുങ്ങും. ഇംഗ്ലീഷിലാണെങ്കിലും മലയാളത്തിലാണെങ്കിലും ഏത് ലാംഗ്വേജിലാണെങ്കിലും ഞാൻ ജസ്റ്റ് സംസാരിക്കില്ല. എനിക്കിങ്ങനെ കക്കോൾഡ് അങ്ങനെ വാച്ചിങ് ഇഷ്ടം. ലിയോണോടെ ക്യാപ്രി പറഞ്ഞിട്ടില്ലേ, വെൻ ഇറ്റ് വിൽ ഹാപ്പൻ മാരേജ് ഇറ്റ് വിൽ ഹാപ്പൻ, ടൈറ്റാനിക്കിലത്തെ ക്യാരക്ടർ. അത് സംസാരം മാത്രമേ ഉള്ളൂ, വേറെ നമുക്ക് തോന്നുന്നില്ല. അതുകൊണ്ട് അവരൊന്നും അതിന് നിൽക്കില്ല. എന്താ പറയുള്ളൂ. അപ്പോൾ എനിക്കൊന്നും തോന്നുന്നില്ല, ജോലി ചെയ്ത് വരണം അത്ര തന്നെ. അപ്പോൾ എനിക്ക് മരിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതും വേറി പ്രേയിങ് ഫോർ ദ വേറി ആൻഡ് ദ പ്രേയിങ് ഫോർ ദ ഡെഡ്, അതായിരിക്കും ഈ ടോപ്പിക്ക് ഈ പങ്ക്തിയുടെ. അപ്പം അവിടെ ഒന്നും പറയേണ്ട കാര്യമില്ല. അപ്പോൾ എന്താ പറയണ, എനിക്കിങ്ങനെ വാച്ചിങ് ഇഷ്ടം. ടോബി മാഗ്വയർ ക്യാരക്ടർ ഹാരിയുടെ ഫ്രണ്ട് ലിയോണാർഡോ കാപ്രിയോ പറയണ പോലെ ബേർഡ് പാരൻറ്റിങ് അല്ലെങ്കിൽ കോ പാരൻറ്റിങ് ചെയ്യുന്നത് എനിക്ക് താല്പര്യം, വാച്ച് ചെയ്യുന്നത്. പിന്നെ അവർ 10 ലക്ഷം 20 ലക്ഷം സേവിങ്സ് ഉണ്ടെങ്കിൽ ജസ്റ്റ് 6500 മന്ത്ലി പ്രസ്റ്റീജ് തട്ടുമുട്ടി പഠിപ്പിക്കുക. 17-18 വയസ്സ് അവരുടെ ഫ്രണ്ട്സും അവരുടെ കൊളീഗ്സ് കണക്ഷൻ ഉണ്ടാവും. ആനിമേഷൻ ജോബ്, AI ജോബ്, മോഡേൺ ജോലിയല്ലേ, AI ജോബ്, ആനിമേഷൻ ജോലി, ഡിജിറ്റൽ ജോബ് ചെയ്ത് പാർട്ട് ടൈം ജോബ് ചെയ്ത് 60,000 വലിയ നല്ല ശമ്പളം ഉണ്ടാവും.
സ്വരൂപിച്ച് വയ്ക്കുക 2 വർഷം പാർട്ട് ടൈം സ്റ്റഡി ചെയ്യുക, വലിയ ജോലി കണ്ടുപിടിക്കുക 23 വയസ്സിൽ. എന്നിട്ട് അവർ വിവാഹത്തിനോട് ഇടപെടില്ലാണ്ട് മാരേജ് ബോണ്ടില്ലാണ്ട് ജോലിയുള്ള പെണ്ണിനെ കല്യാണം കഴിക്കുക, ഗേൾ ഫ്രണ്ട് ബോയ് ഫ്രണ്ട് താമസിക്കുക, ജോബ് ഫുൾ ലേഡീനെ കല്യാണം കഴിച്ച് ഫ്രണ്ട് അടുത്തോട്ട് താമസിക്കുക, ഗേൾ ഫ്രണ്ട് ബോയ് ഫ്രണ്ടായിട്ട്. അപ്പോൾ അങ്ങനെ എൻ്റെ കാശൊന്നും പ്രതീക്ഷിക്കാനില്ല. അപ്പോൾ തിരിച്ചൊന്നും പ്രതീക്ഷിക്കാണ്ട് യാത്രയുടെ ഉടപടിയിലാണ്ട് സ്പിരിച്വൽ പൈഡ് ശോഷിത്ത് കഴിക്കാണ്ട്, ശോഷിത്ത് പറയാണ്ട്, വേറെ വല്ല സ്റ്റേറ്റുകാരാണെന്ന് പറയേണ്ടി വരില്ല. അപ്പോൾ പറയുന്നതനുസരിച്ച് പറയും. ശോഷിച്ച വാക്കുകൾ പറയാണ്ട്, ശോഷിത്ത് കഴിക്കാണ്ട്, കുടിച്ചിട്ട് നടക്കാണ്ട്, ഇപ്പോൾ ഫുൾ ഭാഗത്തോടെ അലേർട്ടായിട്ട് ഡെപ്ലീറ്റഡ് സ്റ്റേറ്റ് വീഴുകാണ്ട്, ഡെപ്ലീറ്റഡ് ഇൻടേക്ക് ഇല്ലാണ്ട്, ഡെപ്ലീറ്റഡ് വിതൗട്ട് ടെല്ലിങ് ഡെപ്ലീറ്റഡ് തിങ്സ്, സ്പിരിച്വൽ ബ്രൈഡ് വിതൗട്ട് മാരേജ് ബോണ്ട്, അതൊക്കെ ചെയ്യാം. അപ്പോൾ ഐ ലൈക്ക് ടു പ്രേ ഫോർ ദ വെയറി, പ്രേ ഫോർ ദ ഡെഡ്, അതൊക്കെ പറഞ്ഞ് കാര്യങ്ങൾ സംസാരിക്കാം. ലീഷർ ടൈമിൽ ഞാൻ വീഡിയോസ് കാണും, മ്യൂസിക് കേൾക്കും, പുറത്തേക്ക് ഇറങ്ങും, ഷോപ്പിംഗ് ചെയ്യും, ജസ്റ്റ് റെസ്റ്റ് ചെയ്യും നെക്സ്റ്റ് ഷിഫ്റ്റിന് വേണ്ടി. അത് പറയേണ്ട ആവശ്യമില്ല, എപ്പോഴും സംസാരം വന്നാൽ അങ്ങനെ സംസാരിക്കാം. അല്ലെങ്കിൽ നമ്മൾ 2 വർഷം കഴിഞ്ഞ് പിന്നത്തേക്കുള്ള ഇവിടെ ഇന്ത്യയിലുള്ള കാര്യങ്ങൾക്ക് വേണ്ടി തന്നെയാവും കാര്യങ്ങൾ ചെയ്യുക. കല്യാണം കഴിക്കുക, അങ്ങനത്തെ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാനുള്ളടത്ത് ഓൺലൈൻ പ്ലാറ്റ്ഫോമാണ്, ഓൺലൈൻ ചാറ്റിങ് അങ്ങനെ ചെയ്ത് അങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യാം. അപ്പോഴാണ് ആ നിവർത്തി വരുന്നത്. മനസ്സിലാക്കി ഷെയർ ചെയ്യണേലും അങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യണേലും. അപ്പോൾ ഡോർമെട്രി ആയിരിക്കും ബെസ്റ്റ്. 50 പേര് താമസിക്കുന്ന ഡോർമെട്രിയിലാകുമ്പോൾ നമ്മൾ കാര്യങ്ങൾ സംസാരിച്ചിരിക്കുക, അതിനുള്ള കാര്യങ്ങൾ ചെയ്യുക, അങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യുക. അതുകൊണ്ട് മുസ്ലിംസും ഹിന്ദുസും റോമൻ കാത്തലിക്സും തിരിച്ച് പ്രതിഷ്ഠിക്കാണ്ട് പങ്കുവയ്ക്കണ ക്രിസ്ത്യാനിറ്റിനെ കുറിച്ചൊന്നും അവർ പറയില്ല. പറയിപ്പിച്ച് പറഞ്ഞാൽ അവർക്ക് ഡ്രഗ് അടിച്ച് നടക്കണതിലും കൈയടിക്കണതിലും മനസ്സിലാക്കാൻ പഠിക്കുക. അതാ പറഞ്ഞ എനിക്ക് മുൻകൂട്ടി വീക്ഷിക്കാൻ പറ്റും, ദീർഘവീക്ഷണം. എനിക്കെല്ലാം മുൻകൂട്ടി കാണാൻ പറ്റും, മനസ്സിലാക്കാൻ അവർക്കും പറ്റുമെങ്കിലും എനിക്കും പറ്റും. അങ്ങനെയാണ് വരുന്നത്. പിന്നെ സംസാര രീതിയിൽ ഒതുങ്ങുമെങ്കിലും വേറൊരു റൂമിൽ, ഡോർമെട്രിയിൽ 50 പേര് ഡോർമെട്രി ആവുന്നത് നല്ലത്. വേറെ റൂമിലേക്ക് പോയി വെറുതെ മുഷിഞ്ഞ റൂമിലേക്ക് പോയി ചെയ്യണ രീതി എനിക്കില്ല. അപ്പോൾ അങ്ങനെ ഇല്ല. അപ്പോൾ അങ്ങനെ സാധാ രീതിയിൽ പോവുക. അപ്പോൾ യേശുവിനെ വരെ നിങ്ങൾ തിരിച്ച് പ്രതീക്ഷിക്കാണ്ട് പങ്കുവയ്ക്കുക എന്ന് പറഞ്ഞ് ഒരു പേരിന് വേണ്ടി ചെയ്ത് സാക്രിഫൈസ് പുനരുദ്ധരിച്ചത് ബോധത്തോടെ ചെയ്തതിനെ വരെ നിങ്ങളിപ്പോൾ എല്ലാം ചെയ്ത് കഴിഞ്ഞിട്ട് വിപരീതം ചെയ്ത് റോമൻ കാത്തലിക് ഹിന്ദുസ് തല്ലി ഉടയ്ക്കാണ്ട് നിർജ്ജീവമായത്, നശ്വരമായത്, ഖുറാൻ വായിക്കണവർ തമ്മിൽ അടികൂടി മുസ്ലിംസും ഹിന്ദുസും റോമൻ കാത്തലിക്സും മണ്ടശിവനെ ആരാധിച്ചിട്ട് യേശുവിനെ തന്നെ നിങ്ങൾക്ക് വേണ്ടി സഹായം ചെയ്തത് 300 വർഷം ജീവിക്കാനുള്ള വരുമ്പോൾ അതിനെ പേടിച്ച് കുറ്റം പറഞ്ഞുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ നിങ്ങളെവിടെ ശരിയാവും? അതിനെ കുറ്റം പറയരുത്, അത് മനസ്സിലാക്കാം, പറയേണ്ടത് വ്യക്തമായിട്ട് പറയാം. ഹിന്ദിക്കാരെ തെറ്റിദ്ധരിപ്പിക്കരുത്. ഹിന്ദിക്കാർക്ക് മലയാളത്തിനെ കുറിച്ച് വരണനെ കുറിച്ച് യഹൂദിയ ജീൻസിൻ്റെ ഇവിടുത്തെ മൾട്ടിപ്ലിക്കേഷനെ കുറിച്ച് അവർക്കറിയില്ല. അവർക്ക് മണ്ടശിവനെ കുറിച്ച് അവർക്കൊന്നും അറിയില്ല. ശിഖണ്ഡി മന്ദബുദ്ധി അയ്യപ്പനെ കുറിച്ച് അവർക്കറിയില്ല. മണ്ടൻ വിഷ്ണുവിനെ കുറിച്ച് അവർക്കറിയില്ല. മണ്ടി സരസ്വതിനെ കുറിച്ച് അവർക്കറിയില്ല. മണ്ടി ദുർഗാനെ കുറിച്ച് അവർക്കറിയില്ല. അവർ തമ്മിൽ മലയാളി പാൻപരാഗ്, ഹിന്ദി കുട്ടിക്കാനെ കൊല്ലിച്ചുകൊണ്ടിരുന്ന അത് പിടിച്ച് നിൽക്കാമെന്ന് പറയാൻ പറ്റില്ല. കൊല്ലിച്ചു കഴിഞ്ഞാൽ ആത്മഹത്യക്ക് പ്രേരിപ്പിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ ഹിന്ദുസും മുസ്ലിംസും റോമൻ കാത്തലിക്സും വിപരീതം ചെയ്യണവർ അതെങ്ങനെയാണ് പിടിച്ച് നിൽക്കാമെന്ന് പറയും? അതെങ്ങനെ ആൾക്കാരുടെ ഇതുള്ളതെന്ന് പറയും? നിങ്ങൾക്ക് വേണ്ടി ഹെൽപ്പ് ചെയ്യണവരെ തന്നെ നിങ്ങൾ കുറ്റം പറഞ്ഞുകൊണ്ടിരുന്ന നിങ്ങൾ ചെകുത്താൻ വെട്ടികളുടെ മണ്ടന്മാരുടെ പൂരാടത്തിൻ്റെ അങ്ങേറ്റല്ലേ? അപ്പോൾ കുടിച്ച് രകടിച്ച് നടക്കാണ്ട് കാര്യങ്ങൾ ചെയ്യും. പിടിച്ച് നിൽക്കാന്ന് പറഞ്ഞാൽ കുടിച്ച് രകടിച്ച് നടന്ന് തമ്മിൽ കൊല്ലിച്ചിട്ട് ആത്മഹത്യ പ്രേരിപ്പിക്കുന്നതല്ല. തമ്മിൽ കൊല്ലിച്ച് നടക്കുന്ന പിടിച്ച് നിൽക്കുക ആൾക്കാരുടെ ഇതുള്ളത് അതല്ല. ആൾക്കാരുടെ എന്ന് പറഞ്ഞാൽ ഇത് ഒരു കാര്യത്തിൽ അധിഷ്ഠിതമായി നിന്ന് എത്ര ബുദ്ധിമുട്ടുണ്ടെങ്കിലും കാര്യങ്ങൾ അനുവർത്തിക്കുക ആദ്യമേ തൊട്ടുള്ളത്. അപ്പോൾ അതിന് മിസ്കമ്മ്യൂണിക്കേഷൻ അല്ല വേണ്ടത്, സോഷ്യലിൻ്റെ ഓപ്പോസിറ്റ് അല്ല വരേണ്ടത്. കാര്യങ്ങൾ തികവോടെ ചെയ്യുക. മറന്നു. നിങ്ങൾ ഇങ്ങനെ പാമ്പ് കടി ഏറ്റാനൊക്കെ ചെറിയ പാമ്പ് കടി ഏറ്റാൽ മതി, അത് വിഷമാണത്. അപ്പം സൂക്ഷിച്ചൊക്കെ താഴെ കണ്ണാട വെച്ച് നോക്കി നടക്കുക. അപ്പോൾ 95 വയസ്സ് വരെ ജീവിക്കുന്നതൊക്കെ പോവും.
ഇപ്പം ഞാൻ പറഞ്ഞില്ലേ ഇപ്പം ലോനപ്പനങ്ങളുണ്ട്, ലോനപ്പനങ്ങളല്ല, ലോനപ്പന പാപ്പൻ മാഷാണ്. അവർക്ക് എന്ത് അസുഖം വന്നു കഴിഞ്ഞാലും 85 വയസ്സ് ആവശ്യമായിട്ട് അൾസർ എടുക്കണ പോലെ 78 65 വയസ്സായിട്ട് ആവശ്യമായിട്ട് ആർത്രൈറ്റിസ് നടക്കണ പോലെയല്ല. അവർക്ക് എപ്പോഴും നടത്താണ് അങ്ങനെ. അവർക്ക് 95 90 വയസ്സായി. അവരുടെ ഭാര്യയ്ക്ക് ഒരു 85 വയസ്സായിട്ടുണ്ടാവും. അവർ രണ്ടുപേരും സോഫിയാനിയുടെ പരപ്പൂരുള്ളതാ, അപ്പനമ്മയാണ്. വെളുത്ത മുടിയാണ് അവർക്ക് പണ്ട് തൊട്ട്, ഒരു 65 60 വയസ്സ് തൊട്ടൊക്കെ. അപ്പോൾ അവർ ലോന മാഷ് അവർ നല്ലോണം 95 വയസ്സായിട്ടും 90 വയസ്സായിട്ടും 92 വയസ്സായിട്ടും പറമ്പിലൊക്കെ സുഖമായിട്ട് അങ്ങോട്ട് ഇങ്ങോട്ടും 65 45 55 വയസ്സുള്ള പോലെ വയസ്സായിട്ട് നന്നായിട്ട് നടക്കും, കാര്യങ്ങൾ ചെയ്യും, നല്ല ആരോഗ്യത്തോടെ ഇപ്പോഴും നല്ലോണം നടക്കുന്നുണ്ട്. ഈ ആർമി ആൾക്കാരൊക്കെ നടക്കണ പോലെ. അതുപോലെ എൻ്റെ ഭാര്യ നല്ല സുഖമായിട്ട് ഭക്ഷണമൊക്കെ ഉണ്ടാക്കി 85 വയസ്സായി. ചെറുപ്പം 55 വയസ്സൊക്കെ തോന്നിയിരിക്കില്ലേ, ആ ടൈപ്പിൽ. സോഫിയാൻറ്റിയുടെ അമ്മയും ഗ്ലാഡ്വിൻ CRPF ബഡാമയുടെ ഭാര്യയുടെ അപ്പനമ്മയും അമ്മായിമ്മയും അമ്മയപ്പൻ പരപ്പൂര്. അപ്പം അങ്ങനെയൊക്കെ ആവണമെങ്കിൽ കുഴപ്പമില്ല. അല്ലെങ്കിൽ 85 വയസ്സായി, അല്ലെങ്കിൽ 75 വയസ്സിലൊക്കെ അൾസർ പിടിച്ച് വാശം പിടിച്ച് രോഗം പിടിച്ച് ഇങ്ങനെ കിടപ്പിലാവണമെങ്കിൽ അങ്ങനെ ഇനി അവരൊക്കെ ഓൾഡ് ഏജ് ഹോമിലാക്കേണ്ടി വരും. അവരൊക്കെ ഇപ്പോൾ ഇംഗ്ലീഷ് ഫുഡ് ചിലപ്പോൾ അവർ ഇംഗ്ലണ്ടിലേക്ക് മാറിയിട്ടുണ്ടെങ്കിൽ ഫാമിലി ആയിട്ട് ഭാര്യയായിട്ട് ഇംഗ്ലണ്ടിലുള്ള ഫുഡ് കഴിക്കാൻ ഓൾഡ് ഏജ് ഹോം 5 വർഷം അവിടെയാണ് താമസിപ്പിക്കുക. അപ്പോൾ എനിക്ക് ബാക്കിയുള്ള കാര്യങ്ങൾക്കൊക്കെ കൊണ്ട് ബാക്കി കാര്യം ചെയ്യണമെങ്കിൽ അപ്പോൾ തിരിച്ച് വിളിച്ചുകൊണ്ട് പങ്കുവയ്ക്കുക, അതൊക്കെ ചെയ്യാം ഫ്രണ്ട്സായിട്ട്. അങ്ങനെയൊക്കെ അതൊക്കെ ആ സമയത്ത് അതൊക്കെ എത്ര 30 വർഷമായിട്ടുള്ള കാര്യങ്ങളാണ്, 20 വർഷമായിട്ടുള്ള കാര്യങ്ങൾ. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഓരോ സമയത്ത് ചെയ്യണതനുസരിച്ച് വരുന്നത്. അല്ലാണ്ട് നമ്മൾ BHSൽ പോയി ജസ്റ്റ് സംസാരിക്കണം തോന്നണ്ടെങ്കിൽ സംസാരിക്കണ്ട. വെളുത്തുവരും കുറഞ്ഞവരാണെങ്കിൽ ചെറിയ പിള്ളേരാണെങ്കിൽ വയസ്സായവരാണെങ്കിൽ പഴകിയവരാണെങ്കിൽ സംസാരിക്കാൻ തോന്നണമെങ്കിൽ അത് വേണ്ട. ഡോർമെട്രി ആവാൻ 50 പേര് താമസിക്കുന്ന ഡോർമെട്രി ആവണമെങ്കിൽ എല്ലാവരും തങ്ങടുകൾ അറിയാൻ പറ്റും. നമുക്കിതിനെ കുറിച്ചൊന്നും പറയേണ്ട കാര്യമില്ല. ഇവിടുത്തെ ഓട്ടോറിക്ഷയുടെ ശബ്ദം അവിടെ കേൾക്കില്ല, ശബ്ദമാണ്, സൈലൻസ്. അവിടുത്തെ പ്രത്യേക രീതിയിലാണ്. അവിടെ പോയില്ലെങ്കിലും ഇല്ലെങ്കിലും കിട്ടാനുള്ളത് കിട്ടുമ്പോൾ മനസ്സിലാക്കാനുള്ള രീതി വരണം. അതുകൊണ്ട് ഇന്ത്യൻസിനെ പ്രത്യേകിച്ച് പ്രിഫർ ചെയ്യുക എന്ന് വെച്ചാൽ ഞാൻ അങ്ങനെ കറുത്താണെങ്കിലും വെളുത്താണെങ്കിലും ചെയ്യണമെന്നില്ല. അവർ റൂമിൽ പോയിട്ട് അങ്ങനെ ചെയ്യണമെന്നില്ല. ജസ്റ്റ് സംസാരത്തിൽ ഒതുങ്ങും. എപ്പോഴെങ്കിലും തരം കിട്ടിയാൽ ജസ്റ്റ് വിശേഷം ക്ഷീണിച്ചിരിക്കുമ്പോൾ റിലീഷർ ടൈം സംസാരിച്ചാൽ അങ്ങനെ സംസാരിച്ചെന്ന് മാത്രം. അങ്ങനെയൊന്നും ചെയ്യണമെന്നില്ല. ഇപ്പോൾ VHS ഗ്ലോബിൽ പോയി കഴിഞ്ഞാൽ ജസ്റ്റ് ചോദിക്കും HIV ടെസ്റ്റ് എടുക്കണോ, അല്ലെങ്കിൽ നമ്മൾ ലൈഫിൻ്റെ എക്സ്പീരിയൻസ് പറയാം, ടെസ്റ്റ് എടുക്കണോ, അല്ലെങ്കിൽ ട്യൂബർകുലോസിസിൻ്റെ ടെസ്റ്റ് എടുക്കണോ, അതൊക്കെ എടുത്ത് കിട്ടണമെങ്കിൽ. അത് കിട്ടിയില്ലെങ്കിൽ 630 യൂറോ കാണിക്കണമെങ്കിൽ നമ്മൾ പോകേണ്ട കാര്യമില്ല. 70,000 മേടിക്കാനായിട്ട് രൂപ. 930 യൂറോ എന്നോട് ഞാൻ ചോദിച്ചില്ല. അപ്പോൾ അതൊരു 2 ലക്ഷത്തി വരുന്നത് നല്ലൊരു എമൗണ്ട് തന്നെയാണ്. അല്ല 1,60,60,000 വരുന്നതും 2 ലക്ഷം വരുന്നതും കുഴപ്പമില്ല. അപ്പോൾ അത് കിട്ടാൻ അല്ലെങ്കിൽ ഫോണിലെങ്കിൽ വിസ സ്റ്റാമ്പ് അടിക്കാനും പാസ്പോർട്ടും ബയോമെട്രിക്കും ഒന്നും നടക്കില്ല. തിരിച്ചു വന്നൊരു രീതിയിൽ SHയും ഷാജുവും ബാക്കിയുള്ള കാണണമെന്ന് എൻ്റെ ഇഷ്ടം. കേസുകൾ വലിയ കാണാൻ പ്രാർത്ഥിച്ച് വരണമായാലും കുഴപ്പമില്ല. തര കിട്ടും. പല ഹോസ്പിറ്റലാണെങ്കിൽ ഇപ്പം അങ്ങോട്ട് പോകേണ്ട കാര്യമില്ല. ബെല്ലടിച്ചിട്ട് വാല് തുറക്കണല്ലെങ്കിൽ ഇതവിടെ പോയിട്ട് കാര്യമില്ലെന്ന് പോയി വരും, അത്ര തന്നെ. ചെയ്യേണ്ടത് ചെയ്യും. അപ്പോൾ ചെയ്യേണ്ടത് ചെയ്യുക, അനുവർത്തിക്കാൻ ചെയ്യുക, അതിനെയാണ് പിടിച്ചു നിൽക്കാന്ന് പറഞ്ഞത്. അവിടെ തമ്മിൽ കൊല്ലിക്കാൻ നടന്നു. ഹിന്ദിക്കാർക്ക് മലയാളം അറിയില്ല, ഹിന്ദി പാൻപരാഗും മലയാളി പാൻപരാഗും കൂടി തമ്മിൽ കൊല്ലിച്ചു. വിവരമില്ലാത്ത കാര്യങ്ങൾ പറഞ്ഞു, നിരങ്ങി നീങ്ങി, പറയാന്ന് പറയാൻ പറ്റില്ല. മന്ദബുദ്ധി അയ്യപ്പനും മണ്ടി സരസ്വതിയും മണ്ഡൽ ശിവനെയും ആരാധിക്കാൻ പറയില്ല, നിരങ്ങി നീങ്ങിയിട്ട് തലയ്ക്ക് വിവരമില്ലാത്ത പോലെ എന്താ പറയാൻ. ഞാൻ അവിടെ ബോയ്സ് സ്കൂളൊന്നും പഠിച്ചിട്ടില്ല. അപ്പോൾ എനിക്ക് മനസ്സിലാവും അങ്ങനെ ഒരു വൃത്തികെട്ട മുഷിഞ്ഞമാണില്ല എനിക്ക്. അപ്പോൾ ഒരു ആത്മീയമായ ഒരു ആയുർവേദിക് കാച്ചിയ ഒരു വെളിച്ചെണ്ണ, അതിൻ്റെയൊക്കെ ഒരു പ്രത്യേക ഒരു റോസും ഷാമ്പു അങ്ങനെയൊക്കെ ഒരു പ്രത്യേക ഒരു സത്താണ് എനിക്ക്. അപ്പോൾ അങ്ങനത്തെ വരുമ്പോൾ ഇപ്പോൾ ഫാൻ ഇടുമ്പോൾ തന്നെ റൂമിലുള്ള സ്നേഹം കൊണ്ടറിയാം. അപ്പോൾ അങ്ങനത്തെ വരുമ്പോൾ ഗുഡ്ക കഴിച്ച് പുക വമിച്ച് സിഗരറ്റ് വലിച്ച് തമ്മിൽ കൊല്ലിക്കണ പോലെയല്ല. ആത്മഹത്യ പ്രേരിപ്പിക്കണം. ഹിന്ദു മുസ്ലിംസ് റോബത്തിലിസും പെണ്ണുങ്ങൾ വരെ കുടിച്ചിട്ടൊക്കെ അടിച്ച് ലിമി ജോസഫ് പറഞ്ഞില്ലേ, ശിഖണ്ഡികളെ അരിച്ച് നടക്കുന്ന പെണ്ണെന്ന് പറഞ്ഞാൽ തമ്മിൽ കൊല്ലിക്കടിച്ചിട്ട് അത് പിടിച്ചു നിൽക്കാമെന്ന് പറയാൻ പറ്റൂ. തമ്മിൽ കൊല്ലിച്ചു, തമ്മിൽ ആത്മഹത്യ ചെയ്യാൻ പ്രേരിപ്പിച്ചു, അതിനെ പിടിച്ചു നിൽക്കാമെന്ന് പറയാം. ആൾക്കാരായിട്ട് ഇതുണ്ടെന്ന് പറയാം. അല്ല, ആൾക്കാരായിട്ട് ഇതിൻ്റെ ഓപ്പോസിറ്റ്, സോഷ്യലിൻ്റെ ഓപ്പോസിറ്റ്. അല്ലെങ്കിൽ വിവരമുള്ള കാര്യങ്ങൾ പറയുമ്പോൾ മനസ്സിലാക്കുക. പെണ്ണുങ്ങളെ വരെ ഇത് പറയില്ല, ഹിന്ദി കുട്ടികളത് പറയില്ല.
അല്ലെങ്കിൽ അതിൻ്റെ മിസ്കമ്മ്യൂണിക്കേഷൻ അതുണ്ടായിട്ട് കാര്യമില്ല. ഒരു കാര്യം നേർവഴിക്ക് പോകുന്നുള്ളതിൻ്റെ ആദ്യമേ തൊട്ടുള്ളത് അധിഷ്ഠമായി നിൽക്കുന്നതിലാണ് അത് പിടിച്ചു നിൽക്കുക എന്ന് പറയുന്നത്. എത്ര ബുദ്ധിമുട്ടുണ്ടെങ്കിലും ബാക്കിയുള്ളവരുടെ കുരുട്ട് ബുദ്ധി ഉണ്ടെങ്കിലും എന്തുണ്ടെങ്കിലും അത് നമുക്ക് 1.25 വർഷം വെച്ച് കുറയ്ക്കുകയാണെങ്കിലും അല്ലെങ്കിൽ 2 വർഷം പൂർണ്ണമായിട്ട് നിൽക്കാൻ പറ്റുമെങ്കിലും അവിടെ നിന്ന് മനസ്സിലാക്കി ജോലി കണ്ട് വേറെ 1 വർഷത്തേക്ക് ഒന്നുകൂടി വേറെ സ്ഥലത്ത് ചെയ്യാൻ പറ്റുമെങ്കിലും ഞാൻ കിട്ടണ കാശൊന്നും വലിയ കാര്യത്തിൽ നോക്കൂല. അത് സേവിങ്ങിൽ വന്നു അത്രേ ഉള്ളൂ ഞാൻ നോക്കുള്ളൂ. അത് സ്വരൂപിച്ച് വയ്ക്കാൻ വേറെ അക്കൗണ്ടിലേക്ക് കയറ്റും. ആവശ്യമുള്ളത് ഇൻട്രസ്റ്റ് വെച്ചിട്ട് സാധാ സേവിങ്സ് അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ വ്യത്യാസം ഉണ്ടല്ലോ, അത് വേറെ അക്കൗണ്ടിലേക്ക് ഇട്ടിട്ട് അതൊന്നും ഞാൻ എടുക്കില്ല. അത് ആവശ്യമുള്ള സമയത്ത് എനിക്ക് ഞാൻ ഇൻട്രസ്റ്റ് എടുത്തിട്ട് ആവശ്യമുള്ളത് മാത്രം ഡിപ്പോസിറ്റ് അക്കൗണ്ടിൽ ഡിപ്പോസിറ്റ് അക്കൗണ്ട് മാറ്റിയിട്ട് സേവിങ്സ് അക്കൗണ്ടിൽ കുറച്ച് എടുത്ത് ഉപയോഗിച്ചാൽ പോരെ എനിക്ക്. അപ്പോൾ ഞാൻ ആ കാശ് അവിടെ ഉണ്ട് ഞാൻ നോക്കണല്ലേ. എനിക്ക് ഒരു പുരന്നറിയാന്ന് പറഞ്ഞാൽ ഒരു സമയത്തിൻ്റെ മെച്യൂരിറ്റിയുടെ തികവിലാണ് ഓരോ കാര്യങ്ങൾ നടക്കുന്നത്. സേവിങ്സ് ആണെങ്കിലും ഫ്രുഗൽ ലിവിങ് ആണെങ്കിലും മിത്യവ്യയം പാലിച്ച് ജീവിക്കുന്നതാണെങ്കിലും ഒരു പ്രായം അനുസരിച്ച് എൻ്റെ പഴകിയതല്ല പുതിയതിലേക്ക് വരുന്നത്. ഇപ്പം നമുക്കൊരു കാര്യം പറയണമെന്നില്ലെങ്കിൽ ശബ്ദം വരില്ലെങ്കിൽ പറയേണ്ടത് ഇവിടെ കേട്ടിട്ടുണ്ടെങ്കിൽ അത് പിന്നെ പറയേണ്ട കാര്യമില്ല. തമ്മിൽ കൊല്ലിക്കുന്നതല്ല പിടിച്ചു നിൽക്കാന്ന് പറഞ്ഞാൽ. അപ്പോൾ അതനുസരിച്ച് കാര്യങ്ങൾ പറയണനുസരിച്ച് സമയത്തിന് പറയണതിന് അർത്ഥം. അല്ലാണ്ട് 24 വയസ്സിൽ സർക്കംസിഷൻ അതല്ല. 1, 5, 2, 3 വയസ്സ് അല്ലെങ്കിൽ 10 വയസ്സ് അല്ലെങ്കിൽ 34 വയസ്സിൽ പറഞ്ഞു തുടങ്ങി പറയുമ്പോൾ അതല്ല 15, 16, 17, 12 വയസ്സ്. അതുകൊണ്ട് ബോയ്സ് ഞാൻ അങ്ങനെ ഇറങ്ങിയിട്ടില്ല. അപ്പോൾ ഉള്ള കാര്യം പുഷ്ടിയോടെ നല്ല സ്വീകാര്യമുള്ള പരിമളമുള്ള സത്തായിട്ട് തിരിച്ചൊന്ന് പ്രതീക്ഷിക്കാണ്ട് ബോധത്തോടെയുള്ള സാക്രിഫൈസിനെയാണ് ഒരു നിവൃത്തി കാണുന്നത്. അല്ലെങ്കിൽ തിരിച്ചും പ്രതീക്ഷിക്കാണ്ട് പങ്കുവയ്ക്കുക, അത് അവസാന ഘട്ടത്തിൽ വരെ പിടിച്ചു നിൽക്കുക എന്ന് പറഞ്ഞാൽ അധിഷ്ഠിതമായി നിൽക്കുക ആദ്യമേ തൊട്ടുള്ളത്. അതിനെയാണ് അധിഷ്ഠിതമായി നിൽക്കുക, പിടിച്ചു നിൽക്കുക. ആൾക്കാരായിട്ട് ഇതുള്ളതെന്ന് പറയുന്നതും സോഷ്യൽ എന്ന് പറയുന്നതും മിസ്കമ്മ്യൂണിക്കേഷൻ ഇല്ലാത്തത്, ആൾക്കാരായിട്ട് ഇതില്ലാത്തതിൻ്റെ വിപരീതം ചെയ്യരുത്. ആൾക്കാരായിട്ട് ഇതില്ലാത്തതല്ല ചെയ്യേണ്ടത്, അധിഷ്ഠിതമായി നിൽക്കുക. അതിലാണ് കാര്യം വരുന്നത്. അപ്പോൾ ഇതിപ്പോൾ ആരെങ്കിലും കേട്ടോളും, അത് മനസ്സിലാവും. കേട്ടുണ്ട് ലോകം മൊത്തം കേൾക്കണ പോലെയല്ല മുക്കിലും മൂരിലും കൂരിൽ പറയുന്നത് ഇറങ്ങി നീങ്ങുന്നത്. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ പറഞ്ഞത് എന്താണ്? ഞാൻ ഇവിടെ പറഞ്ഞത് ഇവിടെ വിടും അല്ലേ? നിങ്ങളാണ് കുറ്റം പറഞ്ഞ് നടക്കുന്നത്. നിങ്ങൾ കുറ്റം പറഞ്ഞ് നടക്കുന്നതും ഞാൻ പറയുന്ന വ്യത്യാസത്തിൻ്റെ പൊരുൾ മനസ്സിലാക്കുക, ബോധത്തോടെ കാര്യങ്ങൾ ചെയ്യുന്നത് മനസ്സിലാക്കുക. ഇവിടെ പറയുന്ന സ്റ്റേറ്റ്മെൻറ്റ് ഇവിടെ വിട്ടു. അല്ലാണ്ട് ഇവിടുത്തെ വീട്ടുകാരെ കുറിച്ചും എന്നെ കുറിച്ചും അടുത്തുള്ളവരെ കൂട്ടുകാരെ കുറിച്ചും ഞഞ്ഞമിഞ്ഞ പറയാനും കുടിച്ചിറക്കടിച്ചിറക്കാനും പോയിട്ടില്ലേ. അതിന് പിടിച്ച് നിൽക്കാമെന്ന് പറയാൻ പറ്റില്ലേ. കുടിച്ചിറക്കടിച്ച് നടന്നിട്ട് തമ്മിൽ കൊള്ളിച്ചിട്ട് തമ്മിൽ ആത്മഹത്യ ചെയ്യാൻ പ്രേരിപ്പിച്ചിട്ട് ലിമി ജോസഫും കുടിച്ചിറക്കടിച്ച് നടന്ന പെണ്ണുങ്ങളെ പോലെ ശിഖണ്ഡികളെ അരച്ചിട്ട് മണ്ടർ ശിവനും മന്ദബുദ്ധിയായ അയ്യപ്പനും പിന്നെ കുയ്യപ്പനും മണ്ടി സരസ്വതി മണ്ടി ദുർഗാനും ഹിന്ദുസ് എന്ന് പറയുമോ? ഹിന്ദി കുട്ടികൾക്ക് മലയാളം അറിയില്ല. ഹിന്ദി കുട്ടികൾക്ക് മലയാളി പാൻപരാഗ് കൊല്ലിക്കണ പോലെ കുടിച്ചിട്ട് അകടിപ്പിച്ചിട്ട് അറിയാത്തത് ഇവിടുത്തെ പുതിയതിനെ കുറിച്ച് അവർക്ക് അറിയില്ല. പഴകിയതും അനുകരിപ്പിച്ചിട്ട് ഇല്ലാത്ത വിഡിത്തം പറഞ്ഞു കൊടുത്ത് നാണം കടുപ്പിച്ചിട്ട് അതിനെ പിടിച്ച് നിൽക്കാമെന്ന് പറയാൻ പറ്റില്ല. തമ്മിൽ കൊല്ലിക്കുന്നത് അത് സോഷ്യലിന് ഓപ്പോസിറ്റാണ്, വിപരീതം. ആൾക്കാരായിട്ട് ഇതുള്ളതല്ല, ആൾക്കാർക്ക് ഇതിൻ്റെ വിപരീതം. അതിനെ പിടിച്ച് നിൽക്കാമെന്ന് പറയാൻ പറ്റില്ല. അത് മിസ്കമ്മ്യൂണിക്കേഷനാണ്. അതിങ്ങനെ പിടിച്ച് നിൽക്കലാവും. അത് പണ്ടേ തൊട്ടുള്ള അധിഷ്ഠമായി കാര്യങ്ങൾ ചെയ്യുക, നിത്യായുസിന് വേണ്ടി യത്നിക്കുക. ക്രിസ്ത്യാനിറ്റി എന്ന റിലീജിയനല്ല. ഹിന്ദു മുസ്ലിം റോം കാത്തലിക്ക് വിപരീതം ചെയ്തിട്ട് നശ്വരമായത് നിർജ്ജീവമായത് തല്ലി ഉടയ്ക്കാണ്ട് മണ്ടശിവനം നരങ്ങി നീക്കി തമ്മിൽ കൊലിക്കുന്നത് ഒരു പുനർജന്മത്വമല്ല, അത് പിടിച്ചു നിൽക്കുന്നതുമല്ല. അപ്പോൾ മനസ്സിലാക്കുക, അധിഷ്ഠിതമായി റിലീജിയനില്ലാത്ത ക്രിസ്ത്യാനിറ്റി കൊണ്ടുവരുമ്പോഴാണ് അതിൽ അർത്ഥം കൈവരിക്കുന്നത്. അത് എത്ര ബുദ്ധിമുട്ടുണ്ടെങ്കിലും ഒരു സമയത്ത് ബുദ്ധിമുട്ടല്ല, ഒരു സമയം വരുമ്പോഴും അത് നിർവഹിച്ചെടുക്കണതിലാണ് അർത്ഥം. നിർവഹണമാണ് പ്രധാനം അല്ലേ. അതുകൊണ്ട് പിടിച്ചു നിൽക്കുക എന്ന് പറഞ്ഞാൽ തമ്മിൽ കൊലിച്ച് ആവശ്യമില്ലാത്ത വളിവിട്ടത്, അർത്ഥമില്ലാത്ത വെടിത്തം നരങ്ങി നീക്കലും തമ്മിൽ ആത്മഹത്യ പ്രേരിപ്പിക്കലും ഇവരില്ലാത്ത കാര്യങ്ങൾ പറയാൻ പറ്റില്ല. ഓതി കൊടുത്ത് തമ്മിൽ കൊലിച്ച് ഗുഡ്കയും പാൻപരാഗും മലയാളി പാൻപരാഗും ഹിന്ദി ഗുഡ്കയും ഹിന്ദു എന്ന് പറഞ്ഞ് നടന്നിട്ട് കൊലിച്ച് നടന്ന് അത് ഒരിക്കലും പിടിച്ചു നിൽക്കാമെന്ന് പറയാൻ പറ്റില്ല. അത് മെറ്റീരിയലിസ്റ്റിക്കാണ്, നശ്വരമായത്.
നശ്വരമായതിനെ ആരാധിക്കുക, നിരങ്ങി നീങ്ങുക. നിർജീവമായതിനെ തല്ലുടയ്ക്കാണ്ട് അടി കൂടണ ഖുറാനും പിടിച്ചു നിന്നിട്ട് വിപരീതം ചെയ്യണ റോമൻ കാത്തലിക്കും മുഴുവനായിട്ടുള്ള വായിച്ചറിയാതെയുള്ള അല്പബുദ്ധി എന്ന് പറഞ്ഞാൽ എന്താ പറയുക, അല്പവിവരം, വിവരം, പാതി അറിവ് കൊണ്ട് ആരെങ്കിലും ജയിച്ചിട്ടുണ്ടോ? അത് പറഞ്ഞാൽ ഇഗ്നോറൻസ് ഇസ് എ മിസ്റ്റേക്ക് എന്ന് പലപ്പോഴും പലരും പറഞ്ഞുണ്ട്. എന്നിട്ടും നിങ്ങൾ ആ തെറ്റ് ആവർത്തിക്കണതിൽ അർത്ഥമുണ്ടോ എന്നാണ് ചോദിക്കുന്നത്. ഇവിടെ വിവരമുള്ള കാര്യങ്ങൾ പറയിപ്പിച്ച് പറയുന്നതല്ല, പറയിപ്പിക്കാണ്ട് പറയണതിൽ അർത്ഥമല്ലേ? ശിഖണ്ഡികൾ ആരാധിക്കുന്ന പെണ്ണുങ്ങൾ അത് പറയൂ. ഹിന്ദി കുടുക്ക കാരണം ആരെങ്കിലും ആദിവാസി സ്ത്രീകൾ ഇവിടെ തലി ഫാമിലി മൊത്തം ഓടിപ്പോവോ? അതൊരു നിർവ്വഹണത്തിൻ്റെ മുന്നോടിയായിട്ട് വരണ രീതിയാണ് വരണത്. നിർവ്വഹണം എന്ന് പറഞ്ഞാൽ പിടിച്ചു നിന്ന് എത്ര ബുദ്ധിമുട്ടല്ല, അതിലൊരു രസമുണ്ട്. അതിനനുസരിച്ച് നിർവഹിച്ച് വരണയിലാണ് പിടിച്ചു നിൽക്കുക എന്ന് പറഞ്ഞാൽ. ആദ്യമേ തൊട്ടുള്ളത് അധിഷ്ഠിതമായി നിന്ന് അതുകൊണ്ട് മെറ്റീരിയലിസ്റ്റിക് നിർജ്ജീവമായത് തല്ലുടയ്ക്കാണ്ട് നിരങ്ങി നീങ്ങുന്നതല്ല. നശ്വരമായതിനെ ആരാധിക്കരുത്, അത് നിരങ്ങി നീങ്ങലാണ്. ഞാൻ ഇവിടെ വിട്ടത് ഇവിടെ കളഞ്ഞു, അവിടെ കുറ്റം പറഞ്ഞ് നടക്കണതില്ല, അത് പിടിച്ചു നിൽക്കുന്നതല്ല. അപ്പോൾ അത് കൂട്ടുകാരെക്കുറിച്ചും അടുത്തുള്ളവരെക്കുറിച്ചും അല്ലെങ്കിൽ വീട്ടുകാരെക്കുറിച്ചും നിങ്ങൾ കുറ്റം പറയണ പോലെ ഞാൻ ചെയ്യണില്ല. അത് അർത്ഥം വയ്ക്കാത്ത ഡബിൾ മീനിങ് കൊണ്ടുവരരുത്. ഇവിടെ കഴിഞ്ഞു. അയാളുടെ ഞഞ്ഞമിഞ്ഞ പറയാനും അതിനെക്കുറിച്ച് ഗോസിപ്പും ഡ്രഗ് അടിച്ച് നടപ്പിക്കാനും ആത്മഹത്യ പ്രേരിപ്പിക്കുന്നതും അതിൻ്റെ വിപരീതം ചെയ്യരുതെന്ന് പറഞ്ഞിട്ടാണ് ഞാൻ പറയുന്നത്. പറയണ രീതി നോക്ക്, മനസ്സിലാക്കാൻ പഠിക്കുക. അതുകൊണ്ട് അവർ ഡ്രഗ് അടിച്ച് നടക്കുന്നവരും ഹിന്ദി കുട്ടികളെ തമ്മിൽ കൊല്ലിക്കണവരും മലയാളി പാൻപരാഗുകളും അവരെന്താ പറയുക, ഗോസിപ്പാണ് നടത്തുക. ഗോസിപ്പ് എന്ന് പറഞ്ഞാൽ എന്താ, കുറേ ഡ്രഗ് അടിച്ച് കുടിച്ച് നടന്ന് വേണ്ടാത്തത് അർത്ഥമില്ലാത്തത് പറയുമ്പോഴാണ് തമ്മിൽ കുറേ വർഷങ്ങൾ ദിവസങ്ങൾ കുടിച്ച് ഡ്രഗ് അടിച്ച് അവരും പോക്ക്, അവരെ പറയിപ്പിക്കുന്ന പോക്ക്. അങ്ങനെയല്ല വേണ്ടത്. തമ്മിൽ ഉത്തേജിപ്പിക്കണ കാര്യം, ഉയരത്തിലേക്ക് എത്തിക്കണ കാര്യം കൊണ്ടുവരേണ്ടത്. ആത്മഹത്യ ചെയ്യേണ്ട കാര്യമുണ്ടോ, നിങ്ങൾ തമ്മിൽ കൊല്ലിക്കേണ്ട കാര്യം എന്തിനാണെന്നാണ് ചോദിച്ചിട്ടാണ് ഞാൻ തുടങ്ങുന്നത് അല്ലേ? നിങ്ങളെന്താ ചെയ്യുക? അവരങ്ങനെ ഇങ്ങനെ കുടിച്ചിട്ടൊക്കെ അടിച്ച് നടന്ന്, അതാണ് നിർജ്ജീവമായത് ആരാധിക്കുക എന്ന് പറഞ്ഞാൽ. മണ്ടൻ ശിവനെ ആരാധിച്ചിട്ട് മന്ദബുദ്ധികളെ ആരാധിച്ചിട്ട് കാര്യമില്ല. അതിന് നിരങ്ങി നീങ്ങാന്ന് പറയാം. മണ്ടൻ ശിവനെ ആരാധിച്ചിട്ട് കുടിച്ചിട്ടൊക്കെ അടിച്ച് നടക്കുക. നിർജ്ജീവമായത് ആരാധിക്കുക. നിങ്ങളുടെ തെറ്റ് ശരിയാന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, അതിന് പിടിച്ചു നിൽക്കാമെന്ന് പറയാൻ പറ്റില്ല. പിന്നെ തെറ്റ് തന്നെയാണ് അവരുടെ ശരിയെന്ന് പറഞ്ഞ് നിരങ്ങി നീങ്ങണവർ ഒരിക്കലും പെന്തക്കോസ്തിലേക്ക് മാറാനും പോകണില്ല. എനിക്ക് അവരെ ബോധിപ്പിക്കാനും ഹിന്ദിക്കാരെ ബോധിപ്പിക്കാനും ഒരാവശ്യമില്ല. ഹിന്ദി ഞാൻ പറയണല്ലേ, മലയാളി പാൻപരാഗിന് എനിക്ക് ബോധിപ്പിക്കേണ്ട കാര്യമില്ല. അപ്പോൾ എന്തുകൊണ്ടാണ് ഞാൻ പറയണത്? പരിമളമായതാണ് വരേണ്ടത്. പരിമളമായ ബോധത്തോടെ കാര്യങ്ങൾ ചെയ്യുന്നത്. ബാക്കിയുള്ളവർക്ക് ഉയർച്ച കൈവരിക്കണ കാര്യങ്ങൾ തമ്മിൽ കൊല്ലിച്ചാൽ അത് പിടിച്ചു നിൽക്കലും ഇതല്ല. അത് ആൾക്കാരായിട്ട് ഇത് ഉള്ളതിൻ്റെ വിപരീതമാണ്, സോഷ്യലിൻ്റെ വിപരീതം, മിസ്കമ്മ്യൂണിക്കേഷൻ. അപ്പോൾ ഇല്ലാടാന്ന് പറഞ്ഞിട്ട് അവിടെ കാര്യമില്ല. നിങ്ങളുടെ വീട്ടിലത്തെ ലാംഗ്വേജ് ഞാൻ ഉപയോഗിക്കണ ലാംഗ്വേജ് എങ്ങനെയാണ് വരണേ എന്ന് മനസ്സിലാക്കാൻ പഠിക്കാം. ചെയ്യണ പ്രവൃത്തി തിരിച്ച് പ്രതീക്ഷിക്കാണ്ട് പങ്കുവയ്ക്കുന്നതാണോ, സൂക്ഷിച്ച വാക്കുകൾ പറയാണ്ടാണോ, സൂക്ഷിച്ച് കഴിക്കാണ്ടാണോ, അതൊക്കെ മനസ്സിലാക്കാം. അപ്പോൾ എന്താ ആദ്യം പറഞ്ഞു വന്നേ? എനിക്ക് ഹിന്ദി കുട്ടിയോ അവരൊന്നും ബോധിപ്പിക്കേണ്ട കാര്യമില്ല. അവരോട് ക്രിസ്ത്യാനിറ്റിക്ക് മാറാനും പറയട്ടില്ല. ക്രിസ്ത്യാനിറ്റി എന്ന് പറയുന്നത് ആഗോള പ്രതിഭാസമാകുമ്പോൾ അത് റിലീജിയൻ അല്ല, മെറ്റീരിയലിസ്റ്റിക് റിലീജിയൻ അല്ല. പിന്നെ ഞാൻ എപ്പോഴെങ്കിലും അടികൂടാനും അതിലേക്ക് മാറാനും ഞാൻ പറയൂ? റിലീജിയൻ അല്ലാത്ത ക്രിസ്ത്യാനിറ്റിയിലേക്ക് ഞാൻ പറയൂ നിങ്ങൾ ഈ മെറ്റീരിയലിസ്റ്റിക് റിലീജിയനിലേക്ക് മാറണം? അത് മെറ്റീരിയലിസ്റ്റിക് അല്ല ഒന്നാമത്. അത് ആഗോള പ്രതിഭാസം ചേഞ്ച് ഒരു ഉയർന്ന തലത്തിലേക്ക് ഒരു അതിര് കടന്ന് എന്താ പറയാന്, നിത്യായുസിൻ്റെ കവർച്ച, നിത്യായുസിൻ്റെ പിഴവ് സംഭവിപ്പിക്കാണ്ടിരിക്കുകയാണ്. നിത്യായുസിന് വേണ്ടിയുള്ള ഉദ്യമനമാണ്, മനസ്സിലായ? ഉദ്യമം. അപ്പം അതിനെയാണ് പറയണത്. അപ്പം അത് മെറ്റീരിയലിസ്റ്റിക് നശ്വരമായതില്ല, നിർജ്ജീവമായത് കൈപടി തല്ലി ഉടക്കി. തമ്മിൽ ഖുറാൻ വായിച്ച് നടക്കണവർ വിപരീതം ചെയ്യണ റോമൻ കാത്തലിക്സും അടി കൂടാൻ പറയണ പോലെ അല്ല അത്. അപ്പോൾ മനസ്സിലാക്കാൻ പഠിക്കാം. പിന്നെ എനിക്ക് ഒരു ഓർമ്മയുടെ എന്താ പറയുന്നത്, മെമ്മറി എൻ്റെ മകൻ ഷാർപ്പാണ്. അപ്പോൾ അതനുസരിച്ചാണ് ഓരോന്നും ഇടിമിന്നൽ കയറി വരുമ്പോഴും അത് സ്പാർക്ക് മറവിയില്ലാണ്ട് ഓർമ്മ നല്ലോണം ഷാർപ്പാക്കാനാണ്. അത് മനസ്സിലാക്കി.
പിന്നെ എനിക്ക് അധികം വിദ്യാഭ്യാസം ഇല്ലാത്തതുകൊണ്ട് പിന്നെ പെണ്ണ് അങ്ങനത്തെ ഒന്ന് വരുത്താനുസരിച്ച് അങ്ങനെ വെച്ച് മറുപടി ഇല്ലെങ്കിൽ നമുക്ക് ആ കോളേജ് ആ രീതിയിൽ നോക്കണ രീതി അങ്ങനെ വല്ലതും നോക്കിയാൽ പോരാ. നിങ്ങൾ പോലെ വിദ്യാഭ്യാസം ബാങ്കിൽ കളിച്ചാണ് നമുക്ക് നോക്കണ കാര്യമുണ്ട്. മുഹമ്മദിനെ കുറിച്ച് ഇവിടെ ആരാ പറയണേ? ഡ്രഗ് അടിച്ച് നടന്ന മുഹമ്മദും ഡ്രഗ് അടിച്ച് കൊടുത്ത് നടക്കണ ശിഖണ്ഡി ശിവനും മണ്ടൻ ശിവനും കുറിച്ച് ഹിന്ദുസ് ഇവർക്ക് തലയ്ക്ക് വിവരമില്ലേ? ഇത് റെക്കോർഡായിട്ടോ അത് എന്താ കിറുക്കുണ്ടാ? മനസ്സിലാക്കാനുള്ള ബോധമല്ലേ? മുഹമ്മദ് കഴിഞ്ഞിട്ട് 2000 വർഷം കഴിഞ്ഞു അല്ലെങ്കിൽ 20th സെഞ്ചുറി കഴിഞ്ഞു എന്നുള്ളതാണോ പറഞ്ഞത്? യേശുവിനെ കുറിച്ച് പ്രാധാന്യം സെൻറ്റർ സ്റ്റേജ് വരുന്നത് യേശുവയാണ്. എന്നുവെച്ചാൽ ബോധത്തോടെ ചെയ്ത സാക്രിഫൈസാണ്, പരിമളമുള്ള ബോധത്തോടെ. അതിൽ കലർപ്പില്ല. കുടിച്ച് ഡഗടിച്ച് നടന്ന് തമ്മിൽ കൊല്ലിക്കണത് പോലെയല്ലത്. അത് ആൾക്കാർക്ക് ഇതില്ലാത്തത് പോലെയല്ല. മീൻസ് എന്താണ് ജഡ്ജ്മെൻറ്റ് വരുമ്പോൾ അത് അപ്പോൾ ഇതിപ്പോൾ എന്ന് പറയുന്നത് ബോധത്തോടെ ചെയ്യുന്നതാണ്. ബോധത്തോടെ ഡ്രഗ് അടിച്ച് ഹിന്ദിക്കാർക്ക് മലയാളം അറിയില്ല, അപ്പോൾ ഹിന്ദി കുട്ടികളെ മലയാളി പാൻപരാഗ് തമ്മിൽ കൊല്ലിക്കണല്ലേ? അതിന് പിടിച്ച് നിൽക്കാന്ന് പറയാൻ പറ്റുമോ? ഇല്ല. പിടിച്ച് നിൽക്കാന്നുള്ള സാക്രിഫൈസ് ബോധത്തോടെ ചെയ്ത് പുനരുദ്ധരിക്കുക. അപ്പോൾ ആദ്യമേ തൊട്ട് ആൽഫ ഒമേഗയുടെ നിത്യ ആയുസ് വരുന്നത്, നിത്യജീവൻ വരുന്നത് ഒരു പ്രത്യേക രീതിയിൽ അത് അധിഷ്ഠിതമായി നിന്ന് അത് പ്രാവർത്തികമാക്കാനുള്ള ക്ഷമത കാണിച്ച് എവിടെ എന്ത് തലയ്ക്ക് വിവരില്ലാത്തവർ തമ്മിൽ കൊലിച്ചാലും പിടിച്ച് നിൽക്കാനുള്ള ഇത് നിൽക്കുക. അതിനെ പിടിച്ച് നിൽക്കാൻ പറയണേ. അത് ഡ്രഗ് അടിച്ച് കുടിച്ച് നടന്നു, നാവിന് വളിവിട്ട വാക്ക് പറഞ്ഞു, തിരിച്ച് പ്രതിഷ്ഠിക്കാണ്ട് പങ്കുവയ്ക്കുക. അതിൽ പെടുന്നതാണ് സ്പിരിച്വൽ പ്രൈഡൊക്കെ. അപ്പോൾ ഇങ്ങനെ തമ്മിൽ കൊല്ലിക്കുക, തമ്മിൽ അത് മുസ്ലിമും ഹിന്ദുസും റോമൻ കാത്തലിക്സാണ് വിപരീതം ചെയ്യണവർ. തമ്മിൽ കൊല്ലിക്കണവർ, തമ്മിൽ അടി കൂടാൻ പറയും, തമ്മിൽ ആത്മഹത്യ ചെയ്തിട്ട് അവർ പ്രേരിപ്പിക്കും ആത്മഹത്യ ചെയ്യാൻ. എന്നിട്ട് ഡ്രഗ് അടുപ്പിച്ച് കുടിപ്പിച്ച് നടക്കും, ആവശ്യമില്ലാത്തത് ചെയ്യും. മിഥ്യവയും പാലിച്ച് അതിൽ പ്രാവർത്തികമാക്കാനുള്ള ക്ഷമത ഉണ്ടാവില്ല. അപ്പോൾ കുടിച്ച് ഡ്രഗ് അടിച്ച് നടന്ന് തമ്മിൽ കൊല്ലിക്കുന്നതെന്ന് പറയുന്ന ആൾക്കാർക്ക് ഇതില്ലാത്തതാണ്. അപ്പോൾ അതെങ്ങനെ ആൾക്കാർക്ക് ഇതുള്ളതാവണേ? അപ്പോൾ അങ്ങ് പെണ്ണുങ്ങളായാലും ആണുങ്ങളായാലും ഹിജടകളായാലും നാവിന്ന് വളി ശോഷിച്ച വാക്കുകൾ കഴിച്ച് നിരങ്ങി നീങ്ങുന്നതൊക്കെ റിലീജിയനാണ്. റിലീജിയനിൽ ക്രിസ്ത്യാനിറ്റി പെടില്ല. ക്രിസ്ത്യാനിറ്റി എന്ന് പറഞ്ഞാൽ ആഗോള തരത്തിലുള്ള ചേഞ്ച്, പ്രതിഭാസം എന്ന് പറയും, ഒരു തരംഗം നിത്യായുസ് തനിയെ കൊണ്ടുവരുന്നത്. അതിൽ മെറ്റീരിയലിസ്റ്റിക് റിലീജിയൻ, സെൽഫിഷ്നെസ്, കുറ്റബോധം, വൈരാഗ്യം, വഞ്ചന ബോധത്തോടെ ചെയ്യേണ്ടതാണ്. അല്ലാണ്ട് ബോധമില്ലാണ്ട് വഞ്ചന, ചതി, കുറ്റബോധം, നാണം അല്ലെങ്കിൽ എന്തെങ്കിലും അതിൽ വരില്ലേ? എന്താ പറയാൻ? ഈർഷ്യ, അത് എന്താ പറയാൻ? കുശുമ്പ് വരാം. എന്നുവെച്ചാൽ ലിവിങ് ഗോഡ് ഒരു ജലസ് ഗോഡാന്ന് പറയുന്നുണ്ട്. യഹോവ എന്ന് പറയുന്നത് ജലസ് ഗോഡാണ്. എന്തെങ്കിലും നിങ്ങൾ സെൽഫിഷ്നെസ് കാണിച്ച് എന്തെങ്കിലും ലവ് അതിൽ ചതിയും വഞ്ചന കൊണ്ടുവന്നു കഴിഞ്ഞാൽ അതിൽ ജലസ് ഗോഡാണ്. ജലസ് കൂടിയാണ്. ജലസ് എന്ന് പറഞ്ഞാൽ ഒരു കാര്യത്തിൽ അധിഷ്ഠിതമായി നിന്ന് കഴിഞ്ഞാൽ അത് തന്നെ പ്രാവർത്തികമാക്കാൻ നോക്കും. പിന്നെ ജലസും കൂടിയാണ്. കുശുമ്പും കൂടുതലാണ്. യഹോവയ്ക്ക് കുശുമ്പ് കൂടുതലാണ്. അതറിയോ നിങ്ങൾക്ക്? യഹോവയ്ക്ക് ഭയങ്കര കുശുമ്പാണ് എല്ലാവരും. അതാണ് പറയുന്നത്. ബൈബിളിൽ എല്ലായിടത്തും എഴുതിയിട്ടുണ്ട്, യഹോവ ഈസ് എ ജലസ് ഗോഡ്. യഹോവ ഈസ് ബോത്ത് ജലസ് ആൻഡ് ജലസ്. ഒരു കാര്യം അധിഷ്ഠിതമായി നിന്ന് കഴിഞ്ഞാൽ അത് ക്ഷമിക്കുന്ന സ്നേഹം. ദേഷ്യം വരുന്നത് പിന്നോക്കമാണെന്ന്, ഉറക്കം വരുന്നത് പിന്നോക്കമാണെന്ന്. ബോധത്തോടെ കാര്യങ്ങൾ ചെയ്യും, അധിഷ്ഠിതമായി കാര്യങ്ങൾ ചെയ്യും, അതിൽ പ്രാവർത്തികമാക്കാൻ നോക്കും. അതിനെ പറഞ്ഞാൽ ജലസ്, ZEALOS. ജലസ് എന്ന് പറഞ്ഞാൽ JELOS. കുശുമ്പുണ്ട്. പക്ഷേ ഡ്രഗ് അടിച്ച് കുടിച്ച് നടന്ന് ബോധമില്ലാണ്ട് നാണം കെട്ട പോലെ ഈർഷ്യം വൈരാഗ്യം നടത്തില്ല. ദേഷ്യം വരുന്നത് പിന്നോക്കമാണെന്ന്, ഉറക്കം വരുന്നത് പിന്നോക്കമാണെന്ന്. അത് ഡ്രഗ് അടിച്ച ശിവനും മുഹമ്മദ് ഡ്രഗ് അടിച്ച് കുടിച്ചെന്ന് ഖുർആൻ എഴുതി തമ്മിൽ അടി കൂടാൻ പറഞ്ഞു. അതല്ല ഇവിടെ വരുന്നത്. ഇവിടെ മുഹമ്മദിനെ കുറിച്ച് ആരും പറയണില്ല. ക്രിസ്ത്യാനിറ്റിനെ കുറിച്ച് പറയുന്നത്. ഹിന്ദു, മുസ്ലിം, റോമൻ കാത്തലിക് വിപരീതം ചെയ്യണ റിലീജിയനെ കുറിച്ച് പറയണില്ലേ? മെറ്റീരിയലിസ്റ്റിക് അല്ലാത്ത ക്രിസ്ത്യാനിറ്റിനെ കുറിച്ച് പറയുന്നത്. ക്രിസ്ത്യാനിറ്റി എന്ന് പറഞ്ഞാൽ ആഗോള പ്രതിഭാസം എന്ന് പറയുമ്പോൾ അതിൽ എത്ര കുറച്ച് വർഷം എടുത്താലും ഒരു 10-30 വർഷം എടുത്ത് പെട്ടെന്ന് പോകും. 2000 വർഷവും 10 ബില്യൺ വർഷമൊക്കെ പെട്ടെന്ന് പോയില്ലേ? അതുപോലെ ഒരു 30-40-50 വർഷത്തിൻ്റെ ഉള്ളിൽ അല്ലെങ്കിൽ ഒരു 60-70 വർഷത്തിൻ്റെ ഉള്ളിൽ ഒരു പ്രതിഭാസം വരുന്ന രീതിയിൽ കാണിക്കുന്ന തരംഗത്തിനെയാണ് ക്രിസ്ത്യാനിറ്റി എന്ന് പറയുന്നത്. അത് റിലീജിയനായിട്ട് കുറേ തെറ്റിദ്ധരിപ്പിച്ച് ബൈബിൾ മുഴുവൻ വായിക്കാണ്ട് വിപരീതം കാണിക്കണവരുണ്ട്. റോമൻ കാത്തലിക്സും ഹിന്ദുസും മുസ്ലിംസും തമ്മിൽ അടി കൂടാനൊക്കെ പറയുന്നത്. അതാണ് തെറ്റ്. ആ തെറ്റ് തല്ലി ഉടയ്ക്കുക. നശ്വരമായത് ആരാധിക്കുന്നു, നശ്വര നിർജ്ജീവമായത് തല്ലി ഉടയ്ക്കുക. അതിൽ തല്ലി ഉടക്കണേൽ ആരും അടി കൂടാൻ പറഞ്ഞേ? തല്ലി ഉടച്ചു, സന്തോഷമായി തുള്ളി ചാടി അല്ലേ? അടിമത്തത്തിൽ നിന്ന് പുറന്തള്ളി എന്നാ പറയണത്. അവിടെ ആരും അടി കൂടാൻ പറയണല്ലേ? തമ്മിൽ തിരിച്ച് പ്രതീക്ഷിക്കാണ്ട് പങ്കുവയ്ക്കുക, സ്നേഹിക്കുക. അതിൽ നിത്യായുസ് വരുമ്പോൾ ഒരു 300+ കിട്ടുമ്പോൾ, റിവൈറ്റീവ് എന്തെങ്കിലും കിട്ടുമ്പോൾ ആ നിത്യകിരീടം അണിയുക.
സ്ട്രെങ്ത്തായിട്ട് കാര്യങ്ങൾ ചെയ്യുക, തിരിച്ച് പ്രതീക്ഷിക്കാണ്ട് പങ്കുവയ്ക്കുക, അതിനെ പറയുകയാണത്. അതിൽ തല്ലി ഉടയ്ക്കാൻ പറഞ്ഞാൽ തല്ലി ഉടയ്ക്കാൻ ചെയ്യണം. നിർജീവമായത് നശ്വരമായത് തല്ലി ഉടയ്ക്കണം. അത് പ്രാവർത്തികമാക്കുമ്പോൾ അതിന് തമ്മിൽ അടി കൂടാൻ ആരും അടി കൂടാൻ പറയണേ? തല്ലി ഉടക്കണേൽ എവിടെ അടി കൂടൽ വരണേ? അതിൽ ഈർഷ്യം വൈരാഗ്യം വെച്ച് നടക്കണവർക്കാണ് അത് വരേണ്ടത്. അത് വരേണ്ട കാര്യമില്ല. അപ്പം മണ്ഡൽ ശിവനും അങ്ങനെയുള്ള നശ്വരമായതിനെ ആരാധിക്കേണ്ട ആവശ്യമില്ല. റിലീജിയനെ ആരാധിക്കേണ്ട കാര്യമില്ല. റിലീജിയൻ കൊണ്ടുവന്നത് വിവരമില്ലാത്തവരാണ്. അപ്പോൾ അത് അല്ല വേണ്ടത്. മെറ്റീരിയലിസം കൊണ്ടുവന്നത് വിവരമില്ലാത്തവരാണ്. തിരിച്ച് പ്രതീക്ഷിക്കാണ്ട് പങ്കുവയ്ക്കലും അത് ക്രിസ്ത്യാനിറ്റിയിൽ വരുന്നത്, ആഗോള പ്രതിഭാസം വരുന്നത് ആ ടൈപ്പിലാണ് വരുന്നത്. അപ്പോൾ അതുകൂടി ഇതിൽ ചേർത്ത് പറയാം. പിന്നെ ഞാൻ തൂറി പോയി ഗ്രേ പാൻറ്റിൽ ഈ സൈക്കിൾ ഈ വഴി കൂടെ വന്ന് സൈക്കിൾ നിറച്ച് ഉണ്ടമണിയിച്ച് വന്ന് 16 വയസ്സിൽ. അത് ലാസ്റ്റ് പീരീഡ് എല്ലാ പെണ്ണുങ്ങളും എല്ലാം കണ്ടു. മെറിൻ ജോസ് ഇപ്പോൾ മെസ്സേജ് അയക്കണല്ലേ അവർ, മെറിൻ ജോസാനോ സ്കൂൾ, ആജു, ടോണി തങ്കച്ചൻ, അവരെല്ലാവരും അമേരിക്കയിലുള്ളവരും ടീച്ചേഴ്സും ജൂലിയ മിസ്സും സോഷ മിസ്സും സണ്ണി ചേട്ടനും വലിയ ചേച്ചി എല്ലാവരും കണ്ടു. സീറ്റിൽ പോണത് ഈ നനഞ്ഞ പാൻറ് ഇട്ടിട്ട് ബാത്റൂം കഴുകാൻ പറ്റാണ്ട് അവിടെ 1 മണിക്കൂർ വീടിന് മുന്നിൽ നിൽക്കേണ്ടി വന്നു. ഈ വഴി മൊത്തം പീസ് തോമസിനോട് പോകാണ്ട് എനിക്ക് അത്രയ്ക്ക് വിദ്യാഭ്യാസമല്ലേ പീസ് തോമസ് ചൂസ് കറക്റ്റ് ആൻസർ ചെയ്യാൻ. അപ്പോൾ അത് ചെന്നിട്ട് അവിടെ ചെന്നിട്ട് വൃത്തിയാക്കിയിട്ട് തൂറിയ ഗ്രേ പാൻറ്റും വൈറ്റ് ഷർട്ടും ഇട്ടിട്ട് പോയി. എന്നിട്ടും ഞാൻ അടുത്ത 2 ആഴ്ച വീണ്ടും അടുത്ത സ്പെഷ്യൽ ക്ലാസ് 8:30 വന്ന് എല്ലാ ദിവസവും വന്ന് വൈകിട്ട് വന്ന് എല്ലാ ദിവസവും എന്നാണ്. ആരും എന്നോട് ചോദിച്ചില്ല ഈ കാര്യം. മെറിൻ ജോസോ സ്കൂളോ ടീച്ചേഴ്സോ ആരും ചോദിച്ചില്ല. ആരും ചോദിക്കാൻ ധൈര്യമില്ല. അപ്പോൾ അത് കഴിഞ്ഞ് നിങ്ങളാണെങ്കിൽ 2 ആഴ്ച ലീവ് എടുത്തിട്ട് ഗുഡ്കയും സിഗരറ്റും ബീഡിയും എല്ലാം കുടിച്ച് കഴിഞ്ഞിട്ട് ഡ്രഗ് അടിച്ചിട്ട് നിന്നിട്ട് കോപ്പി അടിച്ചിട്ട് 72% 55% വാങ്ങുള്ളൂ. ഇത് 0 മാർക്ക് മേടിച്ചാൽ പോലും ഞാൻ കുടിച്ചിട്ട് സർക്കണില്ലേ സർക്കംസിഷൻ ചെയ്തിട്ടില്ലേ 16 വയസ്സിൽ. അപ്പോൾ എനിക്ക് അതിനോട് ചിന്തിക്കേണ്ട ആവശ്യമില്ല. മൊബൈലില്ല. 16-17 വയസ്സിൽ മൊബൈലില്ല. 18, 19, 20 വയസ്സിൽ അവർ മേടിച്ചൊക്കെയാണ്. അവിടെ അപ്പോഴും മൊബൈലില്ല. ഞാൻ കുടിച്ചിട്ട് കടിച്ചെടുക്കാൻ കുടിച്ചെടുക്കാൻ. അപ്പോൾ 16-17 വയസ്സിൽ മൊബൈൽ ഇല്ല എന്നറിയാം. സ്വിമ്മിംഗ് പൂളിൽ ഞാൻ മൊബൈലും കൊണ്ടുപോകുമോ? എനിക്ക് എൻ്റെ ആവശ്യമുണ്ട്. 16-17 വയസ്സിലുള്ള മൊബൈൽ മേടിക്കാൻ അവരൊന്നും എനിക്ക് ആവശ്യമില്ലാണ്ട് ചെയ്യാൻ. വെള്ളത്തിൽ മുങ്ങിപ്പോയ മൊബൈൽ അപ്പുറത്തെ അരികത്ത് എവിടെ പോയെന്ന് എനിക്കറിയില്ല. മൊബൈൽ അവിടെ എടുത്ത് വയ്ക്കാത്തത് കൊണ്ടാണ് അവിടെ സ്വിമ്മിംഗ് പൂളിൽ സ്വിം ചെയ്യാൻ വരണേ. അപ്പോൾ അതുകൊണ്ട് ഞാൻ കുടിച്ചിട്ട് കടിച്ചാൽ പോയി സർക്കംസിഷൻ ചെയ്തപ്പോൾ താഴേക്ക് വലിയ ഷാഫ്റ്റാണ്, താഴേക്ക് ഇറങ്ങുന്നത് വേദനയാണ്. എന്നിട്ട് താഴോട്ട് ചെയ്യണത്. അപ്പോൾ വേറെ ആൾക്കാരോട് പറയുന്നത് 24 മുമ്പ് ചെയ്തപ്പോൾ ഇംഗ്ലണ്ടിൽ പോണ മുമ്പ് ചെയ്തപ്പോൾ വീണ് വേദന എടുത്തിട്ട് ഈ കൈ വീണ് ചോര വന്ന് കാലും പൊട്ടി വന്നു. എന്തുകൊണ്ടാണ് വന്നത്? അതവിടെ വേദന തൊലി താഴേക്ക് ഇറക്കണം. അപ്പോൾ സർക്കംഷൻ ചെയ്തു 16-17 വയസ്സിൽ തൊലി താഴേക്ക് ഇറങ്ങണല്ലേ. എന്തുകൊണ്ട് കുടിച്ചിട്ട് കടിച്ചിറക്കാൻ പോയാൽ ഞാൻ. അതൊക്കെ ഓരോ പേഴ്സണാലിറ്റി ബോഡി ലാംഗ്വേജിൻ്റെ ഭാഗമാണ്. കാലൊടിഞ്ഞു 21 ദിവസം ബെഡ് റെസ്റ്റ് ചെയ്തു. അതിന് ആബ്സെൻ്റ് ആവാൻ പോകണില്ല. 2 ആഴ്ച തൂറിയാലും എന്തിട്ടായി നാണക്കെട്ടില്ലല്ലോ. 2 ആഴ്ച ആബ്സെൻ്റ് ആവാൻ പോകണില്ലേ, കുടിച്ചിട്ട് കടിച്ചെടുക്കാൻ പോകണില്ലേ. അതേപടി തുടർന്ന് കിട്ടേണ്ട മാർക്ക് സ്വയം നിശ്ചയിച്ച്. മലയാളമാണെങ്കിൽ ആരും പറഞ്ഞു തരാനില്ലല്ലോ, ആരും പിടിച്ച് നടത്താനില്ലല്ലോ. 21 ദിവസം ബെഡ് റെസ്റ്റ് ചെയ്തു. പിന്നെ ലീവ് എടുക്കാൻ തന്നില്ലല്ലോ. ഒരിക്കലും ഞാൻ ആബ്സെൻ്റ് ആയിട്ടില്ല. 9 വർഷം 11 വർഷം അവിടെ ഉള്ളപ്പോൾ ഒരിക്കലും ആബ്സെൻ്റ് ആയിട്ടില്ല. 9-11 ആണെങ്കിലും. അത് കഴിഞ്ഞ് അങ്ങനത്തെ കാര്യങ്ങൾ പറയണു. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങൾ പറയുമ്പോഴാണ് ഇങ്ങനത്തെ കാര്യങ്ങൾ വരുന്നത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് അവർ നടത്തിക്കാനില്ല. എല്ലാ പഠിപ്പും കാര്യങ്ങളും സ്വന്തമായിട്ട് ചെയ്ത് ആരും കൈ പിടിച്ച് നടത്തിക്കാനോ വേറെ സഹായം ചെയ്യാനോ ചെയ്താനോ അന്നൊന്നും ഈ തൊലി താഴോട്ട് ഇറങ്ങാത്ത കാരണം നോക്കണല്ലേ. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങൾ ആരും എന്നോട് ഹെൽപ്പ് ചെയ്യാനോ പിന്നെ തന്നെ എല്ലാം ചെയ്തോളും എന്നുള്ള രീതിയാണ്. അല്ലെങ്കിൽ തന്നെ ചെയ്തില്ലെങ്കിൽ എല്ലാവരും കോപ്പി ചെയ്യുന്നതാണ്. അല്ലെങ്കിൽ ചാക്കോ ഷാജിയൊക്കെ ഇരിക്കുന്നുണ്ട്, ഇവർ കോപ്പി ചെയ്തേക്കാന്ന് പറഞ്ഞ് നിങ്ങൾ ചെയ്തതാണ്. പഴകിയവരാണ്. ശബ്ദം വെച്ചിട്ട് 0 മാർക്ക് മേടിക്കുമ്പോൾ റെക്കോർഡ് കുടിച്ചിറക്കാത്തത് 96-82 മാർക്ക് കിട്ടിയ കുടിച്ചിറക്കാം. അവർ ഗുഡ്കിങ് കഴിച്ച് പാതിരികളുടെ ആവശ്യമില്ല എന്ന് പറയുമ്പോൾ കക്ഷത്തിൽ ഫോട്ടോ എടുത്ത ജാക്കബൈറ്റാണ്. ബൈബിൾ മൊത്തം വായിക്കാണ്ട് വിപരീതം ചെയ്യണം അവർ. ഷാജി വരെ പാരലിസിസ് ആയി. എന്നിട്ട് മതിയായിട്ടില്ല നിങ്ങൾക്ക് ഇങ്ങനെ നാണക്കേട് ഇതായിട്ട്. നിങ്ങളാണ് കുടിച്ച് ഡ്രഗ് അടിച്ച് നടക്കും. വീണ് കഴിഞ്ഞാൽ തൂറി കഴിഞ്ഞാൽ നാണം കെട്ട് ഡ്രഗ് അടിച്ച് കുടിച്ച് നടന്ന് ബോധമില്ലാണ്ട് അതും ധൈര്യം ഇല്ലാണ്ട് ജീവിക്കണതുകൊണ്ടാണ്. ജീവിക്കാൻ ആഗ്രഹമില്ല. എനിക്ക് ജീവിക്കാൻ ആഗ്രഹമുണ്ട്. അങ്ങനെയാണ് ചെറുപ്പത്തോടത്ത് വന്നത്. അതാണ് പിടിച്ച് നിൽക്കാന്ന് പറഞ്ഞത്. എത്ര ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അവരുടെ തെറ്റാണെങ്കിലും അതിന് പിടിച്ച് നിൽക്കുക. അല്ലാണ്ട് അവർ തമ്മിൽ കൊല്ലിച്ചു. സീജറായുടെ പോലെ തമ്മിൽ ആത്മഹത്യ ചെയ്തു. ആത്മഹത്യ പ്രേരിപ്പിച്ചു. റോമൻ കാത്തലിക്കും ഹിന്ദുസും മുസ്ലിംസും നിർജീവ നശ്വരമായി തല്ലി ഉടയ്ക്കാണ്ട് തമ്മിൽ അടി കൂട്ടണ ഖുറാൻ പോലെ വിപരീതം ചെയ്ത് നടന്നു. തമ്മിൽ കൊല്ലിച്ച് നടന്നത് പിടിച്ച് നിൽക്കാന്ന് പറയാൻ പറ്റില്ല. അത് ആൾക്കാർക്ക് ഇതില്ലാത്തതാണ്. ഹിന്ദിക്കാർക്ക് മലയാളം അറിയില്ല. ഹിന്ദി കുട്ടിക്കഴിഞ്ഞാൽ മലയാളി പാൽപ്പാരൊക്കെ തമ്മിൽ കൊല്ലിക്കുന്നത് വിവരമില്ലാത്ത വിഡിത്തം പറഞ്ഞ് എഴുതി കൊടുത്ത് അത് കുടിച്ച് റകടിച്ച് നടക്കുന്നത് തമ്മിൽ കൊല്ലിക്കുന്ന ആൾക്കാർക്ക് ഇതില്ലാത്തതാണ്. പിടിച്ച് നിൽക്കുന്നതല്ല. സോഷ്യലിന് ഓപ്പോസിറ്റ് മിസ്കമ്മ്യൂണിക്കേഷൻ. ആൾക്കാർക്ക് ഇതുള്ളതിൻ്റെ ഓപ്പോസിറ്റ്. അത് മനസ്സിലാക്കണം, ബുദ്ധി കാണിക്കണം. അപ്പോൾ അതനുസരിച്ച് ഇത് കേട്ട് മറ്റു 2 കേട്ട് അതിൻ്റെ IAS സമ്മറൈസേഷൻ അതിലിടും. അപ്പോൾ അത് കറക്റ്റാണെങ്കിൽ അതിനനുസരിച്ചുള്ള എന്താ രീതി അത് എല്ലാവർക്കും മനസ്സിലാക്കാനാണ്.
ഉത്ബോധന വീഡിയോകൾ, ഉത്ബോധന മാതൃകകൾ, ലിഖിതങ്ങൾ, അത് മനസ്സിലാക്കാൻ പഠിക്കണം. അതിനനുസരിച്ചാണ് കാര്യങ്ങൾ ചെയ്യണത്. 34 വയസ്സ് പറഞ്ഞാൽ 12, 15, 17 വയസ്സല്ല. അല്ല 30, 26 വയസ്സെന്ന് പറഞ്ഞാൽ 9, 5, 7, 8, 9 വയസ്സെന്നല്ല. അപ്പോൾ അതനുസരിച്ച് ഓരോ രീതിയിലേക്ക് വേണം വരുന്നത്. എല്ലാം പടിയായി ഷാർപ്പ് മെമ്മറിയാണ് എനിക്ക്. അപ്പോൾ അങ്ങനെ എല്ലാം നാണക്കേടൊന്നും ഇല്ലാണ്ട് നല്ല ധൈര്യമായിട്ട് ജീവിക്കാൻ പഠിക്കുക. എന്ത് നിങ്ങൾ 96, 82 മാർക്ക് അടിക്കുമ്പോഴും കുടിച്ചിട്ട് ബോധമില്ലാണ്ടൊന്നും ചെയ്യേണ്ട കാര്യമില്ല. ബോധത്തോടെ കാര്യങ്ങൾ ചെയ്യാം. അതിൻ്റെയാണ് മുന്നോടിയായിട്ട് യേശുവയുടെ കാര്യം പറയുന്നത്. ബോധത്തോടെ കാര്യങ്ങൾ ചെയ്യുക. കുടിച്ചിട്ട് നടക്കാണ്ട് തിരിച്ച് പ്രതീക്ഷിക്കാണ്ട് പങ്കുവയ്ക്കുക. ഷോർട്സ് വാക്കുകൾ പറയരുത്, ഷോർട്സ് കഴിക്കരുത്. കുടിച്ചിട്ട് നടക്കാൻ കാനായിൽ കല്യാണം വരുന്നതിൽ കുടിക്കാൻ പോലും പോയിട്ടില്ലേ, അത് അവിടുത്തെ പണി തീർന്ന് എല്ലാവരും വീട്ടിലേക്ക് പോയി കിടന്നിട്ട്. അത് കുടിച്ചിട്ട് നടക്കുന്നതല്ല കാര്യം എന്ന് പറയുന്നത്. കുടിച്ചിട്ട് നടക്കണ കന്നാബിസ് അഡിക്റ്റീവ്സ് വേറെ കാരണം 20 സെഞ്ചുറി കഴിഞ്ഞ് അതിന് മുമ്പ് ഒന്നും പറയൂ. അത് മനസ്സിലാക്കാനുള്ള ബുദ്ധി കാണിക്കണം. അതിനാണ് പ്രതിവിധി വരുന്നത്, അതിനാണ് പ്രതികരണം. പിന്നെ മുമ്പ് റെക്കോർഡ് ചെയ്തതുപോലെ പറഞ്ഞില്ല. അപ്പോൾ അതനുസരിച്ചുള്ള ഏത് കൃത്രിമം കാണിക്കുന്ന സമയമാണെങ്കിലും അവർക്ക് പാരൻസിന് അവർക്ക് അപമാനമാണ്. ഒരു 1988 മുമ്പ് അവർ ബാക്കിയുള്ള പഴയരെ അനുകരിക്കുകയല്ലേ. നിങ്ങൾക്ക് അന്ന് മെർലിനും ബാക്കിയുള്ള കഥാപാത്രങ്ങൾ പുതിയതൊന്നും വന്നില്ലല്ലോ. എന്നെ തന്നെ കോപ്പി ചെയ്ത് വരേണ്ട കാര്യമുണ്ടോ? ഉള്ളിൽ നോക്കേണ്ട ഇതിൻ്റെ പ്രൂഫ് വെഡി പ്രൂഫും കൊണ്ടുവന്ന് അതൊക്കെ ചോദിക്കേണ്ടതാണ്. അതിൻ്റെ എന്നെ അടുത്ത് എന്നെ കുറ്റം പറയും. അതിനെ ഒപ്പിച്ച് അതിനെ റെസ്പെക്റ്റ് ഇല്ലാണ്ട് നിങ്ങളെ പോയി കൃത്രിമം കാണിക്കണവർ ചീത്തു എന്നാണ് പറയേണ്ടത്. മണ്ടശിവിനെ ആരച്ച് കൃത്രിമം കാണിച്ചിട്ട് അവർ ജയിക്കാൻ പോകണില്ലെന്ന് മനസ്സിലാക്കിയിട്ട് തന്നെ കൃത്രിമം കാണിക്കുക ബാക്കിയുള്ള വെഡികളാക്കുക. നാച്ചുറലായിട്ട് വന്നതിന് അങ്ങനെ ചെയ്യേണ്ട കാര്യം എന്തത്? അപ്പോൾ അതനുസരിച്ച് രേവതി ആരും ഡ്രഗടിച്ച് നടക്കണവരും കുറേ കുടിച്ച് ഡ്രഗടിച്ച് നടക്കുന്നുണ്ട്. ഇങ്ങനെയുള്ളവർ കൃത്രിമം കാണിക്കണവർ, പറയിപ്പിച്ച് പറയണവർ, ഡ്രഗ് ബൂസ് കരണമുള്ളത്. അപ്പോൾ അതിനുള്ളത് നിങ്ങൾ കേൾക്കണത്, അത് മനസ്സിലാക്കാനുള്ള ബുദ്ധി കാണിക്കണം. അപ്പോൾ മുമ്പ് പറഞ്ഞ പോലെ അതിനനുസരിച്ച് പറഞ്ഞാൽ മനസ്സിലാക്കാനുള്ള ബോധം കാണിക്കണം. അതനുസരിച്ചാണ് കാര്യങ്ങൾ ചെയ്യുന്നത്. അത് പറയണേ നിങ്ങളെ പോയി ഡ്രഗ് അഡിക്സിനെ ഞാൻ ഡിപ്പെൻഡ് ചെയ്യുമെന്ന് ഇല്ല. അത് ചെയ്യാൻ തിരിച്ച് പ്രതീക്ഷിക്കണം, സ്നേഹിക്കുക, പങ്കുവയ്ക്കുക എന്ന് പറയുന്നത് ആ രീതിയിലാണ് പോണത്. മനസ്സിലാവുന്നുണ്ട്? അപ്പോൾ ക്രിസ്ത്യാനിറ്റി റിലീജിയനല്ല, അത് നിത്യായുസിൻ്റെ ഉപരിതലത്തിലേക്ക് അതിരുകളില്ലാത്ത സ്നേഹത്തിൻ്റെ നിത്യായുസിനെ കുറിച്ച് ആദ്യമേ തൊട്ടുള്ളത് നിർവഹിച്ച് ചെയ്യണത്. അത് നിർവഹണമാണ്, കൃത്യനിർവഹണം. കർത്താവ് ശോഷിച്ച വാക്കുകൾ പറയാതെ നിത്യായുസിൻ്റെ പരിധികളില്ലാതെ അതിനനുസരിച്ച് ആദ്യമേ തൊട്ടുള്ളത് അധിഷ്ഠിതമായി നിൽക്കുന്നത്. അത് തമ്മിൽ കൊല്ലിച്ച് അതിനെ മെറ്റീരിയലിസ്റ്റിക്, നശ്വരമായത്, നിർജ്ജീവമായത് നിറയെ നെയ്യ് ആരാധിക്കാൻ പറയാൻ പറ്റില്ല. എന്നിട്ട് അതിൽ പിടിച്ചു നിൽക്കാമെന്ന് പറയാൻ പറ്റില്ല. തമ്മിൽ കൊല്ലിച്ച് ആത്മത്തെ പ്രേരിപ്പിക്കണ സീജറോയെ പോലെ തമ്മിൽ കൊല്ലിച്ച് നടക്കുന്നത് പിടിച്ചു നിൽക്കുന്നതല്ല, ആൾക്കാർക്ക് ഇതില്ലാത്തതാണ്. ആൾക്കാർക്ക് ഇതുള്ളതിൻ്റെ ഓപ്പോസിറ്റാണ്, വിപരീതമാണ്. ശോഷിച്ച വാക്കുകൾ പറയുന്നത് ശരിയല്ല. ആൾക്കാർക്ക് ഇതിലുള്ളതിൻ്റെ വിപരീതമാണ്. ആൾക്കാർക്ക് ഇതില്ലാത്തത് സോഷ്യലിൻ്റെ ഓപ്പോസിറ്റ്, മിസ്കമ്മ്യൂണിക്കേഷൻ. മണ്ടശിവനെ അരച്ച് അതിനെയാണ് ആൻറ്റി ക്രൈസ്റ്റ് എന്ന് പറയുന്നത്. ശോഷിച്ച വാക്കുകൾ പറയരുത്, വിപരീതം ചെയ്യണത്. അപ്പോൾ നിത്യായുസിൻ്റെ കാര്യം വരുമ്പോഴും അതിനുള്ള നിലനിൽപ്പും അതിനധിഷ്ഠിതമായ കാര്യങ്ങൾ ചെയ്യുക, അതിനുള്ളതാണ് വരുന്നത് കൃത്യനിർവഹണം. അതിനാണ് എത്ര ബുദ്ധിമുട്ടുണ്ടാകണമെങ്കിലും ബാക്കിയുള്ളവർക്ക് അവർക്ക് ഇരന്ന് കൂട്ടി വാങ്ങുകയാണെങ്കിലും അതിൽ പിടിച്ചെടുക്കാമെന്ന് പറയാൻ പറ്റില്ല. കൃത്യനിർവഹണത്തിൽ തയ്യാറായി എത്ര സമയം എടുത്താലും നേരത്തെ വന്നത് കാര്യങ്ങൾ ചെയ്യാൻ, അതിനെയാണ് പിടിച്ചു നിൽക്കാമെന്ന് പറഞ്ഞത്. യഹോവ യേശുവ എന്ന് പറയുന്നത് ബോധത്തോടെ കാര്യങ്ങൾ നിവർത്തിക്കുന്നതിനാണ്. ബോധത്തോടെ കാര്യങ്ങൾ ചെയ്യാൻ, തിരിച്ച് പ്രതിഷ്ഠിക്കാണ്ട് പങ്കുവയ്ക്കുക, ശോഷിച്ച് കഴിക്കാണ്ട്, ശോഷിച്ച വാക്കുകൾ പറയാണ്ട്. അതുകൊണ്ട് മണ്ടൻ ശിവനും കുടിച്ചിരിക്കണ മുഹമ്മദ് അല്ല. ഖുറാൻ വായിച്ച് നടക്കുന്നത് അടി കൂടാനുള്ള ടൈപ്പല്ല. തിരിച്ച് പ്രതിഷ്ഠിക്കാണ്ട് സ്നേഹിക്കുക, സ്ട്രെങ്ത്തിൽ. അതാണ് യേശുവ പറയുന്നത്, ബോധത്തോടെ കാര്യങ്ങൾ ചെയ്യുന്നത്. യേശുവ എങ്ങനെയാണ് ശിവനാവണേ? നിങ്ങൾ എന്തൊക്കെ തെറ്റിദ്ധരിച്ച് വരിച്ചിരിക്കുകയാണ്. യഹോവ എന്ന് പറയുന്നത്, യേശുവ എന്ന് പറയുന്നത് ഉറക്കത്തിൽ പിന്നോക്കാണ്, മയങ്ങില്ല. ദേഷ്യം വരണ പിന്നോക്കാണ്, ജലസ് കുശുമ്പുണ്ടാവും. നിങ്ങൾ കുടിച്ച് രകടിച്ച് ബോധമില്ലാണ്ട് ചെയ്യണതിന്. പക്ഷേ ജലസ് കോണാണ്, ZDALOUS. ഒരു കാര്യം പ്രാവർത്തികമാക്കാൻ നോക്കും. ആയുസ് അന്ന് തൊട്ട് കുറഞ്ഞത് ആയുസ് നിത്യായുസ് കിട്ടാനുള്ള 300 വർഷം. ഇവിടത്തെ പാട്ടൊക്കെ കൂടും, മാറ്റിൻ തീരെ കൂടും എന്ന് പറഞ്ഞാൽ മരിച്ചു കഴിഞ്ഞ് സ്വർഗത്തിൽ തൂറുന്നല്ല.
ഇവിടെ മറിച്ച് കഴിഞ്ഞാൽ ഇവിടെ ഫംഗ്ഷനുള്ള തൂറാനുള്ളത് ഇവിടെ ഇവിടുത്തെ മാറ്റിൻ തീരെ കൂടുന്നു 300 വർഷം ജീവിക്കാനുള്ള എല്ലാവരും തിരിച്ച് പ്രതീക്ഷിക്കാണ്ട് പങ്കുവെക്കുക സ്നേഹിക്കുക ആ മാറ്റിൻ തീരെ ഇവിടെ തന്നെയാണ് സ്വർഗം ഇവിടത്തെയാണ് ഭൂമി ഇവിടെ തന്നെയാണ് ഭൂമി മനസ്സിലായ അപ്പോൾ കുടിച്ചിടകടിച്ച് നടക്കാണ്ട് കാര്യങ്ങൾ ചെയ്യണതിലാണ് കാര്യം വരുന്നത് യേശു ഉറക്കത്തിൽ പിന്നോക്കമാണ് യഹോവ ദേഷ്യത്തിൽ പിന്നോക്കമാണ് മനസ്സിലായ അപ്പോൾ എല്ലാം കാര്യം നിവർത്തിക്കാൻ സെലസ് ഗോഡ് എന്ന് പറയുന്നത് അതുകൊണ്ടാണ് അപ്പോൾ അങ്ങനെ ഈ മണ്ടൻ ശിവനെ പോലെ തമ്മിൽ കൊല്ലിച്ചിട്ട് അത് പിടിച്ചു നിൽക്കാനല്ല പിടിച്ചു നിൽക്കാന്ന് പറഞ്ഞിട്ട് ആൾക്കാർക്ക് ഇതില്ലാത്തത് ഓപ്പോസിറ്റ് ആൾക്കാർക്ക് ഇതുള്ളത് ആൾക്കാർക്ക് ഇതിൻ്റെ ഓപ്പോസിറ്റ് കാണിക്കണം സോഷ്യലിൻ്റെ ഓപ്പോസിറ്റ് കാണിക്കണം പോലെ മിസ്കമ്മ്യൂണിക്കേഷൻ അല്ല മണ്ടൻ ശിവനെ പോലെ തമ്മിൽ കൊല്ലിച്ച് അത് പിടിച്ചു നിൽക്കാനാവില്ല ആത്മഹത്യക്ക് പ്രേരിപ്പിക്കണം ഹിന്ദുസ് മുസ്ലിംസ് റോമൻ കാത്തലിക്സ് പോലെയല്ല ക്രിസ്ത്യാനിറ്റി റിലീജിയൻ അല്ല റിലീജിയൻ തെറ്റല്ലേ റിലീജിയൻ ഇവരകത്ത് മനുഷ്യരുണ്ടാക്കിയതല്ലേ ഇവിടെ മനുഷ്യരിയ്ക്കണു എല്ലാം ഇരുകാലി കഴുതകളല്ലേ എന്ന് പറയണ പോലെയാണല്ലേ അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങൾ ഉള്ള ഇതാണ് പറയണത് അപ്പോൾ മനസ്സിലാക്കാൻ പഠിക്കും കൃത്രിമം കാണിക്കുന്നവരോടേക്ക് വെറുപ്പാണ് അത് അവസാന വാക്കാണ് അവർ പാരൻസിന് വരെ അവർക്ക് അപമാനമാണ് റീട്ടാർഡഡ് ആയിട്ടുള്ളവർ സ്വന്തമായിട്ട് പറയുക സ്വന്തമായിട്ട് കാര്യങ്ങൾ ചെയ്യുക പറയിപ്പിച്ചിട്ടല്ല അങ്ങനെയാണ് വരുന്നത് തൂറാൻ മുട്ടുമ്പോൾ തൂറാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് പ്രാക്ടീസ് ചെയ്യേണ്ട കാര്യമില്ല അത് അവിടെ വരേണ്ട സമയത്ത് വരും ഇത് മഴക്കാലമാണ് ഒരു ക്ലൈമറ്റിനനുസരിച്ച് മുഷിവ് തോന്നി വെയിറ്റ് ചെയ്ത് അതിന് കൺഫർമേഷൻ കിട്ടിയാലും കിട്ടിയില്ലെങ്കിലും അപ്പോഴാണ് കാര്യങ്ങൾ പറയണത് അപ്പോഴാണ് കാര്യങ്ങൾ ചെയ്യുന്നത് പെട്ടെന്ന് എടുത്ത് ചാടി ചെയ്തിട്ട് കാര്യമില്ല ചെയ്തെല്ലാം കാര്യം വരുന്നില്ലേ അപ്പം മനസ്സിലാക്കാൻ പഠിക്കും ഒരു ബോഡി ലാംഗ്വേജിലുള്ള ഓറയാണ് പുറത്തേക്ക് വരുന്നത് ഓറ ആ തനിമ ആ ഉൾക്കാഴ്ച അതിലൂടെയാണ് കാര്യങ്ങൾ നടക്കുന്നത് പിന്നെ നമ്മൾ വെറും സംസാരമാണെങ്കിൽ ഓക്കെ വേറെ പ്രതീക്ഷിക്കേണ്ട കാര്യമില്ല പിന്നെ നമ്മൾ കുറേ നാൾ കഴിഞ്ഞ് 2 വർഷം കഴിഞ്ഞിട്ട് നമുക്ക് നീട്ടി കിട്ടിയാലും 1.25 വർഷമാണെങ്കിലും ഇപ്പോൾ എന്തെങ്കിലും അവിടെ അവർക്ക് അബദ്ധം പറ്റിയിട്ടുണ്ടെങ്കിൽ 1.25 വർഷമായിട്ട് കുറഞ്ഞെങ്കിലും 1 വർഷമായിട്ട് കുറഞ്ഞെങ്കിലും അങ്ങനെ ജോലി ചെയ്ത് തിരിച്ചു വരേണ്ടതിൻ്റെ രീതിയിൽ കാര്യങ്ങൾ നടക്കുന്ന രീതിയാണ് ഫ്രീ ടൈമിൽ കാര്യങ്ങൾ ചെയ്യേണ്ടതെല്ലാം വരുന്നത് ലോൺലിനെസ് സെക്ഷൽ ഫീലിംഗ് വരുന്നത് പോലെ ഒരു സമയം വരുമ്പോഴാണ് കാര്യങ്ങൾ വരുന്നത് മനസ്സിലാവുന്നുണ്ടോ കാര്യങ്ങൾ സംസാരിച്ച് വരണ സംസാരം മാത്രമല്ല വേണ്ടത് സംസാരത്തിന് വേണ്ടതായ രീതിയിലാണ് വരുന്നത്